വിളിച്ചിരുന്നു. ഈ വിഷയത്തിന് ശേഷം അല്ലല്ല, ഇപ്പൊ അടുത്തായിട്ട്, ഇപ്പൊ കുറച്ചായിട്ട്. അപ്പൊ നാസിർ ഫൈസി എന്ന് പറഞ്ഞാല് മുജാഹിദിന്റെ കൂട്ടത്തിലുള്ള മുജാഹിദ് വാലിശ്ശേരിന്റെ അതേ ടൈപ്പാണ്. അതായത് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും. അപ്പൊ നിങ്ങളിപ്പം പറഞ്ഞൊരു സത്യം, അതായത് പിന്നെ കാന്തപുര ഉസ്താദിന്റെ കയ്യിലാണ് ഷെയർ മുബാറക്ക് കിട്ടിയത് എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഇത് സ്വീകരിക്കാത്തതെന്നുള്ളത് മൂപ്പര് വ്യക്തമായിട്ട് പറഞ്ഞു. നാസിർ ഫൈസി പറഞ്ഞു. സത്യം അതാണ്. അത് സത്യം അതാണെന്ന് പറഞ്ഞാൽ, അതായത് ഇന്ന് ഇവര് പിന്നെ SKSSFന്റെ ആൾക്കാരടക്കം പിന്നെ ലത്തീഫിയയിൽ, വെല്ലൂര് ലത്തീഫിയയിലുള്ള ഷെയർ മുബാറക്ക് അത് എന്നോട് ഇയാൾ പറഞ്ഞത് മുത്തവാത്തിർ കൊണ്ട് സ്ഥിരപ്പെട്ട ആ പിന്നെ ഘടന അനുസരിച്ച് സ്ഥിരപ്പെട്ട ഷെയർ മുബാറക്കാണ് ലത്തീഫിയയിലുള്ളതെന്നാണ് ആര് പറഞ്ഞത്? നാസിർ ഫൈസി പറഞ്ഞത്. അപ്പൊ ഞാൻ നാസിർ ഫൈസിനോട് ഞാൻ അപ്പൊ തന്നെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ലത്തീഫിയയിലുള്ള ഷെയർ മുബാറക്ക് നാളെ മർക്കസിലേക്ക് എത്തപ്പെട്ടാൽ അതിന്റെ വെള്ളങ്ങൾ കുടിക്കുമെന്ന് വെച്ചു. അതിന് സുബ്ഹാനല്ലാ മൂപ്പര് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാല്, മർക്കസ് കാന്തപുരമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ കുടിക്കൂല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ ഒരു കുപ്പി നിങ്ങൾ മർക്കസിലേക്ക് പോകേണ്ട, ഒരു കുപ്പി വെള്ളം ഞാൻ എടുത്തിരിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നാൽ നിങ്ങൾ കുടിക്കുമെന്ന് വെച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞ് ആ ഭാഗം എന്നോട് പറയാൻ വേണ്ട, ഞാൻ തൊടൂലെന്ന് പറഞ്ഞു. എന്നിട്ട് അതെ, രോഗം അതാണെന്ന് മനസ്സിലായി. ഇനി അല്ല ഉസ്താദ് ബാക്കി പറയണം, അതിന് മുന്നേ ഞാൻ ആമുഖമായിട്ട് ഉസ്താദിനോട് ഈ വിഷയം പറയുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ശേഷം ഇയാൾ ഞാൻ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു, ഖുർആനും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് സംസം വെള്ളം. ആ സംസം വെള്ളം കാന്തപുരത്തിന്റെ കൈകളിലൂടെ വരികയാണെങ്കിൽ ഞാൻ കുടിക്കൂല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ ഇൻഷാല്ല നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. ഇൻഷാല്ല നിങ്ങളെ ഏതായാലും പരിചയപ്പെടാൻ ഇത്തിരി വൈകി. അതും കഴിഞ്ഞില്ല, ഇന്നാലില്ലാഹു പറയാനായിട്ടില്ല, ഇനി ബാക്കിയും കൂടി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഞാൻ ചോദിക്കാതെ, എന്നിട്ട് മൂപ്പര് പറഞ്ഞു, ഇനി നാളെ റൗള ഷെരീഫിന്റെ അധികാരം കാന്തപുരത്തിന്റെ കൈ കിട്ടിയാൽ അത് ഞാൻ വിശ്വസിക്കൂല എന്ന് നാസിർ ഫൈസി പറഞ്ഞത് പർച്ചൂന്റെ ഒഫിക്കൊണ്ട് ഞാൻ തെളിയിക്കും. അതുണ്ട്. അതിൻഷാൽ ആർക്കും വേണമെങ്കിലും അത് ഞാൻ കൈമാറാൻ തയ്യാറാണ്. അതെ, ഇനിയിപ്പോ ഉസ്താദിന്റെ അനുഭവങ്ങൾ പറയാം. എന്റെ അനുഭവങ്ങൾ കേൾക്കാനല്ലേ, ഉസ്താദിന്റെ ഒന്ന് കേൾക്കട്ടെ, പറ. നമ്മൾ പറഞ്ഞാലേ നമ്മൾ ചെറുപ്പത്തിലെ നമ്മള് കൺസൺ മദ്രസയിൽ പഠിച്ചു, അങ്ങനെ നമ്മൾ വളർന്നു. നമ്മൾ നാട്ടുകാരെ തന്നെ ബസ്സിന് പോയി അന്നത്തെ സംസാരിക്കും. സംസാരിക്കുന്ന ഒരു പേര് നമുക്കില്ല. അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ കേട്ടതും നമ്മൾ അറിഞ്ഞതും AP എന്ന് പറഞ്ഞാൽ അതൊരു അങ്ങനെ എന്തോ ഒരു പുസ്തകമൊക്കെ വാങ്ങി തെറ്റുകൾ മാത്രം ചെയ്യണേ, വ്യതിചരിക്കണേ, അല്ലെങ്കിൽ കക്കണേ, വെട്ടിയിട്ട് നടക്കണേ, അങ്ങനത്തെ അങ്ങനത്തെ രൂപമാണ് നമ്മൾ പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതും നമ്മളിപ്പോ നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. പിന്നെ അങ്ങനത്തെ ഒരു മനുഷ്യനായിട്ട് ബന്ധപ്പെടാനോ അങ്ങനത്തെ ഒരാളെ സ്ഥാപനത്തിൽ പോകാനോ അത് നമുക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായി കൺസിഡർ ചെയ്യില്ല. മാത്രമല്ല, പിന്നെ നമ്മളിപ്പോ എന്തെങ്കിലും വിഷയങ്ങൾ വരുന്ന നേതാക്കന്മാരെ പ്രസംഗിക്കും, അത് കേട്ട് നമ്മൾ പ്രസംഗിക്കും. അതിന് അത്രത്തോളം നമ്മൾ ചിന്തിക്കില്ല. ഇപ്പം സമസ്തന്റെ ഗോൾഡൻ ജൂബിലി വന്ന് മധ്യവേദന സമ്മേളനം വന്ന് SKSFന്റെ മനുഷ്യകാരിക വരും, ഇങ്ങനെ ഓരോ പരിപാടികൾ വരുമ്പോൾ നമുക്ക് പിന്നെ സർക്കുലർ വരും. സംസ്ഥാന കമ്മിറ്റിയിൽ പിന്നെ ജില്ലാ കമ്മിറ്റിക്ക്, ജില്ലാ കമ്മിറ്റിക്ക് മേഖലാ കമ്മിറ്റിക്ക്, മേഖലാ കമ്മിറ്റി പഞ്ചായത്ത്, അങ്ങനെ യൂണിറ്റ് വരെ സർക്കുലർ വരും. അപ്പൊ ആ സർക്കുലറിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ പറയണം വെക്കാം. അപ്പൊ ആ വിഷയങ്ങൾ നമ്മൾ പറയാൻ അപ്പുറത്തിറങ്ങി നമ്മൾ ചിന്തിക്കില്ല. അതേപോലെ പാണക്കാട് അങ്ങനെയുണ്ട്, ചെറുശ്ശേരി സ്ഥാനങ്ങളിലെ പണ്ഡിതന്മാരുണ്ട്, കാളന്മാർ സ്ഥലങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അപ്പൊ അവരൊന്നും ഇങ്ങനെ അവരൊക്കെ മറ പിടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അത് നമ്മൾ പ്രസംഗിക്കും. നമ്മളെ അങ്ങോട്ടുകൂടെ ചിന്തിക്കൂല, നമ്മൾ കേൾക്കാനും പ്രസിദ്ധം ഉണ്ടാവും, ചെറുക്കാനും ആളെന്തായാലും ഉണ്ടാവും. ആ നിലക്ക് നമ്മളിങ്ങനെ കേൾക്കില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല. ഉസ്താദ് കാളമ്പാടി ഉസ്താദ് ഷെയർ മുബാറക്കിന്റെ വിഷയത്തിൽ ആദ്യം പറഞ്ഞ ഒരു പിന്നെ സംസാര ഉസ്താദ് കേട്ടിട്ടെന്നറിയില്ല. അതായത് അമ്പലക്കടവിന്റെ അടുക്കുള്ള നാവ് പിടിച്ചു കെട്ടിയിടാൻ എന്നെ കൊണ്ടാവൂല. അതായത് നമ്മൾ പണ്ഡിതന്മാര് ഈ ഷെയർ മുബാറക്കിനെതിരെ സംസാരിച്ചിട്ടില്ല. അതിന്റെ താഴെയുള്ള ഇവരെ പോലെ അമ്പലക്കടവും കാസിമി അടക്കമുള്ള ആളുകളാണ് ഇതിനെതിരെ പിന്നെ ശബ്ദിക്കുന്നതെന്നും അത്തരം ആളുകളെ നാവ് പിടിച്ചു കെട്ടാൻ ഞങ്ങളെ കൊണ്ടാവൂല എന്നും കാളമ്പാടി ഉസ്താദ് പറയുന്നത് അത് ഞാൻ വിളിച്ചപ്പോ തന്നെ ഉസ്താദ് പറഞ്ഞത്. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പോകുന്നത് പിന്നെ അഫ്സൽ സക്കാത്തി അതിൽ പോകുന്നു. അഫ്സൽ സക്കാത്തിന് പോകുന്നത് നമുക്കൊക്കെ സ്റ്റോൺ ഇന്നൂടി കൂടി. കാരണം മൂപ്പര സംസാരങ്ങളും മൂപ്പര് ഞാൻ അങ്ങനെ അനുഭവം ഉണ്ട്, ഞാൻ ഇങ്ങനെ അനുഭവം ഉണ്ട്, ഞാൻ മൂപ്പരോട് അവിടെ പോയി, ഞാൻ ഇവിടെ പോയി, ഇങ്ങനെ ഒരുപാട് പറയാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ പോയി
നമ്മൾ ഒച്ചക്കായിട്ടും വേദിയിലായിട്ടും പറഞ്ഞിട്ടുണ്ട്. മൂപ്പരെ കൂടെ നമ്മൾ ഒരുപാട് വേദി പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ അതിനെ പറ്റി ഒരുപാട് പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. ഞാനും ഇതാകാറാവും, ഞാൻ അഫ്സാഖാനിന് പരിചയപ്പെടുത്തും, നേതൃസ്ഥാനിന് പരിചയപ്പെടുത്തും. അങ്ങനെ പറയും. അതിനെ ശരിയാക്കിയിട്ട് പിന്നെ അഫ്സാഖാനി പ്രസംഗിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് വേദി ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൂടെ പിന്നെ ഒരുപാട് വിവാദങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കും, നമ്മളൊരു ഭാഗത്ത് മാത്രം ചിന്തിക്കും. പക്ഷെ ഈ ഷാരൂഖാറത്തിന്റെ വിവാദം വന്നപ്പോ നമ്മളിങ്ങനെ ആലോചിച്ചു. രണ്ട് കൂട്ടരെ പ്രശ്നങ്ങളും നമ്മൾ കേട്ടു, രണ്ട് വിവാദ വാദങ്ങളും കേട്ടു. അതുകൂടെ കേട്ടപ്പോൾ നമ്മൾ വസ്തുത ചിന്തിച്ച് എന്താ ഇതിന്റെ വസ്തുത എന്താണ്. അങ്ങനെ ആ വസ്തുത ചിന്തിച്ചപ്പോഴാണ് ഇതിങ്ങനെ അതൊരു വ്യക്തിയോടുള്ളൊരു വൈരാഗ്യം മാത്രം. ഒരു സംസ്ഥാനം എന്ന വലിയൊരു പ്രസ്ഥാനം, വ്യത്യാസം എന്ന് പറഞ്ഞ വലിയൊരു പ്രസ്ഥാനം, ഈ രണ്ട് പ്രസ്ഥാനം ഒരു വ്യക്തിക്കെതിരെയാണ് തിരിഞ്ഞത്. അതൊരു വ്യക്തിയെ തകർക്കാൻ ഈ രണ്ട് പ്രസ്ഥാനങ്ങളിലൂടെ ഇറങ്ങിത്തിരിക്കുക മാത്രമേ സുരക്ഷിതമായിട്ട് വരാനോ ഒരു ദാവത്ത് നടത്താനോ അതല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രശ്നങ്ങൾ നടത്താനോ ഒരു സമ്മേളനം നടത്തിയാൽ ആ സമ്മേളനത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു വിഷയം പറയാൻ ഒന്നുമില്ല. അപ്പൊ ചെറുശ്ശേരിസ്ഥാൻ 20 മിനിറ്റ് പ്രസംഗിക്കുകയാണെങ്കിൽ സമാധാനം 1 മണിക്കൂർ പ്രസംഗിക്കാം. ചെറുശ്ശേരിസ്ഥാൻ 10 മിനിറ്റ് പ്രസംഗിക്കുകയാണെങ്കിൽ പിന്നാലെ കുട്ടി 3 മണിക്കൂർ പ്രസംഗിക്കാം. അപ്പൊ ഇങ്ങനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അത് അങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. പട്ടിക്കാട് സമ്മേളനം എല്ലാ കൊല്ല സമ്മേളനത്തിൽ നമ്മൾ പോകുന്നതാണ്. നമ്മുടെ റേഞ്ചിന്റെ കീഴിലും വ്യത്യാസങ്ങളുടെ കമ്മിറ്റിന്റെ കീഴിലും അതിന്റെ പ്രചാരണം നടത്തലുണ്ട്. അപ്പൊ ഗാന്ധിയുടെ സമ്മേളനത്തിന് പോവുകയാണെങ്കിൽ മുന്നിൽ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെ തിരിക്കും. അറബികൾ വരും, അറബികൾ വരാൻ പറ്റി കുറെ പ്രസവിച്ചു പോകും, ഇവരും കുറെ പ്രസവിച്ചു പോകും. അവസാനം ഉസ്താദുമാരെ പ്രസവിക്കാൻ വേണ്ടി ആളുകളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ ഈ ഇറങ്ങിയിട്ടില്ല ഓരോ ആൾക്കാർ പോലെ വളരെ തീവ്രമായ മസാലകളെ മാത്രം ഓരോ കുറച്ച് കാര്യങ്ങൾ പറയും. ഒന്നല്ലാതെ ഈ കൂടെ സമ്മേളനം കൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ ഇങ്ങനെ പൊളിപ്പി ചുറ്റു പറഞ്ഞ ഈ ഷാരൂഖാറത്തിന്റെ വിവാദം വന്നപ്പോ അത് സനത് വേണം എന്ന് സനതുണ്ടെങ്കിൽ അംഗീകരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും സനത് അത് സനത് എങ്ങനെ ഉണ്ടാകണം, എവിടുന്നുണ്ടാകണം, ഈ സനത് ഇല്ലാതെ മൂപ്പരയ്ക്ക് അറിയാം. അന്ന് മൂപ്പര ഞാൻ പിന്നെ മക്ക സമയത്തിന്റെ സീറ്റ് നമ്മൾ വാങ്ങി ആ സീറ്റ് നമ്മൾ കേൾക്കാൻ മുമ്പ് പരസ്യമായിട്ട് ഞാൻ പിന്നെ ഹസരത് ഷാറുഖാർക്ക് കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷം പിന്നെ ഒരാൾ സനത് കൊണ്ട് വായിച്ചിട്ട് നാട്ടിലെ ആ ഒരു പ്രസ്താവന പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണാം. ഒരു ഭാഗത്ത് തന്നെ സനത് വായിച്ചിട്ടില്ല കള്ളമുടിയാണെന്ന് പറയാം. പിന്നെ ഒരു വിഭാഗത്തിൽ ഇവര് തന്നെ 6 അഭിപ്രായങ്ങൾ ഷാരൂഖാർക്കിനെ പറ്റി പറഞ്ഞു. ആ 6 അഭിപ്രായങ്ങളും ഇതുപോലെ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇതിനെന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ തോന്നി. അപ്പോ പിന്നെ ആദ്യം പിന്നെ അമ്പലക്കട പറഞ്ഞ ഒരു കെട്ടുമുടി വർക്കത്തിലുണ്ട്. ഒരു കെട്ടുമുടിയുള്ള ആളെ കയ്യിൽ നിന്നാണ് കൊച്ചെന്ന് പറഞ്ഞതാണ് സമയത്താണ് ഒരു കെട്ടുമുടി ഉണ്ട്. അത് പച്ച മോനയെന്ന് നമുക്ക് ഒരുപാട് ആളുകൾ നമ്മൾ അന്വേഷിക്കുന്നത് പച്ച മോനയാന്ന് മനസ്സിലായി. മാത്രമല്ല അമീരയുടെ ആദ്യത്തെ പ്രസംഗത്തിൽ ഹസരവിന്റെ സനത്തിന്റെ മുടിയുണ്ട്. അത് റബിയുള്ളവരിൽ തിരുവച്ചാരാവിനും മുക്കിട്ട് വെള്ളം കൊടുക്കലുണ്ട്. അത് വേദിയിൽ അറിയപ്പെട്ടതാണ്. ഇങ്ങനെ മുപ്പത് ഉഷാറായിട്ട് പ്രസംഗിച്ചു. അത് പ്രസംഗത്തിന് നമ്മൾ പങ്കെടുത്താണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ നിന്നുള്ളൊരു സാധനം വർക്കത്തിൽ കിട്ടിയതോ അത് സനതില്ല എന്ന് പറഞ്ഞതോ അത് എന്തുകൊണ്ട് മുപ്പത് കാരണം നമ്മൾ നോക്കുമ്പോൾ അത് മുപ്പതിനുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമാണെന്ന് മനസ്സിലായി. പിന്നെ കാശിന് പ്രസംഗിച്ചപ്പോൾ കാശിന് പറഞ്ഞു ആദ്യം സൗദിന്റെ മുന്നിൽ മുടിയാണ്. മൂപ്പരല്ല വേറെ പ്രസംഗത്തിൽ പറഞ്ഞ നിയത്തിന്റെ മുടിയാണ്. സലാത്ത് നഗറിന് ബദലായിട്ട് സലാമത്ത് നഗർ സംഘടിപ്പിച്ചു. അപ്പൊ ഞങ്ങളൊക്കെ അത് സജീവമായിട്ട് അത് പ്രവർത്തിച്ച ആളുകളാണ്. അപ്പൊ അന്ന് മൂപ്പര് പറഞ്ഞത് ഈ മർക്കസിനെ മുടിയിട്ട വെള്ളം കുടിച്ചവർക്കൊക്കെ അനുവാദം കാരണം അത് ഏത്തിന്റെ മുടിയാണ്. അതൊക്കെ ഞങ്ങൾ ക്രിസ്ത്യാനി ഒപ്പുണ്ടല്ലോ. അങ്ങനെ ഏത്തിന്റെ മുടി തോന്നാൻ അത് കുറിച്ചുള്ള അനുവാദം ഉണ്ടാകും എന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ ശേഷം വിവാദം കനത്തപ്പോ പിന്നെ വായുദേവി പറഞ്ഞു അത് ഒരു പ്രത്യേക കെമിക്കൽ നാരിയിൽ ഉണ്ടാക്കിയതാണ്. അതിന്റെയൊക്കെ ശേഷം ലാസ്റ്റ് ഇപ്പം ധാരാളം സമ്മേളനം കഴിക്കുമ്പോൾ സമ്മേളനത്തിൽ പറഞ്ഞത് അത് ബാർബർ ഷാപ്പിലെ 7 ആളുകളെ മുടിയാണ്. ഞാൻ പഠിച്ച കോളേജിൽ നന്ദികാരത്തര വർദ്ധി കോളേജിൽ ഇപ്പോഴത്തെ പ്രിൻസിപ്പലുണ്ട്. പിന്നെ മൂസക്കുട്ടി എത്തിട്ടുണ്ട്. നല്ല കിട്ടാൻ നല്ല ബന്ധുക്കളാണ്. മൂപ്പർ പറഞ്ഞു അത് സ്ട്രോങ്ങിന്റെ കാര്യമൊക്കെ മുടിയെന്നാണ്. അപ്പൊ ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യ ഒരുപാട് അഭിപ്രായങ്ങൾ അത് ഇതിനൊരു കോർഡിനേഷൻ ഇല്ല. മൂപ്പരാൻ എതിർക്കുക അതിന് പ്രളയം എന്തൊക്കെ കിട്ടുന്ന അതിങ്ങനെ പറയാം. അങ്ങനത്തെ ഒരു ചുറ്റുപാടാണ് നമുക്ക് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചത് എന്നൊക്കെ മനസ്സിലായി. അത് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട ഒരുപാട് ആളുകളോട് എന്നോട് ഇങ്ങനെയൊക്കെ നമ്മൾ പറയാനും മോശമല്ലേ.
ഒരു കോർഡിനേഷൻ ഇല്ലാതെ നമ്മളുണ്ടായി പറയാം. അപ്പൊ അത് എതിർക്കാൻ നമുക്ക് എന്തും പറയാം. അത് മൂപ്പർ എതിർക്കലാണ്, മൂപ്പർ ഇല്ലാത്തല്ല നമ്മുടെ ലക്ഷ്യം, മൂപ്പർ എതിർക്കാനാണ് നമ്മുടെ ലക്ഷ്യം എന്ന് സംഘടനാപരമായിട്ട് നമ്മൾ ബന്ധമുള്ള ഒരു നേതാവ് പറഞ്ഞു. അത് മൊത്തത്തിൽ എല്ലാവർക്കും മൂപ്പരോട് വ്യക്തിപരമായ വൈരാഗ്യം, മൂപ്പറിന് എന്ത് നന്മ ചെയ്താലും അത് നന്മാന്ന് അംഗീകരിക്കാൻ നമുക്ക് പരാജയം. കാരണം നമ്മളെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ മൂപ്പർ എതിർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് എന്ന നിലക്കാണ്. അതെല്ലാം സുന്നതമായിട്ട് എതിർപ്പിക്കാനോ സുന്നതമായിട്ട് പറയാനോ മുജാഹിദിനെതിരെ സംസാരിക്കാനോ ഞാനിപ്പോ അതിനൊക്കെ പുറമുണ്ട്. ഇപ്പൊ കുറെ കാലം SKSF-ന്റെ പിന്നെ നേതൃത്വത്തിലുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ ഉസ്താദിന് പറയാൻ പറ്റുമോ? സത്യത്തില് ഈ പുത്തൻവാദികളെ പിന്നെ എതിർക്കുന്ന വിഷയത്തിൽ SKSF വളരെ പിന്നോക്കാന്ന് ഞാൻ പറഞ്ഞ ഉസ്താദിനെ നിഷേധിക്കാൻ പറ്റുമോ? അത് പിന്നോക്കം എതിർക്കണം എന്നുള്ള ഒരുപാട് ആളുകൾ നിശ്ചയിക്കുന്നുണ്ട്. മുജാഹിദുകളെ എതിർക്കണം, എനിക്ക് മറുപടി വെക്കണം എന്ന് പറയാൻ അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ മറുപടി വെക്കാൻ ചന്തി ഉറപ്പിച്ച് ഇങ്ങനെ വെല്ലുവിളിച്ചിട്ട് നിൽക്കാൻ പറ്റൂരില്ല എന്നുള്ളതാണ് സത്യം. അതെ, വേറെ ഒരുപാട് ആളുകളുണ്ട്. കിതാബ് എല്ലാവർക്കും ചെയ്യും. അത് കിതാബ് തിരിഞ്ഞാൽ തന്നെ വേറെ വെല്ലുവിളിക്കാനും പോലെ ചോദിച്ചിന് സ്റ്റേജിൽ ഉറച്ചിരുന്നിട്ട് മറുപടി പറയാൻ വരിക എന്ന് പറയാൻ പറ്റിയ ആളുകൾ സത്യത്തിലില്ല. പക്ഷെ അങ്ങനെ പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ SKSF-ലുണ്ട്. അല്ല, ഇയാളോട് ഞാൻ മറ്റേ ഈ സംസം വെള്ളത്തിന്റെ മറ്റേ ഷെറുബാറക്കിന്റെ ഈ നാസിർ ഫൈസിയായി സംസാരിച്ച അതേ ഭാഗത്തിന് അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുത്തൻവാദികളായിട്ട് വേദി പങ്കിടുന്നതിൽ യാതൊരു തെറ്റില്ല, ശംസുൽ ഉലമ പിന്നെ കാണിച്ചു തന്ന മാർഗ അങ്ങനെയുള്ളൊരു മാർഗം അയാൾ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇടച്ചിൽ വരുന്ന രണ്ടാമത്തെ പ്രധാന കാരണം എന്നാല് ചെന്നാൽ അതായത് ഈ സുലൈമാൻ ഉസ്താദികളായില്ലേ, സുലൈമാൻ ഉസ്താദാ, അതായത് തന്റെ വൈസ് പ്രസിഡന്റ്, അതെ അതെ അറിയാം പറയുന്നത് അമൂപ്പര് നാട്ടിലാണ് ഞാൻ മദ്രസയിൽ ജോലിയാണ്. ഞാൻ തൊട്ടപ്പുറത്തെ മഹലിലാണ് ഞാൻ പള്ളിയിൽ ജോലിയുന്നത്. അപ്പൊ ഞാൻ മദ്രസിന്റെ അടുത്ത് ഈ കഴിഞ്ഞ റബിയുണ്ടായിരുന്നു മുനീർ മദനി മലയൂർ എന്ന് പറഞ്ഞ മുജാഹിദിന്റെ നേതാവ് വന്നിട്ട് പ്രസംഗിച്ചുമല്ല മൗലിക കഴിക്കുന്നതിന് നരകത്തിലേക്കാണെന്നും അവിടെ അരച്ച് തിന്നുന്നതിനാണ് നല്ലത്, കണ്ണിന്റെ അരച്ച് തിന്നാണെന്നൊക്കെ പറയുന്ന ഒരു 1.5-2 മണിക്കൂർ നല്ല പ്രസംഗം നടത്തി. ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി കൂടുതൽ നിന്നത് നമ്മളാണ്. അവൻ തെറ്റിദ്ധരും കെട്ടിക്കുന്ന വിവരവാദിന്റെയൊക്കെ സ്വന്തം കാട്ടുന്ന പ്രസംഗം കേട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് കുറച്ച് ആളുകളെ ഭരണങ്ങൾ വെക്കണ്ടാണ്. അവൻ വെക്കണ്ടെന്ന് പറഞ്ഞത് അതിനൊക്കെ നമുക്ക് വലിയ ചെലവാണ്, അങ്ങനത്താണ്. അത് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞോളാണ്. അങ്ങനെ തെറ്റിന് കഴിവ് വേറെ കഴിവ് നോക്കണ്ടല്ലോ. അല്ല, മറുപടി പറയുമ്പോൾ ഒരു LCD വെച്ചുകൊണ്ട് നമ്മൾ LCD വെക്കണം. ഞാനാണ് ഇങ്ങനെ LCD വെച്ചിട്ട് പ്രസംഗിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ബന്ധപ്പെട്ട ഒരുപാട് സുന്നതമാത്തിന്റെ പ്രവർത്തകർ, അതായത് SKSF-ന്റെ പ്രവർത്തകർ നമുക്ക് അത് പൂർണ്ണ പിന്തുണ തന്നു, ഇപ്പോഴും ഒക്കെ നമുക്ക് റെഡിയാക്കി തന്നു. അങ്ങനെ ഡേറ്റ് വെച്ച് അങ്ങനെ ഒരു 3 മണിക്കൂർ 7 മണിക്ക് തുടങ്ങിയിട്ട് 10-10 സമയം വരെ നമ്മൾ പ്രസംഗിച്ചു. അങ്ങനെ അതിന് മറുപടി പറയാം വേറെ ഒരാള് സൈഫുൽ മിഷനറി എന്ന് പറഞ്ഞ മുജാഹിദ് സുന്നീന് മുജാഹിദിക്ക് വേറെ ആൾ അയാളെ പ്രസംഗിച്ചു. അയാൾ പ്രസംഗിച്ചപ്പോൾ വീണ്ടും ഞാൻ തന്നെ LCD വെച്ചാൽ മറുപടി പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പല ഭാഗത്തും നമുക്ക് ഫോമിൽ വന്നു. ഞാൻ എന്തിനായിരുന്നു അങ്ങനെ മറുപടി പറയാൻ എത്തിക്കാറുണ്ട് ആൾക്കാർ വീട്ടിൽ ഇതുപോലെ മറുപടി പറയാൻ പോകണം. ആളുകൾക്കൊക്കെ ഇങ്ങോട്ട് വൃത്തിയേക്കാറാം. ഇങ്ങനെ പറയാം. നമുക്ക് ഒരു നമ്മൾ SKSF-ന്റെ ഭാഗത്ത് നിന്ന് ഈറ്റയാത്ര ഭാഗത്ത് നിന്ന് അതിങ്ങൾ ചെയ്തോളൂ, ഉഷാറായി അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യാൻ എന്നുള്ളൊരു നമുക്കൊരു അനുകൂലമായ നമുക്കൊരു ആവേശം ഉണ്ടാകുന്ന ഒരു പ്രതികരണം ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിൽ അസുഖങ്ങൾ വിട്ടാൽ മാത്രമേ നമുക്ക് പിന്നെ എല്ലാ നിലക്കുള്ള പ്രചോദനം തന്നെ ഇന്ന ഭാഗത്തിന്റെ ക്ലിപ്പുണ്ട്, ഇന്നാളെ തന്നെ പ്രസംഗം തന്നെ വിളിക്കുമെന്നൊക്കെ തന്നെ ഓരോന്റെ സെന്ററുകളിൽ കയറ്റി തന്നതൊക്കെ വരാം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വേറെ അടുത്ത് കുറ്റൂര് കുഴിച്ചന എന്നുള്ള സ്ഥലത്ത് ഇതേപോലെ പരിപാടി 2 ദിവസം പരിപാടി വെച്ചു. അവിടുന്ന് നമുക്കുണ്ടായ അനുഭവമാണ്. നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മൾ പഠിച്ചത് മറ്റേ സുന്നി ആചാരങ്ങള്, പിന്നെ നമ്മൾ ആ തെയ്യില് വിശ്വസിക്കുന്ന ആചാരം പിന്നെ നമുക്ക് പറഞ്ഞൂടെ, അത് പറയാനൊരു വേദിയില്ലെങ്കിൽ ഇന്നോട്ട് പൊയ്ക്കൂടെ എന്നൊക്കെ എന്റെ മനസ്സിൽ അന്നേ ഈ റബിയുള്ളവരിലുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഷാറുബാരത്തിന്റെ ഈ വിവാദം വരുന്നത്. സത്യത്തിൽ പിന്നെ ഈ ചേളാരി വിഭാഗത്തിന്റെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ കാളമ്പാടി ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഇതിനെതിരല്ല എന്നാണ് ഞാൻ ഉസ്താദിനോട്ടൊക്കെ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത്. അപ്പൊ ഉസ്താദിനെ അതുപോലെ ഈ SKSF-ന്റെ നേതാക്കന്മാർ ഷെറുബാറക്കിന്റെ വിഷയത്തിൽ വിളിച്ചിരുന്നു. പ്രത്യക്ഷത്തിൽ പിന്നെ കുറച്ച് നാരെങ്കിലും ഉസ്താദിന് തോന്നിയിട്ടുണ്ടോ?
ഞാൻ കേട്ട അഭിപ്രായ പ്രകാരം സമസ്തന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ട് ആനക്കര കോയപ്പത്തി കൃഷികാരിയാണ്. അതെ. കൊടിഞ്ഞു എന്ന സ്ഥലത്ത് മത്സരത്തിരുന്നു. ഇപ്പൊ മൂപ്പര് കാരക്കൂര് പോകുന്നുണ്ട്. അതായത് മൂപ്പർക്ക് ഇന്നൊരു വിവാദമാക്കണ്ട എന്നുള്ള ഒരു അഭിപ്രായം മൂപ്പർക്കുണ്ട്. അതുപോലെ സമസ്തന്റെ ട്രഷറർ പാറമൂർ ഉസ്താദ് പറയുന്നത് മടവൂർ മക്കാമിക്ക് അവിടെ രസമുള്ള ആളാണ്. മൂപ്പർക്കും ഇതിപ്പോ ഇങ്ങനെ വിവാഹമാക്കണ്ട, ഇങ്ങനെ ഒരു കാലത്താത് ഹക്കാണെന്ന് തെളിഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ റസൂലുള്ളാഹിന്റെ ശാരദ എന്നെ കുറ്റം പറഞ്ഞ അതുകൊണ്ട് ഹക്ക് വെളിവായതിനു ശേഷം നമുക്ക് ഇപ്പൊ പറഞ്ഞാൽ മതി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലുള്ള ആഗ്രഹം എന്നാണ് നമുക്ക് അടുത്ത ആളോട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് സത്യത്തിൽ സത്യത്തിൽ തലയിരിക്കുമ്പോ വാലാടിയതാണെന്നുള്ള ഉറപ്പാണ്. കാരണം ഈ പ്രായവും പക്വതയുള്ള പണ്ഡിതന്മാരെ തള്ളിയിട്ടാണ് ഈ വിഷയത്തിൽ ഇവരെന്ന് പറഞ്ഞാൽ ചെറുശ്ശേരി ഉസ്താദ് സംസാരിക്കണത് എന്ന് പറഞ്ഞാല് ശരിക്കും സത്യം പറയാനത് ദാറുഹുദയെന്ന് എഴുതി കൊടുക്കുന്ന ആ പോയിന്റുകളാണ്. ശരിയാ. ഇപ്പോഴത്തെ മാധ്യമത്തിൽ ഉസ്താദിന്റെ ഒരു മേഖല വന്നിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ വായിച്ചു. ആ മേഖല സത്യത്തിൽ ഉസ്താദ് ഇവരല്ല, നമുക്ക് വായിച്ചതറിയാം. അതുപോലെ തന്നെ പിന്നെ ജമാഅത്തിന്റെ പ്രബോധന എന്താണ് ഒരു മാസികയുണ്ട്, അതിക്ക് ഉസ്താദിന്റെ ഒരു അഭിമുഖമുണ്ട്. ഇതൊക്കെ പോലെ ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെ ഒരു അക്ഷരത്തെ നമുക്ക് വിഷയത്തിൽ തോന്നുന്നുണ്ട് മാത്രമല്ല. ഇത് മാത്രമല്ല, ഞാൻ നമ്മുടെ ബന്ധപ്പെട്ടതിനോട് ആളുകൾ ചോദിച്ചു അതിനെ കുറിച്ച് വലിയ അക്ഷരം വെല്ലുവിളിച്ച് ഞങ്ങള് അബുദാബിക്ക് നിങ്ങൾ വരാൻ തയ്യാറുണ്ടെങ്കിൽ ഇതും ടിക്കറ്റും ഒക്കെ ഫ്രീ ആയിട്ട് തരാം, അങ്ങനെ വരാൻ തയ്യാറുണ്ടോ എന്ന് മുതൽ വെല്ലുവിളിച്ചു. വെല്ലുവിളിച്ചപ്പം ആ രണ്ടാമത്തെ ആവേശം വെല്ലുവിളിച്ചല്ലോ. അങ്ങനെ വെല്ലുവിളി പത്രസമ്മേളനം നടത്തിയിട്ട് ഏക്കിസ്ഥാൻ വെല്ലുവിളി സ്വീകരിച്ചു. പിന്നെ കുറ്റ്യാടി നടന്ന പ്രസംഗത്തിലും വേറെ രണ്ട് പ്രസംഗങ്ങളിലും ഓരോരുത്തരുടെ വെല്ലുവിളി സ്വീകരിച്ചു. അങ്ങനെയാണ് വെല്ലുവിളിച്ച് വെല്ലുവിളി സ്വീകരിച്ചു. ഇനി ചെയ്യേണ്ടത് വെല്ലുവിളിച്ചാണ് കൊണ്ടുപോകാൻ വേണ്ടത്. അത് ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഞാൻ ആളുകൾ ഏറ്റവും പറഞ്ഞു വെല്ലുവിളിച്ചാൽ നമുക്ക് കൊണ്ടുപോകാനൊന്നല്ല, അത് വെല്ലുവിളി അങ്ങനെ അത് പരിപാടിക്ക് വരുന്നത് ഒരു ആവേശമാണ്, അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല എന്നൊരു വരോട് നമുക്ക് കിട്ടിയത്. ആരും മാറി നിൽക്കാറില്ല, പറയാനായിട്ടില്ല. ശരി. അപ്പൊ ആളുകളെ കൂടിയിരിക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കാനുള്ള വെല്ലുവിളിയാണെന്ന് അർത്ഥം. നമ്മൾ വിളിക്കുന്ന വെല്ലുവിളിയൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന പ്രാപ്തിയാകുക അത് വെല്ലുവിളിക്കുക. ജനങ്ങൾക്ക് ഒരു ആവേശം നമ്മളുടെ നാട്ടിൽ മനസ്സിലാകും. അതെന്ന് എഴുതുന്നതും മറുപടി അതെങ്ങനെയൊക്കെ ഏർപ്പാടാണ്. അല്ല, ഈ വിഷയത്തിൽ ഉസ്താദ് പിന്നെ SKSFന്റെ ഏതെങ്കിലും പിന്നെ മറ്റുള്ള നേതാക്കന്മാരായിട്ട് ഈ വിഷയത്തിൽ പിന്നെ നേരിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെ എന്തെങ്കിലും ചർച്ചയോ അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ചർച്ച നടത്തിയില്ല. നമ്മള് പ്രാദേശിക ആളുകളായിട്ട് ബന്ധപ്പെട്ടു എന്നല്ലാതെ ആരും നിന്നും വലിയ ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അമ്പലക്കടവ് ഫൈസിക്ക് നമ്മള് സാധാരണ ബന്ധപ്പെടുന്ന വ്യക്തിപരമായിട്ട് ബന്ധമുണ്ടോ? ഇങ്ങനെയാ വ്യക്തിപരമായിട്ട് കണ്ണൂർ കോട്ടയിൽ വ്യക്തിപരമായിട്ട് ബന്ധമാണ്. ശരി. അപ്പൊ അവരാരെങ്കിലും ഈ വിഷയത്തിൽ സംസാരിക്കോ അല്ലെങ്കിൽ അവരോട് നമ്മൾ ബന്ധപ്പെട്ടൊരു കാര്യമില്ല. അവരുമാരും ബന്ധപ്പെട്ടിട്ട് ഒരു സാധാരണ പ്രാദേശിക തലത്തിലുള്ള ആളുകൾ പോലും പറഞ്ഞു നമ്മളിങ്ങനെ സംസാരിക്കാൻ എങ്ങനെ ഏറ്റി വയ്ക്കുന്നില്ല എന്ന് ചോദിച്ചു. അതാണ് മറുപടി. ആ ചോദ്യം വന്നു കഴിഞ്ഞോ? ഒരു പറഞ്ഞ മറുപടി എങ്ങനെ ഏറ്റി വയ്ക്കുന്നില്ലേ എന്ന് ചോദിച്ചു. നല്ല അങ്ങനത്തെ ഒരു മറുപടി ഉണ്ടായാ. ഇതിപ്പോ ഇനിയും രണ്ടു പല സമയത്തുണ്ടെങ്കിൽ ആളുകളെ വിളിക്കും, ചിലത് ഭീഷണിപ്പെടുത്തും, ചിലത് കുറെ അങ്ങനെ കേൾക്കും. നമ്മൾ പറയുന്നത് ഇങ്ങനെ പിന്നെ മൊബൈൽ വെക്കാതെയാണ്. അല്ല ഉസ്താദ്, ഈ പൂക്കിപ്പറമ്പ് പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ച് എന്താ കാരണം ഉണ്ടായിരുന്നോ? പ്രത്യേകിച്ച് ഞാൻ പറയും ഇങ്ങനെയൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഇത് ഏതൊരു പരിപാടിക്ക് പോയി അവിടുത്തെ അവസ്ഥകൾ അറിയാനാണ് വരുന്നത്. അത് ഞാൻ ചെന്നപ്പോ ഇന്ന് അറിഞ്ഞ കുറച്ച് സുഖങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇതിന്റെ നിലപാട് എനിക്കറിയാം. അത് ഞാൻ പ്രശ്നങ്ങൾ കേട്ടത് നമ്മൾ മനസ്സിലാക്കിയ രൂപത്തിൽ തന്നെയാണ് പ്രശ്നങ്ങളും ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അത് ചെന്നപ്പോ ഇന്ന് അറിവ് ആളുകൾ പറഞ്ഞു നിങ്ങൾ പിന്നെ പത്തിന് സംസാരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ സംസാരിക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല നമ്മൾ സംസാരിക്കില്ല. ഞങ്ങൾ കുറച്ചേരം ഇരുന്നിട്ട് നിങ്ങളെ നിങ്ങൾ ഇതിന് അനുകൂലാണ് എന്നുള്ളത് പിന്തുണ അറിയിക്കുന്നത് അതായത് ഞാൻ അറിയിച്ചോളാം. അങ്ങനെ ഇങ്ങോട്ട് കയറാൻ പറഞ്ഞു. അങ്ങനെ എപ്പോഴും രഹസ്യമായി നേരിടുന്നു. പിന്നെ ഇറങ്ങി പരിപാടി തീരുന്ന നേരെ പുറത്തിരുന്നു. തന്നെ പരിപാടി കഴിഞ്ഞതിന് ശേഷം
ശരി ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു, അങ്ങനെ അവിടെ പിരിഞ്ഞു. അപ്പൊ ഇതിന്റെ ശേഷം എന്തെങ്കിലും പിന്നെ ഈ പങ്കെടുത്തതിന്റെ ശേഷം ഭീഷണിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഫോൺ കോളുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഭീഷണി ഫോണിൽ ഒരുപാട് നടന്നത് കൊണ്ടിന്. അത് ശരി. ആഹാ. നേതൃത്വത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഫോൺ കോൾ അങ്ങനെ നേതൃത്വത്തിനൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് നമ്മളവിടെ പരസ്യമായിട്ട് അറിയിട്ടില്ലല്ലോ. അതെ അതെ അതെ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്ന് കണ്ടാൽ പിന്നെ നമ്മോട് ചോദിക്കുന്ന ആളുകളോട് നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയും. നമ്മളിത് എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഷാരി പാർക്കിന്റെ വിഷയത്തിൽ നമ്മളടുത്ത് കുറെ ഫാൾട്ടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താ ഫാൾട്ടുകൾ നോക്കും. അപ്പൊ ഇങ്ങനെ ഓരോരോന്ന് പറയാം, അത് ശരിയാണ്, അത് ശരിയാണ്, അങ്ങനെ വരണ്ടും ചെയ്യണം, അങ്ങനെ വരണ്ടും ചെയ്യണം എന്ന് എസ് മറുപടി ഓരോരുത്തരും ചെയ്യാം. അതൊക്കെയാണ് അവസ്ഥകൾ. അല്ല, ഈ വിഷയത്തിൽ ഉള്ളിൽ അമർഷമുള്ള ഒരുപാട് ആളുകൾ ഇന്നും SKSF ഉണ്ടോ ശരിക്കും ഈ വിഷയത്തിൽ? നമ്മൾ അറിഞ്ഞോന്ന് പറയണ്ട, അങ്ങനൊന്നും പറയേണ്ടി ചെയ്യുന്നു, അങ്ങനൊന്നും വിമർശിക്കേണ്ടി ചെയ്യും. അത് പ്രതിഷേധിസ്ഥാനങ്ങനെ മറ്റേ ഡാനികൾ അത് പറയേണ്ടി ചെയ്യുന്നു, മൂപ്പരെ തരേണ്ടി ചെയ്യും. ഇതിന് ഇതോടെ നിർത്താൻ മതി, ഇത് എതിർത്താൻ എതിർക്കുന്നത് മൂപ്പര് പള്ളിണ്ടാക്കും, മൂപ്പരായിട്ട് പോകും, മൂപ്പര് നിലപാട് നമ്മൾ കണ്ടെടുക്കാൻ പോയാൽ മതി. ഈ പൈസ ഈ സമ്പത്ത് ഈ സമയത്ത് നമ്മള് വേറൊന്നും ചെലവാക്കിക്കാൻ അത് ഉപകാരപ്പെട്ടി എന്ന ആ നേരത്തെ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ കൂട്ടത്തിലുണ്ട്. പക്ഷെ തുറന്നു പറയാനുള്ള മടിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തുറന്നു പറയാൻ പറ്റും. എന്റെ മഹലിൽ ഞാൻ എന്റെ സ്വന്തം നാട്ടിലെ മഹലിന്റെ അവസ്ഥ 198% UK സംസ്ഥക്കാരും ജീവികാരും മാത്രമുള്ള മഹലാണ്. അമ്മ മഹല് കാരണം ജിമാന്റെ കാര്യത്തിന്റെ വസ്തുവിന്റെ മീറ്റിംഗ് ഒക്കെ പറയാം, അത്രയും സത്യത്തിലുള്ള മഹലാണ്. അവിടുന്നൊക്കെ നമ്മളിങ്ങനെ ഒറ്റവെട്ടി നിൽക്കാറ് നമ്മളെ വലിയൊരു പ്രശ്നം തന്നെയാണ്. അതെ അതെ അതെ. നാട്ടിൽ നിന്ന് പോലെ എല്ലാ ആൾക്കാരെ വിളിച്ചു. എന്റെ അഞ്ചൻ അറിഞ്ഞത് ഇങ്ങനെയാണ്. അഞ്ചന് പോലെ ഇവിടെ നിലമ്പൂർ ഭാഗത്ത് സ്കൂളിൽ പ്രൈവറ്റ് സ്കൂളിൽ കയറിയിട്ടുണ്ട്. അവനൊക്കെ പ്രവർത്തകരാണ്. അവർക്ക് ഇന്നലെ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ കേട്ട് എന്താണ് അവസ്ഥയുണ്ടാവണം, ഇങ്ങനെ എന്തെങ്കിലും വിവാദത്തേക്ക് പോകാതെ പറഞ്ഞത് പറഞ്ഞു പോയത് പോയിരുന്നു പേരണ്ട അങ്ങനെ ഒറ്റപ്പെടും അങ്ങനെ അങ്ങനെ അതൊക്കെ പറഞ്ഞു. അല്ല, ഉസ്താദിന്റെ അനുഭവത്തിലുണ്ടോന്ന് അറിയില്ല. പ്രത്യേകിച്ച് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള വെച്ചാൽ പ്രത്യേകിച്ച് നമ്മളിപ്പോ വഹാബികളായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കുകയോ തർക്കിക്കുകയോ ചെയ്താലേ ഉടനെ പോലെ ചോദ്യം ഉണ്ട്, നീ ഏപ്പിക്കാരനാണല്ലേ, നീ കാന്തപുരത്തിന്റെ ആളാണല്ലേ, നീ പിന്നെ അതായത് ഉള്ള നിങ്ങളെ സമസ്തയിലുള്ള ആളാണ് എന്നുള്ള നിലയിലാണ് ചോദ്യം വരും. ഒരിക്കലും നീ എസ് കെക്കാരനല്ലേ എന്നുള്ളൊരു ചോദ്യം ഇതുവരെ ചോദിച്ചതായിട്ട് എന്റെ അനുഭവത്തില്ല. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ട്? കാരണം പറഞ്ഞാല് അത് വിചാരിക്കുന്നോട് ചെറിയൊരു സമീപനം സ്വീകരിക്കുന്ന ആളുകളാണെന്ന് മൊത്തത്തിൽ ധാരണയുണ്ട്. അത് ശരി. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയിലല്ല അങ്ങനെ നിലപാട് ആൾ ചില സ്ഥലങ്ങളൊക്കെ സ്വീകരിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ. അതുകൊണ്ടായിരിക്കും ഉസ്താദ് പിന്നെ പരിപാടി നടത്തിയപ്പോ അത് വേണ്ടിയില്ലായിരുന്നു, ഏപ്പിക്കാർ വന്നിട്ട് നടത്തിക്കോളൂ എന്ന് പറയാൻ കാരണം അല്ലേ? നടത്തിക്കോളൂ അത് മാത്രമല്ല, ഇങ്ങനെ നമ്മൾ മറുപടി വെക്കാതിരുന്നത് നമ്മൾ കാര്യങ്ങൾ മുജാഹിദിന് മറുപടിക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ അതിനുള്ള ഒരു സജ്ജീകരണങ്ങളോ അതിനുള്ള ലക്കറുകളോ എഴുതി വെക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ സാധാരണ അമീത് വഴിച്ച് അതുപോലെ തന്നെ പുസ്തകത്തിന് തെക്കുന്നത് പോലുള്ള ആളുകൾ അങ്ങനെ പുസ്തകത്തെ സ്ഥലത്ത് അവിടെ പോകുന്നതുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾക്ക് ബന്ധപ്പെട്ട് എന്ത് മറുപടി പറയും, ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അതിന്റെ മറുപടി പറയും. അതുകൊണ്ട് നമ്മൾ എഴുതിയിട്ടില്ല. അതൊക്കെ ഇപ്പം നമ്മളിപ്പോ അതിങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തെങ്കിലും മറുപടി വന്നിട്ട് നമ്മൾ കിട്ടുന്നത്. അതിന് നിങ്ങൾ ഉദ്ദേശിച്ച് കയറി അതിനുള്ള ജീവിതത്തിൽ ഇന്ന മറുപടി വേണം, അതിനുള്ള ജീവിതത്തിൽ ഇന്ന മറുപടി വേണം, അതിന് കിട്ടാതിണ്ടാവും, ഇന്ന ഭാഗത്തുണ്ടാവും, ഇങ്ങനെ വെല്ലിക്കേണ്ടത് എന്ന് നമുക്ക് ധാരണ ആളുണ്ടായിട്ടില്ല. ഈ വിഷയത്തിൽ ഉസ്താദിന് തോന്നുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു സംഘടനാ തലത്തിലുള്ള നടപടിയോ വല്ലതും നേരിടേണ്ടി വരും എന്നുള്ളൊരു തോന്നലുണ്ടോ? സംഘടനാ നടപടിയൊന്നുമല്ല. സംഘടനാപരമായ നടപടി നമ്മളിപ്പം ഈ കുറച്ച് വന്നതിനുള്ളതായിട്ടൊന്നും സംഘടന മീറ്റിംഗോ ഒറ്റപ്പെട്ട് നമ്മൾ പോകലില്ല. ഒറ്റപ്പെടും, അത് ഉറപ്പാണ്. ഞാൻ ഇന്നാണ് നാട്ടിൽ പോയപ്പം നമ്മളുടെ സുഖത്തിന് വിട്ടാണ് ഇങ്ങനെ കേട്ടറിഞ്ഞിട്ട് വെക്കാനും കൂടി നമ്മൾക്ക് വന്ന് ഇന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ പോയി കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഊര് തന്നെ നമ്മൾ സ്വീകരണം ഒരു സഹോദരന്മാർക്ക് വിശദീകരണൂടെ വെക്കല്ലേന്ന് വെച്ചു. നമ്മുടെ നാട്ടിലൊക്കെ പരിപാടി വെക്കുന്നതിനായി കൊല്ലുന്നതിന് സംഭവം അത്രയും പ്രയാസമുള്ള പരിപാടിയാണ്. അങ്ങനെ പരിപാടികളെ വെക്കാനുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷാല് നമുക്ക് വെക്കാം. മധുരത്തിലെ പരീക്ഷന്റെ ആ സമയം പരീക്ഷ തീർന്നോട്ടെ നല്ലത്. അതായത് നമ്മൾ ജോലി ചെയ്യുന്നതിന് നമ്മൾ
സ്ഥാപനത്തിലായതുകൊണ്ട് അത് കുട്ടികൾക്കും പരീക്ഷയ്ക്കൊക്കെ ക്ഷീണം ചെയ്യും. അത് 2025 റമദാന്റെ കുറച്ച് മുമ്പായിട്ട് നേരത്തെ കൂട്ടുന്നതോട് കൂടെ നമുക്ക് വെക്കാം എന്നുള്ളൊരു വാക്കുകൾ തന്നെ വെച്ചിട്ടുണ്ട്. അല്ല, പലപ്പോഴും പിന്നെ SKSSFന്റെ നേതാക്കൾ പിന്നെ ഈ സ്റ്റേറ്റ് നേതാക്കന്മാരുടെ ചില നിലപാടുകള് വഹാബികളോട് പിന്നെ കൈകൊടുത്താലും പിന്നെ ഈ AP സമസ്തക്കാരോട് ഒരു നിരക്കുള്ള ഒരു യോജിപ്പ് പാടില്ല എന്നാണ് കാണാൻ കഴിഞ്ഞിട്ട്. അങ്ങനെയുണ്ട്. പ്രത്യേകിച്ച് എനിക്കറിയാം അന്ധമായ ഒരു വിവേകം അത് നല്ലോണം എല്ലാ നേതാക്കന്മാർക്കുണ്ട്. പിന്നെ നമുക്ക് ഒരു വിഷമം കിട്ടുന്ന വെള്ളം പാലക്കാട് തങ്ങളെ എല്ലാ എന്റെ മനസ്സിന്റെ വല്ലാതെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു കുടുംബമാണ് പാലക്കാട് തങ്ങൾ. എല്ലാവരും അങ്ങനെ തന്നെ. അപ്പൊ ശിഹാബ് തങ്ങൾ മരിച്ച സമയത്തൊക്കെ ഞാൻ എന്റെ ബന്ധപ്പെട്ടവര് മരിച്ചാലുണ്ടാണ് ദുഃഖത്തിനാണ് ദുഃഖം ഉണ്ടായി 2-3 ദിവസം കുറേക്കാരൊക്കെ ഗുരുവാരത്തിന് പോയി 3ന്റെ പരിപാടി 7ന്റെ പരിപാടി എല്ലാ പരിപാടിക്കും എഴുതിയും തങ്ങളെ വീട്ടിൽ വെക്കുന്ന പങ്കെടുത്ത്. പക്ഷെ അങ്ങനെ ഹൈദരലി തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മൂത്തരം കൂടുതൽ മോശത്തരത്തിലാക്കിയത് നേതൃത്വമാണ്. ആ നിലക്ക് നമുക്ക് വല്ലാതെ അമർശപ്പോഴുണ്ട്. അത് കാരണം വെച്ചാൽ ഉസ്താദ്, കാരണം വെച്ചാൽ ഈ വഹാവുദ്ദീൻ കൂരിയാട് അബുദാബിയിൽ പോയിരുന്നു ഈ സമ്മേളനം നടക്കുന്നതിന് മുന്നോടിയായിട്ട്. ആ സമയത്ത് ഇദ്ദേഹത്തോട് കൂരിയാടിനോട് വിളിച്ചിട്ട് ചോദിച്ചിരുന്നു, ഏതായാലും നിങ്ങൾ അബുദാബിയിലല്ലേ ഉള്ളത്, നിങ്ങൾ ഏതായാലും ഖസറജി അവിടെ ഉണ്ടല്ലോ, മൂപ്പരായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് അതിന്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കി കൂടെ എന്ന് ചോദിച്ചപ്പോ ഇല്ല, എനിക്ക് അവിടെ പോകാൻ വേണ്ട, എനിക്ക് ആ വിഷയം ഒന്നും അറിയാൻ വേണ്ട എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പം ഇതിൽ കക്ഷിയല്ലാത്ത ഒരു 3ാം കക്ഷി എന്ന് പറഞ്ഞ ആളെടുത്തുനിന്ന് ഒരു സാധനം വാങ്ങി വന്നു അയാൾ പറയുന്നത്. തന്നെ കൊണ്ടുവന്ന കത്ത് 2 കത്ത്, ആദ്യം വായിച്ച കത്തൊന്ന്, രണ്ടാമത് പത്രക്കാർക്ക് കൊടുത്ത കത്തൊന്ന്. അതിന്റെ ശേഷം അയാൾ പത്രക്കാരോട് വിശദീകരിച്ച് പറഞ്ഞത് ആദ്യത്തെ കത്തിന്റെ വിശദീകരണം പോരാഞ്ഞിട്ട് 2ാമത് കത്ത് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 2ാമത്തെ കത്ത് ഈ ഹസൻ അയച്ചു കൊടുത്തതെന്ന് ഇയാൾ പറഞ്ഞത്. പക്ഷേ എന്താ പറയണ്ടേ, ഇന്നൽ ബാത്തില കാന സുഹൂക്ക എന്ന് പറഞ്ഞതുപോലെ മൂപ്പര് പറഞ്ഞ വെള്ളത്തിലെ, കാരണം 2 കത്തിന് ഒരേ ഡേറ്റ് ആണുള്ളത്. 28 നിന്നല്ല മൂപ്പര് പറയുമ്പോ പിന്നെ കക്കാൻ പിടിക്കുമ്പോ നിൽക്കാൻ പിടിച്ചില്ല എന്ന് പറയുന്നുള്ള ഒരു ചെറിയ അബദ്ധം പറ്റിയതാണ്. ഇത് സത്യത്തിൽ വ്യക്തിപരമായിട്ടുള്ള വല്ലാത്തൊരു വഴിയായി. അതിനപ്പുറത്ത് വർക്കശന സ്ഥാപനം അവിടെ പഠിപ്പിക്കുന്ന ആളുകൾ, അവിടെ പഠിക്കുന്ന കുട്ടികൾ, അവിടെ എന്താണ് സംഭവം, അതിനൊന്നും മൊത്തത്തിൽ ഒരു ഭാഗം ആളുകൾ സത്യത്തിൽ അറിവില്ല എന്നുള്ളതാണ്. അല്ല, പ്രത്യേകിച്ച് നമ്മളെ പ്രത്യേകിച്ച് പേരോട് ഉസ്താദൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഇ കെ ഉസ്താദിന് അതേപോലെ തന്നെ ശിഹാബ് എന്നൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്യുന്നൊക്കെ നമ്മൾ കേൾക്കല്ല. പക്ഷെ മറുവാദത്തിന്റെ ഈ ഷാറുഖാറത്തിന്റെ ഈ പ്രസംഗത്തിൽ 2 പ്രസംഗത്തിലും എത്രയോ സംശയങ്ങളുടെ പേര് വരണമെങ്കിൽ അല്ലാഹു ഖബർ ചിലപ്പോ വ്യക്തമാക്കി കൊടുക്കട്ടെ, ഖബർ ദർജ എത്തി കൊടുക്കട്ടെ എന്ന് പറയാതെ മുതൽ പ്രസംഗിക്കില്ല. അതെ. അത് പക്ഷെ എന്താണെന്നറിയില്ല, നിർഭാഗ്യവശാലും മറുഭാഗം വളരെ ശത്രുതാപരമായിട്ടുള്ള ഒരു സമീപനാണ് അത്. ഏതായാലും ഇതിപ്പോ പാണക്കാട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കന്മാർക്ക് കിട്ടുകയാണെങ്കിൽ അത് സ്ഥലത്തും വേണ്ട, കൊടുത്താളും വേണ്ട, ഒന്നും വേണ്ട. അത് ഞാൻ ഉസ്താദ് പറഞ്ഞപ്പോ അന്വേഷിച്ചത്. എന്റെ ഒരു സുഹൃത്ത് ബോംബെയിലുണ്ട്. അപ്പം ബോംബെയിൽ ഏതൊരു സ്ഥലത്ത് വർഷത്തിൽ ഇങ്ങനെ ഷെയർ മുബാറക്ക് ഉള്ള വെള്ളം നടന്ന് കൊല്ലത്തിൽ പിന്നെ ഹിന്ദുസ്ഥാനികൾ കൊടുക്കാറുണ്ട്. ആ ഏരിയ എന്ന് പറഞ്ഞാൽ SKSSFന് ഒരുപാട് സ്വാധീനം, ഒരുപാട് ആളുകളും പിന്നെ ഓഫീസും കാര്യമൊക്കെ പ്രവർത്തിക്കുന്ന ഏരിയയാണ് ആ ഏരിയ. അവരൊക്കെ വെള്ളമായി കുടിക്കലുണ്ട്. വെള്ളമായി കുടിക്കുന്ന സമയത്ത് അതിന്റെ സെനതുണ്ടോ, മുഫസ്സലുണ്ടോ, മുജ്മലുണ്ടോ എന്നൊന്നും ചോദിക്കാറില്ല. അപ്പോ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മറ്റേ നൗഷാദ് ഹസനായിട്ട് സംവാദത്തിന്റെ വ്യവസ്ഥ CD കണ്ടു. അതെ, അതിലും മറ്റേ വെല്ലൂരുള്ളതിന് സെനത് ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല, മർക്കസിലുള്ളതിന് മാത്രമേ വേണ്ടൂ എന്നാണ് ഇപ്പം പറയുന്നത്. കാരണം വെല്ലൂര് ചർച്ചയാക്കിയത് കാശിയാണ്. വെല്ലൂർത്തെ വെള്ളം തുറന്നിട്ടുണ്ട്. ആ വെല്ലൂരെ വെള്ളത്തിന് സനതുണ്ട്. അത് 25,000 കുട്ടി തോതിൽ എന്റെ കോളേജായ ദാരുൽ കൊടുക്കാൻ തയ്യാറുള്ളത്. കാരണം മൂപ്പരാണ് പക്ഷെ ചർച്ച അതെ. നേരെ മറിച്ച് പിന്നെ വെല്ലൂരിന് പറഞ്ഞ വെള്ളം എന്തിന് പറഞ്ഞിട്ടാണ് പ്രശ്നം, അത് വെള്ളത്തിന് സനതുണ്ട് എന്ന് നിനക്ക് മൂപ്പർ സംസാരിച്ച. അങ്ങനെയാകുമ്പോ സനത് തെളിയിക്കേണ്ട ഒരു ബാധ്യതയാണ്, അങ്ങനെ ബാധ്യതയാണ്. അതെ.
അല്ല പടച്ചോന്റെ ഏറ്റവും വലിയൊരു കുതിർത്ത് എന്ന് പറഞ്ഞാല്, കാരണം ഇത് നിഷേധിക്കുന്ന കാസിമിയെ കൊണ്ടും അമ്പലക്കടവിനെ കൊണ്ടും ഈ ഒരു വിവാദം വരുന്നതിന് മുന്നോടിയായിട്ട് അവർ ഇതിന്റെ മധു ഒരുപാട് പറഞ്ഞു. അതെ, കാരണം ലോകത്തുള്ള കൂട്ടത്തിൽ മൂപ്പർ അബുദാബിയിലെ ഹസ്രജിയുടെ ഫാമിലി എണ്ണുകയും അത് രേഖാമൂലം അവിടുത്തെ രേഖകൾ സൂചിപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അമ്പലക്കടവ്. ഇനിയിപ്പോ പിന്നെ ഇതോട് ഈ വിവാദം കൊണ്ട് ഇപ്പൊ ഉണ്ടാകുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്കും പൊതുജനങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ഷിയാറിനോടുള്ള ബഹുമാനം അതില്ലാതായി. അതെ, തീർച്ചയായും. റസൂലുള്ളാഹിനെ മുടിക്കും റസൂലുള്ളാഹിന്റെ ആചാരങ്ങൾക്കും ഉണ്ടായിരുന്ന ബഹുമാനം, അത് പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ആ ബഹുമാനം അതവിടെ ഇല്ലാതായി. അത് വഹാബികൾക്ക് കൊട്ടിഘോഷിക്കാനും അവർക്ക് ലേഖനം എഴുതാനും അവർക്ക് പ്രസംഗിക്കുമ്പോൾ ക്ലിപ്പിടാനും ഉള്ള നല്ലൊരു അവസരം ഇതുകൊണ്ട് കിട്ടിയെന്നുള്ളതാണ്. അതെ അതെ, ആളുകളുടെ ഇടയിൽ ഒരു മോശം. ഈ വിഷയത്തിൽ മുജാഹിദിന്റെ ശബ്ദം, ഈ വിഷയത്തിൽ എസ്കേസിന്റെ ശബ്ദം, ഈ വിഷയത്തിൽ ഏകദേശം തുല്യാണെന്ന് തന്നെ പറയാം. അതെ 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 അതെ. അല്ല ഉസ്താദ്, ഇപ്പൊ ഇത് പാണക്കാട് തങ്ങന്മാരെ കുറ്റം പറയാനാണെങ്കിൽ പ്രായമുള്ള ഉസ്താദന്മാരെ കുറ്റം പറയാനോ പറ്റില്ല. ഇത് ഇടനിലക്കാരായിട്ടുള്ള നേതാക്കന്മാര്, അവരാണ് ഇതിന്റെ പിന്നിലുള്ള ആളുകൾ. അത് ഉസ്താദ് പറഞ്ഞ സത്യമാണ്. കാരണം കാളമ്പാടി ഉസ്താദ് ഞാൻ പലവട്ടം ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഉസ്താദ് ഈ വിഷയത്തിൽ മൗനം പാലിക്കല്ലാതെ ഉസ്താദ് പരസ്യമായിട്ട് അത് കാസിമിയുടെ ശൈലിയിൽ, അതായത് അറബി പെണ്ണോ അല്ലെങ്കിൽ വാറോ ഷാപ്പെന്നോ അത്തരത്തിലുള്ള സമീപനം ഉസ്താദുമാര് പറയുന്നത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഉസ്താദ് ഇപ്പൊ പങ്കെടുത്തതിന്റെ ശേഷം വന്ന ഫോൺ കോളിൽ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരം ഉണ്ടായിട്ടുണ്ടോ? കുറ്റപ്പെടുത്തി വന്നാലും നിങ്ങൾ എന്തായാലും വ്യത്യാസമെന്നല്ല, വ്യത്യാസമെന്നല്ല, വ്യക്തിത്വങ്ങളുണ്ടാകും. കേട്ടില്ല, റേഞ്ച് കുറവാ, കേട്ടില്ല, ഒന്നുകൂടി പറയാം. നിങ്ങൾ പ്രസംഗം പഠിച്ച വ്യത്യാസമെന്നല്ല, നിങ്ങൾ വളർന്ന വ്യത്യാസമെന്നല്ല, പിന്നെ നിങ്ങൾ ചോറിന്റെ വ്യത്യാസത്തിന്റെ തന്നെ. നിങ്ങൾക്ക് ഇങ്ങനെ പോയാൽ സംസ്ഥാന വ്യക്തികൾ പറ്റും, നിങ്ങൾക്ക് ഓഫർ കിട്ടിയിട്ടുണ്ടാവും, പൈസ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലും സുന്നത്ത് ജമാഅത്തിനോട് കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് AP പൈസ കൊടുത്തു അതിന്റെ മായനല്ലേ? ഇപ്പൊ നമ്മളെ സ്നേഹത്തിൽ അൻവരി ഇപ്പൊ സജീവമായിട്ടുണ്ട്. മുസ്ലിം വ്യത്യാസത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കുറച്ചുകാലം. ശരി, അബ്ദുസമദ് അൻവരി അല്ലേ? അബ്ദുസമദ് അൻവരി. മൂപ്പർക്ക് പറ്റി നമ്മളെ മൊത്തത്തിൽ ജനങ്ങൾ പറഞ്ഞത് മൂപ്പർക്ക് എത്രയോ ലക്ഷക്കണക്കിന് വെച്ചിട്ടുണ്ട്. പരിപാടിക്ക് പോണ പൈസ അതെ അതെ. അപ്പൊ മൂപ്പര് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ രാജിവെച്ച് AP ഗ്രൂപ്പിലേക്ക് പോയാൽ ലക്ഷങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഏതായാലും കൊണ്ടോട്ടി മേഖല അതിന്റെ പ്രസിഡന്റായ നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ നിങ്ങൾ കൂടി വന്നെന്ന് പറയേണ്ടി വരും. കോടികൾ കിട്ടുമല്ലോ. ഏതായാലും ആളുകൾക്ക് ഈ വിഷയത്തിൽ ഇങ്ങനൊരു ഇതുണ്ടായതുകൊണ്ട് ഇങ്ങനെ കുറെ ആളുകളെ മനസ്സിലുണ്ട്. ഇതുപോലെ വാണ്ടി നേരിടുന്നത് മനസ്സിലെല്ലാവരും മനസ്സിലുണ്ട്. ഏതായാലും ചുരുക്കത്തിൽ നിന്ന് ഇങ്ങനെ ഈ തർക്കങ്ങൾ നമ്മളെ നടത്തിയിട്ട് ഇങ്ങനെ റസൂലുള്ളാഹിനെ കൊണ്ടാണിക്കല്ലേ. അതെ അതെ അതെ. ചുരുക്കി പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ മാത്രം. ഇപ്പൊ സ്വലാത്തുകളിൽ ഈ റബീഉൽ റമളാൻ 26 രാവിലെ ഉള്ള ആ പ്രാർത്ഥനാ സദസ്സിനെതിരെ കാസിം ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. അതെ അതെ. പക്ഷെ ഈ കഴിഞ്ഞ റബീഉൽ റമളാനുമായി മുമ്പത്തെ റമളാനിൽ 27 രാവിലെ പ്രത്യേക പ്രാർത്ഥന പരിപാടിയും പ്രാവശ്യം പരിപാടിയൊക്കെ മുപ്പത് നാട്ടിൽ മെമ്പാട് പല സ്ഥലത്തും നടത്തലുണ്ട്. അല്ല, ഈ വിഷയത്തിൽ ഞാനിപ്പോ ഉസ്താദ് പൂക്കിപ്പറമ്പിൽ പരിപാടിയിൽ പങ്കെടുത്തെന്ന് ഞാൻ അറിഞ്ഞപ്പോ എനിക്ക് ആദ്യം തോന്നിയൊരു വിഷയം എന്താണെന്ന് ഉസ്താദെ, കാരണം അമ്പലക്കടവിന്റെ ഒരുപാട് പ്രസംഗങ്ങളിൽ അയാൾ ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഷെയർ മുബാറക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ SKSSFന്റെ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും AP ഗ്രൂപ്പുമായിട്ട് അടുത്തതായിട്ട് തെളിയിക്കാൻ പറ്റുമെന്നുള്ളത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. അതായത് ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ സജീവമായി കഴിഞ്ഞ പത്രത്തിന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഇൻഷാല്ലാ നാട്ടിൽ തന്നെ നമ്മൾ സ്വീകരണ പരിപാടി ഷെയർവാറക്കിന് സ്വീകരണം വെക്കണം എന്നാണ് മനസ്സിലുള്ളത്. ഇൻഷാ അല്ലാഹ് പഠിച്ചതിന് തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും പിന്നെ ഈ ഷെയർ മുബാറക്കിന്റെ വിഷയം അല്ലാണ്ട് സത്യത്തില് ഉസ്താദ് ആദ്യം AP ഗ്രൂപ്പുമായിട്ട് ഏതെങ്കിലും വിഷയത്തില് യോജിപ്പോ അടുപ്പോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അതിന് മുമ്പ്? യോജിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. രോഗമൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾക്ക് തന്ന ക്ലാസ്സുകൾ.
ക്ലാസ്സിൽ നമ്മള് പ്രസംഗങ്ങളെ നിലക്കണം നമ്മൾ തിരിച്ചു. പക്ഷെ എന്നും എനിക്ക് കേരളത്തിന്റെ രാജ്യങ്ങളുടെ ഭയങ്കര താല്പര്യമാണ്. അത് നമ്മൾ രാഷ്ട്രീയത്തെ രീതിയുണ്ട്, രാഷ്ട്രീയത്തെ കേൾക്കുക, അതിന്റെ ചെലവഴിയിൽ മറ്റുള്ള രാഷ്ട്രീയത്തിൽ അങ്ങനെ കേൾക്കും. അങ്ങനെ അത് ആളുകൾ ഭയങ്കര താല്പര്യം കേരളത്താണ് വേണ്ടുന്നത്. പിന്നെ ഈ കൂടത്തായിട്ട് ഉസ്താദിന് എന്താ നേരിട്ട് ബന്ധം അങ്ങനെ ഉണ്ടോ? നേരിട്ട് ബന്ധം ഞാൻ പറഞ്ഞാലൊക്കെ ചിലപ്പോൾ അറിയാറുണ്ട്. ഞങ്ങൾ മേഖലയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കൊണ്ടുവരികയാണ് മേഖലയിൽ ഒരുപാട് പരിപാടിക്ക് ഇത്തരം പുറന്നിട്ടുണ്ട്, ബന്ധമുണ്ട്. അപ്പൊ ഏതായാലും അത് ഇനിയിപ്പോ ലക്ഷങ്ങളല്ല ഉസ്താദിന്റെ വിഷയത്തിൽ, ഇനിയിപ്പോ ഉസ്താദ് വിഷയത്തിൽ ഷെയർ മുബാറക്കിന്റെ വിഷയത്തിൽ AP ഗ്രൂപ്പിന്റെ ഒന്നായിട്ടാണെന്ന് അറിഞ്ഞാല് തീർച്ചയായിട്ടും കോടികൾ കൈപ്പറ്റി എന്നുള്ള ആരോപണം ഏതായാലും ഉണ്ടാവും. കോടികൾ ഉണ്ടാവുമല്ലോ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദ് വിഷയത്തിൽ സജീവമായിട്ട് ഇടപെട്ടേലും പിന്നെ എന്താ പറയണ്ട വിഷയം പിന്നെ ഇൻഷാ അല്ലാഹ് ജനങ്ങളോട് തുറന്ന് പറയാനുള്ളൊരു സന്മനസ് കാണിച്ചതിലും കുറച്ച് ഉസ്താദിന് പ്രത്യേകം ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനിയും പിന്നെ സുന്നത്തമായത്തിന്റെ വിഷയത്തിൽ ഞാനിപ്പോ ഉസ്താദിനെ വിളിക്കാൻ തന്നെയുള്ള കാരണം അതാണ്. സുന്നത്തമായത്തുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തമ്മിൽ ഇരുമ്പ് പരിചയവും ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒരാള് അന്ന് പരിപാടി നൗഷാദ് ഹസന്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം എന്റെ മനസ്സിൽ ഓടിയത് അമ്പലക്കടവ് പറഞ്ഞൊരു വാദം അത് അവിടെ പൊളിയാണ്. കാരണം അമ്പലക്കടവും പറയുന്നുണ്ട്, സംഭവം പറയുന്നുണ്ട്. അല്ല ഇതിപ്പോ പ്രത്യക്ഷത്തിലുള്ള ഒരു ഇപ്പോ അലവിദാരിമി എന്നുള്ള ഒരാളല്ലാതെ നൂറുകണക്കിന് ആളുകൾ മാനസികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടും തന്നെ നമ്മളെ ഈ വിഷയത്തിൽ അവരോട് അകൽച്ച ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദ് സംസാരിച്ചതിൽ വലിയ സന്തോഷം. പ്രത്യേകം ദുആ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വിളിച്ചിരുന്നു വിഷയത്തിന് ശേഷം അല്ലല്ല ഇപ്പൊ അടുത്തായിട്ട് ഇപ്പൊ കുറച്ചായിട്ട്. അപ്പൊ നാസിർ ഫൈസി എന്ന് പറഞ്ഞാല് മുജാഹിദിന്റെ കൂട്ടത്തിലുള്ള മുജാഹിദ് വാലിശ്ശേരിന്റെ അതേ ടൈപ്പാണ്. അതായത് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞൊരു സത്യം, അതായത് പിന്നെ കാന്തപുര ഉസ്താദിന്റെ കയ്യിലാണ് ഷെയർ മുബാറക്ക് കിട്ടിയത് എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഇത് സ്വീകരിക്കാത്തതെന്നുള്ളത് മൂപ്പര് വ്യക്തമായിട്ട് പറഞ്ഞു. നാസിർ ഫൈസി പറഞ്ഞു. സത്യം അതാണ്. അത് സത്യം അതാണെന്ന് പറഞ്ഞാൽ അതായത് ഇന്ന് ഇവര് പിന്നെ SKSSFന്റെ ആൾക്കാരടക്കം പിന്നെ വെല്ലൂര് ലത്തീഫിയയിലുള്ള ഷെയർ മുബാറക്ക് അത് എന്നോട് ഇയാൾ പറഞ്ഞത് മുത്തവാത്തിർ കൊണ്ട് സ്ഥിരപ്പെട്ട ആ പിന്നെ ഘടന അനുസരിച്ച് സ്ഥിരപ്പെട്ട ഷെയർ മുബാറക്കാണ് ലത്തീഫിയയിലുള്ളതെന്നാണ് ആര് പറഞ്ഞത്? നാസിർ ഫൈസി പറഞ്ഞത്. അപ്പൊ ഞാൻ നാസിർ ഫൈസിനോട് ഞാൻ അപ്പൊ തന്നെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ലത്തീഫിയയിലുള്ള ഷെയർ മുബാറക്ക് നാളെ മർക്കസിലേക്ക് എത്തപ്പെട്ടാൽ അതിന്റെ വെള്ളങ്ങൾ കുടിക്കുമെന്ന് വെച്ചു. അതിന് സുബ്ഹാനല്ലാ മൂപ്പര് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാല് മർക്കസ് കാന്തപുരമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ കുടിക്കൂല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ ഒരു കുപ്പി നിങ്ങൾ മർക്കസിലേക്ക് പോകേണ്ട ഒരു കുപ്പി വെള്ളം ഞാൻ എടുത്തിട്ട് നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു തന്നാൽ നിങ്ങൾ കുടിക്കുമെന്ന് വെച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞ് ആ ഭാഗം എന്നോട് പറയാൻ വേണ്ട, ഞാൻ തൊടൂലെന്ന് പറഞ്ഞു. എന്നിട്ട് അതെ രോഗം അതാണെന്ന് മനസ്സിലായി. അല്ല ഉസ്താദ് ബാക്കി പറയണം. അതിന് മുന്നേ ഞാൻ ആമുഖമായിട്ട് ഉസ്താദിനോട് ഈ വിഷയം പറയുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ശേഷം ഇയാൾ ഞാൻ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു, ഖുർആനും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് സംസം വെള്ളം. ആ സംസം വെള്ളം കാന്തപുരത്തിന്റെ കൈകളിലൂടെ വരികയാണെങ്കിൽ ഞാൻ കുടിക്കൂല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ ഇൻഷാല്ല നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. ഇൻഷാല്ല നിങ്ങളെ ഏതായാലും പരിചയപ്പെടാൻ ഇത്തിരി വൈകി. അതും കഴിഞ്ഞില്ല, ഇന്നാലില്ലാഹു പറയാനായിട്ടില്ല, ഇനി ബാക്കിയും കൂടി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഞാൻ ചോദിക്കാതെ എന്നിട്ട് മൂപ്പര് പറഞ്ഞു, ഇനി നാളെ റൗള ഷെരീഫിന്റെ അധികാരം കാന്തപുരത്തിന്റെ കൈ കിട്ടിയാൽ അത് ഞാൻ വിശ്വസിക്കൂല എന്ന് നാസിർ ഫൈസി പറഞ്ഞത് പർച്ചുവിനെ ഒഫിക്കൊണ്ട് ഞാൻ തെളിയിക്കും. അതുണ്ട്. അത് ഇൻഷാല്ല ആർക്ക് വേണമെങ്കിലും അത് ഞാൻ കൈമാറാൻ തയ്യാറാണ്. അതെ ഇനിയിപ്പോ ഉസ്താദിന്റെ അനുഭവങ്ങൾ പറയാം. എന്റെ അനുഭവങ്ങൾ കേൾക്കാനല്ല, ഉസ്താദിന്റെ ഒന്ന് കേൾക്കട്ടെ. പറ. നമ്മൾ പറഞ്ഞാലേ നമ്മൾ ചെറുപ്പത്തിലെ നമ്മള് മദ്രസയിൽ പഠിച്ചു, അങ്ങനെ നമ്മൾ വളർന്നു. നമ്മൾ മറ്റൊരു തന്നെ ബസ്സിന് പോയി നമുക്ക് സംസാരിക്കും. സംസാരിക്കുന്ന ഒരു പേര് നമുക്കില്ല.
അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ കേട്ടതും നമ്മൾ അറിഞ്ഞതും AP എന്ന് പറഞ്ഞാൽ അതൊരു അങ്ങനെ എന്തോ ഒരു പുസ്തകങ്ങളൊക്കെ വാങ്ങി തെറ്റുകൾ മാത്രം ചെയ്യണേ, വ്യതിചരിക്കണേ, കക്കണേ, വെട്ടിയിട്ട് മറക്കണേ, അങ്ങനത്തെ അങ്ങനത്തെ രൂപമാണ് നമ്മൾ പഠിച്ചത്. പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതും നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. പിന്നെ അങ്ങനത്തെ ഒരു മനുഷ്യനായിട്ട് ബന്ധപ്പെടാനോ അങ്ങനത്തെ ഒരാളെ സ്ഥാപനത്തിൽ പോകാനോ അത് നമുക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായി കൺസിഡർ ചെയ്യില്ല. മാത്രമല്ല പിന്നെ നമ്മളിപ്പോ എന്തെങ്കിലും വിഷയങ്ങൾ വരുന്ന നേതാക്കന്മാരെ പ്രസംഗിക്കും, അത് കേട്ട് നമ്മൾ പ്രസംഗിക്കും, അതിന് അത്രയൊന്നും നമ്മൾ ചിന്തിക്കില്ല. ഇപ്പം സമസ്തന്റെ ഗോൾഡൻ ജൂബിലി വന്ന് മധ്യവേദന സമ്മേളനം വന്ന് എസ്കേസത്തിന്റെ മനുഷ്യകാരിക വരും, ഇങ്ങനെ ഓരോ പരിപാടികൾ വരുമ്പോൾ നമുക്ക് പിന്നെ സർക്കുലർ വരും. സംസ്ഥാന കമ്മിറ്റിയിൽ പിന്നെ ജില്ലാ കമ്മിറ്റിക്ക്, ജില്ലാ കമ്മിറ്റിക്ക്, മേഖലാ കമ്മിറ്റിക്ക്, മേഖലാ കമ്മിറ്റി, പഞ്ചായത്ത്, അങ്ങനെ യൂണിറ്റ് വരെ സർക്കുലർ വരും. അപ്പൊ ആ സർക്കുലറിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ പറയണം വെക്കാം. അപ്പൊ ആ വിഷയങ്ങൾ നമ്മൾ പറയാൻ അത്രയൊന്നും നമ്മൾ ചിന്തിക്കില്ല. അതേപോലെ പാണക്കാട് കമ്മിയുണ്ട്, ചെറുശ്ശേരി സ്ഥാനങ്ങളിൽ പണ്ഡിതന്മാരുണ്ട്, കാളന്മാർ സ്ഥലങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അപ്പൊ അവരൊക്കെ മറ പിടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അത് നമ്മൾ പ്രസംഗിക്കും, നമ്മൾ അങ്ങോട്ടുകൂടെ ചിന്തിക്കൂല, നമ്മൾ കേൾക്കാനും പ്രസിദ്ധം എല്ലാവരും ചിരിക്കാനും ആളെന്തായാലും ഉണ്ടാവും. ആ നിലക്ക് നമ്മളിങ്ങനെ പ്രവർത്തിക്കും, നമ്മൾ ചിന്തിക്കുന്നില്ല. ഉസ്താദ് കാളമ്പാടി ഉസ്താദ് ഷെയർ പാർക്കിന്റെ വിഷയത്തിൽ ആദ്യം പറഞ്ഞ ഒരു പിന്നെ സംസാര ഉസ്താദ് കേട്ടിട്ടെന്നറിയില്ല. അതായത് അമ്പലക്കടവിന്റെ അടുക്കുള്ള നാവ് പിടിച്ചു കെട്ടിയിടാൻ എന്നെ കൊണ്ടാവൂല. അതായത് നമ്മൾ പണ്ഡിതന്മാര് ഈ ഷെയർ പാർക്കിനെതിരെ സംസാരിച്ചിട്ടില്ല, അതിന്റെ താഴെയുള്ള ഇവരെ പോലെ അമ്പലക്കടവും കാസിമി അടക്കമുള്ള ആളുകളാണ് ഇതിനെതിരെ പിന്നെ ശബ്ദിക്കുന്നതെന്നും അത്തരം ആളുകളെ നാവ് പിടിച്ചു കെട്ടാൻ ഞങ്ങളെ കൊണ്ടാവൂല എന്നും കാളമ്പാടി ഉസ്താദ് പറയുന്നത് അത് ഞാൻ വിളിച്ചപ്പോ തന്നെ ഉസ്താദ് പറഞ്ഞത്. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പോകുന്നത് പിന്നെ അഫ്സൽ സക്കാത്തി അതിൽ പോകുന്നു. അഫ്സൽ സക്കാത്തിന് പോകുന്നത് നമുക്കൊക്കെ സ്റ്റോൺ ഇന്നൂടി കൂടി. കാരണം മൂപ്പര സംസാരങ്ങളും മൂപ്പര് ഞാൻ അങ്ങനെ അനുഭവം ഉണ്ട്, ഞാൻ ഇങ്ങനെ അനുഭവം ഉണ്ട്, ഞാൻ മൂപ്പരോട് അവിടെ പോയി, ഞാൻ ഇവിടെ പോയി, ഇങ്ങനെ ഒരുപാട് പറയാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ പോയി നമ്മൾ ഒച്ചക്കായിട്ടും വേദിയിലായിട്ടും പറഞ്ഞിട്ടുണ്ട്. മൂപ്പരെ കൂടെ നമ്മൾ ഒരുപാട് വേദി പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ അതിനെ ഒരുപാട് പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. ഞാനും ഇതാകാറാവും, ഞാൻ അഫ്സൽക്കാരിന് പരിചയപ്പെടുത്തും, വേദിസ്ഥാനിന് പരിചയപ്പെടുത്തും, അങ്ങനെ പറയും. അതൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ അഫ്സൽക്കാരി പ്രസംഗിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് വേദി ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൂടെ പിന്നെ ഒരുപാട് വിവാദങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കും, നമ്മളൊരു ഭാഗത്ത് മാത്രം ചിന്തിക്കും. പക്ഷെ ഈ ഷാരൂഖാരത്തിന്റെ വിവാദം വന്നപ്പോ നമ്മളിങ്ങനെ ആലോചിച്ചു. രണ്ട് കൂട്ടരെ പ്രസംഗങ്ങളും നമ്മൾ കേട്ടു, രണ്ട് വിവാദവാദങ്ങളും കേട്ടു. ആ കൂടെ കേട്ടപ്പോൾ നമ്മൾ വസ്തുതയിലേക്ക് ചിന്തിച്ച് എന്താ ഇതിന്റെ വസ്തുത എന്താണ്. അങ്ങനെ ആ വസ്തുത ചിന്തിച്ചപ്പോഴാണ് ഇതിങ്ങനെ അതൊരു വ്യക്തിയോടുള്ളൊരു വൈരാഗ്യം മാത്രം. ഒരു സംസ്ഥാനം എന്ന വലിയൊരു പ്രസ്ഥാനം, SKSM എന്ന് പറഞ്ഞ വലിയൊരു പ്രസ്ഥാനം, ഈ രണ്ട് പ്രസ്ഥാനം ഒരു വ്യക്തിക്കെതിരെയാണ് തിരിഞ്ഞത്. അതൊരു വ്യക്തിയെ തകർക്കാൻ ഈ രണ്ട് പ്രസ്ഥാനങ്ങളിലൂടെ ഇറങ്ങിത്തിരിക്കുക മാത്രമേ സുരക്ഷിതമായിട്ട് വരാനോ ഒരു ദാവത്ത് നടത്താനോ അതല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രശ്നങ്ങൾ നടത്താനോ ഒരു സമ്മേളനം നടത്തിയാൽ ആ സമ്മേളനത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു വിഷയം പറയാൻ ഒന്നുമില്ല. അപ്പൊ ചെറുശ്ശേരി സ്ഥാൻ 20 മിനിറ്റ് പ്രസംഗിക്കുകയാണെങ്കിൽ സമാധാനം 1 മണിക്കൂർ പ്രസംഗിക്കാം. ചെറുശ്ശേരി സ്ഥാൻ 10 മിനിറ്റ് പ്രസംഗിക്കുകയാണെങ്കിൽ പിന്നാലെ കുട്ടികൾ 3 മണിക്കൂർ പ്രസംഗിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അത് അങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. പട്ടിക്കാട് സമ്മേളനം എല്ലാ കൊല്ല സമ്മേളനത്തിൽ നമ്മൾ പോകുന്നതാണ് നമ്മുടെ റേഞ്ചിന്റെ കീഴിലും വ്യത്യാസങ്ങളുടെ കമ്മിറ്റിന്റെ കീഴിലും അതിന്റെ പ്രകാരം നടത്തലുണ്ട്. അപ്പൊ ജാമ്യയുടെ സമ്മേളനത്തിന് പോവുകയാണെങ്കിൽ മുന്നിൽ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെ തിരിക്കും. അറബികൾ വരും, അറബികൾ വരാൻ പറ്റി ഓരോ കുറെ പ്രസവിച്ചു പോകും, ഇവരും കുറെ പ്രസവിച്ചു പോകും. അവസാനം ഉസ്താദുമാരെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ ഈ ഇറങ്ങിയിട്ടില്ല ഓരോ ആൾക്കാർ പോലെ വളരെ തീവ്രതയുള്ള മസാലകളെ മാത്രം ഓരോ കുറച്ച് കാര്യങ്ങൾ പറയും. ഒന്നല്ലാതെ ഈ കൂടെ സമ്മേളനം കൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഇങ്ങനെ പൊളിപ്പി ചുറ്റു പറഞ്ഞ ഈ ഷാരൂഖാരത്തിന്റെ വിവാദം വന്നപ്പോ അത് തനത് വേണം എന്ന കാര്യമുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും സനത് അത് സനത് എങ്ങനെ ഉണ്ടാകണം, ഓർമ്മയുണ്ടാകണം, ഈ സനത് ഇല്ലാതെ മൂപ്പരയ്ക്ക് അറിയാം. അത് മൂപ്പര ഞാൻ പിന്നെ വർക്ക് സമയത്തിന്റെ സീറ്റ് നമ്മൾ വാങ്ങുക, സീറ്റ് നമ്മൾ കേട്ടതിന് മുമ്പ് ഒരു പരസ്യമായിട്ട് ഞാൻ പിന്നെ ഹസരത് സാറുമാർക്ക് കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷം പിന്നെ ഒരാൾ സനത് കൊണ്ട് വായിച്ചിട്ട് പിന്നെ ആ ഒരു പ്രസ്താവന പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുക. ഒരു ഭാഗത്ത് തന്നെ സനത് വായിച്ചിട്ടില്ല കള്ളമുടിയാണെന്ന് പറയാം. പിന്നെ ഒരു വിഭാഗത്തിൽ ഇവര് തന്നെ 6 അഭിപ്രായമോ ഷാരൂഖാർക്കിനെ പറ്റി പറഞ്ഞു. ആ 6 അഭിപ്രായങ്ങളും ഇങ്ങനെ കേട്ടുകൊണ്ട് ഇതിലെന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ തോന്നി. 6 അഭിപ്രായങ്ങളും 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 6
അപ്പൊ പിന്നെ ആദ്യം പിന്നെ അമ്പലക്കട പറഞ്ഞ ഒരു കെട്ടുമുടി വർക്കത്തിലുണ്ട്. ഒരു കെട്ടുമുടിയുള്ള ആളെ കയ്യിൽ നിന്നാണ് കൊച്ചെന്ന് പറഞ്ഞതാണ് സമയത്താണ് ഒരു കെട്ടുമുടി ഉണ്ട്. അതാണ് പച്ച മോനയെന്ന് നമുക്ക് ഒരുപാട് ആളുകൾ നമ്മൾ അന്വേഷിക്കുന്നത് പച്ച മോനയെന്ന് മനസ്സിലായി. മാത്രമല്ല അമീരയുടെ ആദ്യത്തെ പ്രസംഗത്തിൽ ഹസരവിന്റെ സ്ഥലത്തിന്റെ മുടിയുണ്ട്. അത് റബിയുള്ളവരിൽ തിരുവസ്ഥാരാവിനും മുക്കിട്ട് വെള്ളം കൊടുക്കലുണ്ട്. അത് വേദിയിൽ അറിയപ്പെട്ടതാണ്. ഇങ്ങനെ മുപ്പത് ഉഷാറായിട്ട് പ്രസംഗിച്ചു. അത് പ്രസംഗത്തിന് നമ്മൾ പങ്കെടുത്താണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ നിന്നുള്ളൊരു സാധനം വർക്കത്തിൽ കിട്ടിയതോ അത് സനദില്ല എന്ന് പറഞ്ഞതോ അത് എന്തുകൊണ്ട് മുപ്പത് കാരണം നമ്മൾ നോക്കുമ്പോൾ അത് മുപ്പതിനുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമാണെന്ന് മനസ്സിലായി. പിന്നെ കാശിന് പ്രസംഗിച്ചപ്പോൾ കാശിന് പറഞ്ഞു ആദ്യം സൗദിന്റെ മുന്നിൽ മുടിയാണ് മൂപ്പരല്ല വേറെ പ്രസംഗത്തിൽ പറഞ്ഞ വിയത്തിന്റെ മുടിയാണ്. സലാത്ത് നഗറിന് ബദലായിട്ട് സലാമത്ത് നഗർ സംഘടിപ്പിച്ചു. അപ്പൊ ഞങ്ങളൊക്കെ അത് സജീവമായിട്ട് തന്നെ പ്രവർത്തിച്ച ആളുകളാണ്. അപ്പൊ അന്ന് മൂപ്പര് പറഞ്ഞത് ഈ മർക്കസിലെ മുടിയിട്ട വെള്ളം കുടിച്ചവർക്കൊക്കെ ഒരുപാട് ഉണ്ടാകും. കാരണം അത് ഏത്തിന്റെ മുടിയാണ്. അതൊക്കെ ഞങ്ങൾ ക്രിസ്ത്യാനി ഒപ്പുണ്ടല്ലോ. അങ്ങനെ ഏത്തിന്റെ മുടി തോന്നാൻ അത് കുറിച്ചുള്ള ഒരുപാട് വേഗം ഉണ്ടാകും എന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ ശേഷം വിവാദം കനത്തപ്പോ പിന്നെ വായുദേവി പറഞ്ഞു അത് ഒരു പ്രത്യേക കെമിക്കൽ നാരിയിൽ ഉണ്ടാക്കിയതാണ്. അതിന്റെയൊക്കെ ശേഷം ലാസ്റ്റ് ഇപ്പം വേറെ തന്നെ സമ്മേളനം കഴിക്കുമ്പോൾ സമ്മേളനത്തിൽ എനിക്കൊരു പറഞ്ഞത് അത് ബാർബർ ഷാപ്പിലെ ഏതോ ആളുകളെ മുടിയാണ്. ഞാൻ പഠിച്ച കോളേജിൽ നമ്പികാരത്തരവാർത്തി കോളേജിൽ ഇപ്പോഴത്തെ പ്രിൻസിപ്പലുണ്ട്. പിന്നെ മൂസക്കുട്ടി ഉത്തരത്തിൽ നല്ല കിട്ടാൻ നല്ല ബന്ധുക്കളാണ്. മൂപ്പർ പറഞ്ഞു അത് സ്ട്രോങ്ങിന്റെ കാര്യമൊക്കെ മുടിയെന്നാണ്. അപ്പൊ ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യ ഒരുപാട് അഭിപ്രായങ്ങൾ അത് ഇതിനൊരു കോർഡിനേഷൻ ഇല്ല. മൂപ്പരാണ്ട് എതിർക്കുക അതിന് പ്രണയം എന്തൊക്കെ കിട്ടുന്ന അതിങ്ങനെ പറയാം. അങ്ങനത്തെ ഒരു ചുറ്റുപാടാണ് നമുക്ക് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചത് എന്നത് മനസ്സിലായി. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോ നമ്മൾ ബന്ധപ്പെട്ട ഒരുപാട് ആളുകളോട് എന്നോട് ഇങ്ങനെയൊക്കെ നമ്മൾ പറയാനും മോശമല്ലേ, ഒരു കോർഡിനേഷൻ ഇല്ലാതെ നമ്മൾ പറയാം. അപ്പൊ അത് എതിർക്കാൻ നമുക്ക് എന്തും പറയാം. അത് മൂപ്പര് എതിർക്കലാണ്, മൂപ്പര് ഇല്ലാത്തല്ല നമ്മുടെ ലക്ഷ്യം, മൂപ്പര് എതിർക്കാനാണ് നമ്മുടെ ലക്ഷ്യം എന്ന് സംഘടനാപരമായിട്ട് നമ്മൾ ബന്ധമുള്ള ഒരു നേതാവ് പറഞ്ഞു. അത് മൊത്തത്തിൽ എല്ലാവർക്കും മൂപ്പരോട് വ്യക്തിപരമായ വൈരാഗ്യം, മൂപ്പരിന് എന്ത് നന്മ ചെയ്താലും അത് നന്മാന്ന് അംഗീകരിക്കാൻ നമുക്ക് പരാജയം. കാരണം നമ്മളെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ മൂപ്പരെ എതിർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് എന്ന നിലക്കാണ്. അതെല്ലാം സുന്നതമായിട്ട് എതിർപ്പിക്കാനോ സുന്നതമായിട്ട് പറയാനോ മുജാഹിദിനെതിരെ സംസാരിക്കാനോ അതിനൊക്കെ പുറമുണ്ട്. ഇപ്പൊ കുറെ കാലം SKSF-ന്റെ പിന്നെ നേതൃത്വത്തിലുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ ഉസ്താദിന് പറയാൻ പറ്റുമോ? സത്യത്തിൽ ഈ പുത്തൻവാദികളെ പിന്നെ എതിർക്കുന്ന വിഷയത്തിൽ SKSF വളരെ പിന്നോക്കാന്ന് ഞാൻ പറഞ്ഞ ഉസ്താദിനെ നിഷേധിക്കാൻ പറ്റുമോ? അത് പിന്നോക്കം എതിർക്കണം എന്നുള്ള ഒരുപാട് ആളുകൾ സ്റ്റേറ്റുകളുണ്ട്. മുജാഹിദുകളെ എതിർക്കണം, എനിക്ക് മറുപടി വെക്കണം എന്ന് പറയാൻ അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ മറുപടി വെക്കാൻ ചന്തി ഉറപ്പിച്ച് ഇങ്ങനെ വെല്ലുവിളിച്ചിട്ട് ഇരിക്കാൻ പറ്റൂരില്ല എന്നുള്ളതാണ് സത്യം. വേറെ ഒരുപാട് ആളുകളുണ്ട്. കിതാബ് എല്ലാവർക്കും ചെയ്യും. അത് കിതാബ് ചെയ്യുന്ന പോലെ വേറെ വെല്ലുവിളിക്കാനും പോലെ സുഹൃത്തിന് സ്റ്റേജിൽ ഉറച്ചിരുന്നിട്ട് മറുപടി പറയാൻ വരിക എന്ന് പറയാൻ പറ്റിയ ആളുകൾ സത്യത്തിലില്ല. പക്ഷെ അങ്ങനെ പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ SKSF-ലുണ്ട്. അല്ല, ഇയാളോട് ഞാൻ മറ്റേ ഈ സംസം വെള്ളത്തിന്റെ മറ്റേ ഷെറുബാറക്കിന്റെ ഈ നാസർ ഫൈസിയായി സംസാരിച്ച അതേ ഭാഗത്തിന് അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുത്തൻവാദികളായിട്ട് വേദി പങ്കിടുന്നതിൽ യാതൊരു തെറ്റില്ല, ശംസുൽ ഉലമ പിന്നെ കാണിച്ചു തന്ന മാർഗ അങ്ങനെയുള്ളൊരു മാർഗമാണ് അയാൾ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇടത്തിൽ വരുന്ന രണ്ടാമത്തെ പ്രധാന കാരണം എന്നാല് ചെന്നാൽ അതായത് ഈ സുലൈമാൻ ഉസ്താദികളായില്ലേ, സുലൈമാൻ ഉസ്താദാ അതായത് തന്റെ വൈസ് പ്രസിഡന്റ്, അതെ അതെ അറിയാം പറയുന്നത് അമൂപ്പര് നാട്ടിലാണ് ഞാൻ മദ്രസയിൽ കൂടിയത്. അതിന് തൊട്ടടുത്ത മഹലിലാണ് ഞാൻ പള്ളിയിൽ കൂടിയത്. അപ്പൊ ഞാൻ മദ്രസയുടെ അടുത്ത് ഈ കഴിഞ്ഞ റബിയുണ്ടാവരിന് മുനീർ മദനി മലയൂർ എന്ന് പറഞ്ഞ മുജാഹിദ് നേതാവ് വന്നിട്ട് പ്രസംഗിച്ചു നല്ല മൗലിക കഴിക്കുന്ന നഗരത്തിലേക്കാണെന്നും അവിടെ അരച്ച് തിന്നുന്നവരാണ് നല്ലത്, കണ്ണിന്റെ അരച്ച് തിന്നലാണെന്നൊക്കെ പറഞ്ഞ ഒരു 1.5-2 മണിക്കൂർ നല്ല പ്രസംഗം നടത്തി. ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി കൂടുതൽ നിന്നത് നമ്മളാണ്. അവൻ തെറ്റിപ്പുറം കെട്ടിക്കുന്ന വിവരാടിന്റെയൊക്കെ തൊന്നും കട്ടുന്ന പ്രസംഗം കേട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് കുറച്ച് ആളുകളെ ഭരണങ്ങൾ വെക്കണ്ടാണ്. അവൻ വെക്കണ്ടെന്ന് പറഞ്ഞ ന്യായം അതിനൊക്കെ നമുക്ക് വലിയ ചെലവാണ്, അങ്ങനത്തെ അത് ഞാൻ പറഞ്ഞോളാണ്. അങ്ങനെ തെറ്റിന് കഴിവ് നോക്കി വേറെ കഴിവ് നോക്കണ്ടല്ലോ.
അല്ല മറുപടി പറയുമ്പോൾ ഒരു LCD വെച്ചുകൊണ്ട് നമ്മൾ LCD വെക്കണം. ഞാനാണ് ഇങ്ങനെ LCD വെച്ചിട്ട് പ്രസംഗിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ബന്ധപ്പെട്ട ഒരുപാട് സുന്നജമാഅത്തിന്റെ പ്രവർത്തകർ അതായത് SSFന്റെ പ്രവർത്തകർ നമുക്ക് അത് പൂർണ്ണ പിന്തുണ തന്നു, ഇപ്പോഴും ഒക്കെ നമുക്ക് റെഡിയാക്കി തന്നു. അങ്ങനെ ഡേറ്റ് വെച്ച് അങ്ങനെ ഒരു 3 മണിക്കൂർ 7 മണിക്ക് കഴിഞ്ഞിട്ട് 10 സമയം വരെ നമ്മൾ പ്രസംഗിച്ചു. അങ്ങനെ അതിന് മറുപടി പറയാം വേറൊരാള് കൽഫർ മിഷനറി എന്ന് പറഞ്ഞ മുജാഹിദ് സുന്നീന് മുജാഹിദിക്ക് വേറെ അയാളെ പ്രസംഗിച്ചു. അയാളെ പ്രസംഗിച്ചപ്പോൾ വീണ്ടും ഞാൻ തന്നെ LCD വെച്ചാണ് മറുപടി പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പല ഭാഗത്തും നമുക്ക് ഫോമിൽ വന്നു. ഞാൻ എന്തിനായിരുന്നു അങ്ങനെ മറുപടി മറുപടി പറയാൻ എത്തിക്കാറുണ്ട് ആൾക്കാർ ഏറ്റിരിക്കുന്നില്ല. ഞാൻ ഇതേപോലെ മറുപടി പറയാൻ പോകണം. ആളുകൾക്കൊക്കെ എന്നോട് വൃത്തിയേക്കാറാം. ഇങ്ങനെ പറയാം. നമുക്ക് ഓരോ നമ്മൾ വ്യത്യാസങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈറ്റയാത്ര ഭാഗത്ത് നിന്ന് അതിങ്ങൾ ചെയ്തോളി നിങ്ങൾ ഉഷാറായി അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യാൻ എന്നുള്ളൊരു നമുക്കൊരു അനുകൂലമായ നമുക്കൊരു ആവേശം ഉണ്ടാകുന്ന ഒരു പ്രകടനം ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിൽ അസുഖങ്ങൾ കുട്ടികൾ മാത്രമേ നമുക്ക് പിന്നെ എല്ലാ നിലക്കുള്ള പ്രചോദനം തന്നെ ഇന്ന ഭാഗത്തിന്റെ ക്രിസ്ത്യൻ ഇന്നാണ് തന്നെ പ്രസംഗം തന്നെ ഇരിക്കുമെന്നൊക്കെ തന്നെ ഓരോന്റെ സെന്ററുകളിൽ കയറ്റി തന്നതൊക്കെ വരാം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വേറെ അടുത്ത് കുറ്റിയുടെ കുഴിച്ചന എന്നനുസരിച്ച് ഇതേപോലെ പരിപാടി 2 ദിവസം പരിപാടി വെച്ചു. അവിടുന്ന് നമുക്കുണ്ടായ അനുഭവമാണ്. നമ്മളിങ്ങനെ ആലോചിക്കും നമ്മൾ പഠിച്ചത് ഉന്നതമായ സുന്നി ആചാരങ്ങള് പിന്നെ നമ്മൾ ആ തെയ്യില് വിശ്വസിക്കുന്ന ആചാരം പിന്നെ നമുക്ക് പറഞ്ഞൂടെ അത് പറയാനൊരു വേദിയില്ലെങ്കിൽ ഇന്നോട്ട് പൊയ്ക്കൂടെ എന്നത് എന്റെ മനസ്സിൽ അന്നേ ഈ റബീഉൽ അങ്ങനെ നിൽക്കുന്നതാണ് ഈ ഷഹർ മുബാറക്കിന്റെ ഈ വിവാദം വരുന്നത്. സത്യത്തിൽ പിന്നെ ഈ ചേളാരി വിഭാഗത്തിന്റെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ കാളമ്പാടി ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഇതിനെതിരല്ല എന്നാണ് ഞാൻ ഉസ്താദിനോട്ടൊക്കെ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത്. അപ്പൊ ഉസ്താദിനെ അതുപോലെ SKSFന്റെ നേതാക്കന്മാർ ഷെയർ മുബാറക്കിന്റെ വിഷയത്തിൽ വിളിച്ചിരുന്നു. പ്രത്യക്ഷത്തിൽ പിന്നെ കുറച്ച് നേരം കിട്ടുന്ന ഉസ്താദിന് തോന്നിയിട്ടുണ്ടോ? ഞാൻ കേട്ട അഭിപ്രായ പ്രകാരം സമസ്തന്റെ വൈസ് പ്രസിഡന്റ് ആനക്കര കോയപ്പത്തി മിഷനറിയാണ്. അതെ. കൊടിഞ്ഞു എന്ന സ്ഥലത്ത് വേർപ്പെടുത്തിയിരുന്നു. ഇപ്പൊ മൂപ്പര് കാരക്കൂര് പോകുന്നുണ്ട്. അതായത് മൂപ്പർക്ക് ഇന്നൊരു വിവാദമാക്കണ്ട എന്നുള്ള ഒരു അഭിപ്രായം മൂപ്പർക്കുണ്ട്. അതുപോലെ സമസ്തന്റെ പ്രസവർ പാറമൂർ ഉസ്താദ് പറയുന്നത് മടവൂർ മക്കാമിൽ അവിടെ രസമുള്ള ആളാണ്. മൂപ്പർക്കും ഇതിപ്പോ ഇങ്ങനെ വിവാഹമാക്കണ്ട ഇങ്ങനെ ഒരുപാട് കാലത്ത് അത് ഹക്കാണെന്ന് തെളിഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ റസൂലുള്ളാഹിന്റെ ഷാരി തന്നെ കുറ്റം പറഞ്ഞ അതുകൊണ്ട് ഹക്ക് വെളിവായതിനു ശേഷം നമുക്ക് ഇപ്പൊ പറഞ്ഞാൽ മതി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലുള്ള ആഗ്രഹം എന്നാണ് നമുക്ക് അടുത്ത ആളോട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് സത്യത്തിൽ സത്യത്തിൽ തലയിരിക്കുമ്പോ വാലാടിയതാണെന്നുള്ള ഉറപ്പാണ്. കാരണം ഈ പ്രായവും പക്വതയുള്ള പണ്ഡിതന്മാരെ തള്ളിയിട്ടാണ് ഈ വിഷയത്തിൽ ഇവരെന്ന് പറഞ്ഞാൽ ചെറുശ്ശേരി ഉസ്താദ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാല് ശരിക്കും സത്യം പറയാനത് ദാറുൽഹുദയെന്ന് എഴുതി കൊടുക്കുന്ന ആ പോയിന്റുകളാണ്. ശരിയാ. ഇപ്പൊ ചില മാധ്യമത്തിൽ ഉസ്താദിന്റെ ഒരു മേഖല വന്നിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ വായിച്ചു. ആ മേഖല സത്യത്തിൽ ഉസ്താദ് ഇവരല്ല നമുക്ക് വായിച്ചതറിയാം. അതുപോലെ തന്നെ പിന്നെ ജമാഅത്തിന്റെ പ്രബോധന എന്താണ് ഒരു മാസികയുണ്ട്. അതിക്ക് ഉസ്താദിന്റെ ഒരു അഭിമുഖമുണ്ട്. ഇതൊക്കെ പോലെ ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെ ഒരു അക്ഷരത്തെ നമുക്ക് വിഷയത്തിൽ തോന്നുന്നുണ്ട് മാത്രമല്ല. ഇത് മാത്രമല്ല ഞാൻ നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ ചോദിച്ചു അതിനെ കുറിച്ച് വലിയ അക്ഷരം വെല്ലുവിളിച്ച് ഞങ്ങള് അബുദാബിക്ക് നിങ്ങൾ വരാൻ തയ്യാറുണ്ടെങ്കിൽ ഇതും ടിക്കറ്റും ഒക്കെ ഫ്രീ ആയിട്ട് തരാം അങ്ങനെ വരാൻ തയ്യാറുണ്ടോ എന്ന് മുതൽ വെല്ലുവിളിച്ചു. വെല്ലുവിളിച്ചപ്പം ആ രണ്ടാമത്തെ ആവേശം വെല്ലുവിളിച്ചല്ലോ. അങ്ങനെ വെല്ലുവിളി പത്രസമ്മേളനം നടത്തിയിട്ട് ഏക്കിസ്ഥാൻ വെല്ലുവിളി സ്വീകരിച്ചു. പിന്നെ കുറ്റ്യാടി നടന്ന പ്രസംഗത്തിൽ വേറെ 2 പ്രസംഗങ്ങളിലും ഓരോരുത്തരെ വെല്ലുവിളി സ്വീകരിച്ചു. അങ്ങനെയാണ് വെല്ലുവിളിച്ച് വെല്ലുവിളി സ്വീകരിച്ചു. ഇനി ചെയ്യേണ്ടത് വെല്ലുവിളിച്ചാണ് കൊണ്ടുപോകാൻ വേണ്ടത്. അത് ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഞാൻ ആളുകൾ ഏറ്റവും പറഞ്ഞു വെല്ലുവിളിച്ചാൽ നമ്മൾ കൊണ്ടുപോകാനൊന്നല്ല. അത് വെല്ലുവിളി അങ്ങനെ അത് പരിപാടിക്ക് വരുന്നത് ഒരു ആവേശമാണ്. അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല എന്നൊരു വരോട് നമുക്ക് കിട്ടിയത്. ആരും പറയാനായിട്ടില്ല. ശരി. അപ്പൊ ആളുകളെ കൂടിയിരിക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കാനുള്ള വെല്ലുവിളിയാണെന്ന് അർത്ഥം.
നമ്മൾ വിളിക്കുന്ന വെല്ലുവിളൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന നമ്മൾ പ്രാപ്തിയാകുക അത് എല്ലാം വിൽക്കുക. ജനങ്ങൾക്ക് ഒരു ആവേശം നമ്മളുടെ നാട്ടിൽ മനസ്സിലാകും. അതെന്ന് എറിയുന്നതും മറുപടി അതെങ്ങനെയൊക്കെ ഏർപ്പാടാണ്. അല്ല ഈ വിഷയത്തിൽ ഉസ്താദ് പിന്നെ SKSFന്റെ ഏതെങ്കിലും പിന്നെ മറ്റുള്ള നേതാക്കന്മാരായിട്ട് ഈ വിഷയത്തിൽ പിന്നെ നേരിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെ എന്തെങ്കിലും ചർച്ചയോ അങ്ങനെ എന്തും നടത്തിയിട്ടുണ്ടോ? ചർച്ച നടത്തിയില്ല. നമ്മൾ പ്രാദേശിക ആളുകളായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ ആരും നിന്നും ഇതിന്റെ ആളുകളോട് ബന്ധപ്പെട്ടിട്ടില്ല. അല്ല അമ്പലക്കടവ് പ്രാദേശികമായിട്ട് നമ്മൾ സാധാരണ ബന്ധപ്പെടുന്ന വ്യക്തിപരമായിട്ട് ബന്ധമുണ്ടോ? ഇങ്ങനെയാ വ്യക്തിപരമായിട്ട് കണ്ണൂർ കോട്ടയിൽ വളരെ വ്യക്തിപരമായിട്ട് ബന്ധമാണ്. അത് ശരി. അപ്പൊ അവരാരെങ്കിലും ഈ വിഷയത്തിൽ സംസാരിക്കോ അല്ലെങ്കിൽ അവരോട് നമ്മൾ ബന്ധപ്പെട്ടിട്ടൊരു കാര്യമില്ല. അവരുമാരും ബന്ധപ്പെട്ടിട്ട് ഒരു സാധാരണ പ്രാദേശിക തലത്തിലുള്ള ആളുകൾ പോലും പറയാം നമ്മളിങ്ങനെ സംസാരിക്കാൻ എങ്ങനെ ഏറ്റി വയ്ക്കുന്നില്ല എന്ന് ചോദിച്ചു. അതാണ് മറുപടി. ആ ചോദ്യം വന്നു കഴിഞ്ഞോ? ഒരു പറഞ്ഞ മറുപടി എങ്ങനെ ഏറ്റി വയ്ക്കുന്നില്ലേ എന്ന് ചോദിച്ചു. നല്ല അങ്ങനത്തെ ഒരു മറുപടിയാണ് ഉണ്ടായ. ഇതിപ്പോ ഇന്നും രണ്ടുമൂന്നാൾ പല സമയത്തുണ്ടെങ്കിൽ ആളുകളെ വിളിക്കും, ചിലര് ഭീഷണിപ്പെടുത്തും, ചിലര് കുറെ അങ്ങോട്ട് കേൾക്കും. നമ്മൾ പറയുന്നത് ഇങ്ങനെ പിന്നെ മൊബൈൽ വെക്കാതെയാണ്. അല്ല ഉസ്താദ് ഈ പൂക്കിപ്പറമ്പ് പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ച് എന്താ കാരണം ഉണ്ടായിരുന്നോ? പ്രത്യേകിച്ച് ഞാൻ പറയും ഇങ്ങനെയൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഇത് ഏതൊരു പരിപാടിക്ക് പോയി അവിടുത്തെ അവസ്ഥകൾ അറിയാനാണ് വരുന്നത്. അത് ഞാൻ ചെന്നപ്പോ ഇന്ന അറിഞ്ഞ കുറച്ച് സുഖങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇതിന്റെ നിലപാട് നിൽക്കറിയാം. അത് ഞാൻ പ്രശ്നങ്ങൾ കേട്ടത് നമ്മൾ മനസ്സിലാക്കിയ രൂപത്തിൽ തന്നെയാണ് പ്രശ്നങ്ങളും ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അത് ചെന്നപ്പോ ഇന്ന അറിവ് ആളുകൾ പറഞ്ഞു നിങ്ങൾ പിന്നെ 10 സംസാരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ സംസാരിക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല നമ്മൾ സംസാരിക്കില്ല. ഞങ്ങൾ കുറച്ചേരം ഇരുന്നിട്ട് നിങ്ങൾ ഇതിന് അനുകൂലാണ് എന്നുള്ളത് പിന്തുണ അറിയിക്കുന്നത് അയാൾ ഞാൻ അറിയിച്ചോളാം. അങ്ങനെ ഇങ്ങോട്ട് കയറാൻ പറഞ്ഞു. അങ്ങനെ എപ്പോഴും കയറിയിരുന്നു. പിന്നെ ഇറങ്ങി പരിപാടി തീരുന്നവരെ പുറത്തിരുന്നു. പിന്നെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ശരി ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. അങ്ങനെ അവിടെ പിരിഞ്ഞു. അപ്പൊ ഇതിന്റെ ശേഷം എന്തെങ്കിലും പിന്നെ ഈ പങ്കെടുത്തതിന്റെ ശേഷം ഭീഷണിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഫോൺ കോളുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഭീഷണി ഫോണിൽ ഒരുപാട് നടന്നത് കൊല്ലുന്നു. അത് ശരി. നേതൃത്വത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഫോൺ കോൾ അങ്ങനെ നേതൃത്വത്തിനും അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് നമ്മളവിടെ പരസ്യമായിട്ട് അറിയിട്ടില്ലല്ലോ. അതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇരുന്നല്ലാതെ പിന്നെ നമ്മോട് ചോദിക്കുന്ന ആളുകളോട് നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയും. നമ്മളത് തെറ്റിച്ചറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഷാരി പാർക്കിന്റെ വിഷയത്തിൽ നമ്മളടുത്ത് കുറെ ഫാൾട്ടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താ ഫാൾട്ടുകൾ ചോദിക്കും. അപ്പൊ ഇങ്ങനെ ഓരോരോന്ന് പറയാം അത് ശരിയാണ് അത് ശരിയാണ് അങ്ങനെ വരണ്ടും ചെയ്യുന്നു അങ്ങനെ വരണ്ടും ചെയ്യുന്നു എന്ന് എസ് മറുപടി ഓരോന്നും ചെയ്യാം. അതൊക്കെയാണ് അവസ്ഥകൾ. അല്ല ഈ വിഷയത്തിൽ ഉള്ളിൽ അമർഷമുള്ള ഒരുപാട് ആളുകൾ ഇന്നും SKSFൽ ഉണ്ടോ ശരിക്കും ഈ വിഷയത്തിൽ? നമ്മൾ അറിഞ്ഞോന്ന് പറയണ്ട അങ്ങനൊന്നും പറയേണ്ടി ചെയ്യുന്നു. അങ്ങനൊന്നും വിമർശിക്കേണ്ടി ചെയ്തു. അത് പ്രതിഷേധിസ്ഥാനങ്ങനെ മറ്റേ ഡാനുകൾ അത് പറയേണ്ടി ചെയ്യുന്നു. മൂപ്പരെ തരേണ്ടി ചെയ്യുന്നു. ഇതിന് ഇതോടെ തീർത്താൻ മതി. ഇതിന് എതിർത്താൻ എതിർക്കുന്ന മൂപ്പര് പള്ളിണ്ടാക്കും. മൂപ്പരായിട്ട് പോകും. മൂപ്പരെ നിലപാട് നമ്മളെ കണ്ടെടുക്കാൻ പോയാൽ മതി. ഈ പൈസ ഈ സമ്പത്തും ഈ സമയത്ത് നമ്മള് വേറെ ഒന്ന് ചെലവാക്കിക്കാൻ അത് ഉപകാരപ്പെട്ടി നമ്മൾ ആ നേരത്തെ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ കൂട്ടത്തിലുണ്ട്. പക്ഷെ തുറന്നു പറയാനുള്ള മടിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തുറന്നു പറയാൻ പറ്റും. എന്റെ മഹലിൽ ഞാൻ എന്റെ സ്വന്തം നാട്ടിലെ മഹലിന്റെ അവസ്ഥ 198% UK സംസ്ഥക്കാരും ജീവികാരും മാത്രമുള്ള മഹലാണ്. അമ്മ മഹല് കാരണം ജിമാന്റെ കാര്യത്തിന്റെ അക്കാദമിന്റെ മീറ്റിംഗ് ഒക്കെ പറയാം. അത്രയും സക്സസ്ഫുള്ള മഹലാണ്. അവിടുന്നൊക്കെ നമ്മളിങ്ങനെ ഒറ്റവെച്ച് നിൽക്കാറ് നമ്മളെ വലിയൊരു പ്രശ്നം തന്നെയാണ്. നാട്ടിന്റെ പോലെ എല്ലാ ആൾക്കാരെ വിളിച്ചു. ഇത് 5 അറിഞ്ഞത് ഇന്നലെയാണ്. 5 പോലെ ഇവിടെ നിലമ്പൂർ ഭാഗത്ത് സ്കൂളിൽ പ്രൈവറ്റ് സ്കൂളിൽ കയറിയിട്ടുണ്ട്. അതൊക്കെ പ്രവർത്തകരാണ്. അപ്പൊ ഇന്നലെ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ കേട്ട് എന്താണ് അവസ്ഥ എന്താണ് അങ്ങനെ എന്തെങ്കിലും വിവാദത്തേക്ക് പോകാതെ പറഞ്ഞത് പോയത് പോയിരുന്നു പേരണ്ട അങ്ങനെ ഒറ്റപ്പെടും അങ്ങനെ അതൊക്കെ പറഞ്ഞു. അല്ല ഉസ്താദിന്റെ അനുഭവത്തിലുണ്ടോന്ന് അറിയില്ല. പ്രത്യേകിച്ച് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള വെച്ചാൽ പ്രത്യേകിച്ച് നമ്മളിപ്പോ വഹാബികളായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കുകയോ തർക്കിക്കുകയോ ചെയ്താലേ ഉടനെ പോലെ ചോദ്യം ഉണ്ട്. നീ ഏപ്പിക്കാരനാണല്ലേ, നീ കാന്തപുരത്തിന്റെ ആളാണല്ലേ, നീ പിന്നെ അതായത് ഉള്ള നിങ്ങളെ സമസ്തയിലുള്ള ആളാണ് എന്നുള്ള നിലയിലാണ് ചോദ്യം വരും. ഒരിക്കലും നീ എസ് കെ കാരനല്ലേ എന്നുള്ളൊരു ചോദ്യം ഇതുവരെ
ചോദിച്ചതായിട്ട് എന്റെ അനുഭവത്തില്ല. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ട്? കാരണം കേസവും ഈ കേസെന്ന് പറഞ്ഞാല് അത് മുജാഹിദിനോട് ചെറിയൊരു എല്ലാ സമീപനം സ്വീകരിക്കുന്ന ആളുകളാണെന്ന് മൊത്തത്തിൽ ധാരണയുണ്ട്. അത് ശരിയാ. അതുകൊണ്ട് തന്നെ അത് ഉണ്ടെന്നല്ല, അത് ഉണ്ടെന്നല്ല, അങ്ങനെ ഒരുപാട് ആൾ ചില സ്ഥലങ്ങളൊക്കെ സ്വീകരിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ. അതുകൊണ്ടായിരിക്കും ഉസ്താദ് പിന്നെ പരിപാടി നടത്തിയപ്പോ അത് വേണ്ടിയില്ലായിരുന്നു, ഏപ്പിക്കാർ വന്നിട്ട് നടത്തിക്കോളൂ എന്ന് പറയാൻ കാരണം അല്ലേ? നടത്തിക്കൊള്ളുന്നത് അത് മാത്രമല്ല, ഇന്ന് നമ്മൾ മറുപടി വെക്കാതിരുന്നത് നമ്മൾ കാര്യങ്ങൾ മുജാഹിദിന് മറുപടിക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ അതിനുള്ള ഒരു സജ്ജീകരണങ്ങളോ അതിനുള്ള ലക്കറുകളോ എഴുതി വെക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ സാധാരണ അമീത് വലിച്ച് അതുപോലെ തന്നെ പുസ്തകോത്സവ തക്കുകൾ പോലുള്ള ആളുകൾ അങ്ങനെ പുസ്തകത്തെ സ്ഥലത്ത് അതിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾക്ക് ബന്ധപ്പെട്ട് മറുപടി പറയും, ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അതിന്റെ മറുപടി പറയും. അതുകൊണ്ട് നമ്മൾ എഴുതി എഴുതിച്ചിട്ടില്ല. അതൊക്കെ ഇപ്പം നമ്മളിപ്പോ അതിങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തെങ്കിലും മറുപടി വന്നിട്ട് നമ്മൾ കിട്ടുന്നത്. അതിന് നിങ്ങൾ ഉദ്ദേശിച്ച് വരും അതിനുള്ള ജീവിതത്തിൽ ഇന്ന മറുപടി വേണം, അതിനുള്ള ജീവിതത്തിൽ ഇന്ന മറുപടി വേണം, ഇന്ന് കിട്ടാതിണ്ടാകും, ഇന്ന വ്യാപത്തിണ്ടാകും, ഇങ്ങനെ വെല്ലിക്കേണ്ടത് എന്ന് നമുക്ക് ധാന്യത ആളുണ്ടാക്കില്ല. ഈ വിഷയത്തിൽ ഉസ്താദിന് തോന്നുന്നുണ്ടോ പിന്നെ എന്തെങ്കിലും ഒരു സംഘടനാ തരത്തിലുള്ള നടപടിയോ വല്ലതും നേരിടേണ്ടി വരും എന്നുള്ളൊരു തോന്നലുണ്ടോ? സംഘടന നടപടിയൊന്നുമല്ല. സംഘടനപരമായ നടപടി നമ്മളിപ്പം ഈ കുറച്ച് വനത്തിനുള്ളതായിട്ട് സംഘടന മീറ്റിംഗോ ഒറ്റ നമ്മൾ പോകലില്ല. ഒറ്റപ്പുറം അത് ഉറപ്പാണ്. ഞാൻ ഇന്നാണ് നാട്ടിൽ പോയപ്പം നമ്മളുടെ സുഖത്തിൽ വിട്ടാണ് ഇങ്ങനെ കേട്ടറിഞ്ഞിട്ട് വെക്കാനും കൂടി നമ്മൾക്ക് വന്ന് ഇന്നെ വിളിച്ചു. ഞാൻ പോയി കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പോലെ തന്നെ നമ്മൾ സ്വീകരണം ഒരു സഹോദരഭാരത വിശദീകരണൂടെ വെക്കണ്ടേന്ന് വെച്ചു. നമ്മുടെ നാട്ടിലൊക്കെ പരിപാടി വെക്കുന്നതിനായി കൊല്ലുന്നതിന് സമ്മതം അത്രയും പ്രയാസന സംഗതിയാണ്. അങ്ങനെ പരിപാടി വെക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷാല് നമുക്ക് വെക്കാം. മകരത്തിലെ പരീക്ഷന്റെ ആ സമയം പരീക്ഷ തീർന്നോട്ടാണ് നല്ലത്. അതായത് നമ്മൾ ജോലി ചെയ്യുന്നത് സ്ഥാപനത്തിലായതുകൊണ്ട് അത് കുട്ടികൾക്കും പരീക്ഷയ്ക്കൊക്കെ ക്ഷീണം ചെയ്യും. അത് രണ്ടാമത് കഴിഞ്ഞിട്ട് ഇൻഷാല് റമദാന്റെ കുറച്ച് മുമ്പായിട്ട് നേരത്തെ കൂട്ടുന്നതോട് കൂടെ നമുക്ക് വെക്കാം എന്നുള്ളൊരു വാക്കുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ല പലപ്പോഴും പിന്നെ SKSSFന്റെ നേതാക്കൾ പിന്നെ ഈ സ്റ്റേറ്റ് നേതാക്കന്മാരുടെ ചില നിലപാടുകള് വഹാബികളോട് പിന്നെ കൈകൊടുത്താലും പിന്നെ ഈ AP സമസ്തക്കാരോട് ഒരു നിരക്കുള്ള ഒരു യോജിപ്പ് പാടില്ല എന്നാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്കറിയാം അന്ധമായ ഒരു വിവേകം അത് നല്ലോണം എല്ലാ നേതാക്കന്മാർക്കുണ്ട്. പിന്നെ നമുക്ക് ഒരു വിഷമം കിട്ടുന്ന കള്ളത് പാലക്കാട് തങ്ങളെ ഞാൻ എന്റെ മനസ്സിന്റെ വല്ലാതെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു കുടുംബമാണ് പാലക്കാട് തങ്ങൾ. എല്ലാവരും അങ്ങനെ തന്നെ. അപ്പൊ ശിഹാബ് തങ്ങൾ മരിച്ച സമയത്തൊക്കെ ഞാൻ എന്റെ ബന്ധപ്പെട്ടവർ മരിച്ചാലുണ്ടാണ് ദുഃഖത്തിലാണ് ദുഃഖമുണ്ടായി 2-3 ദിവസം കുറേക്കാരൊക്കെ ദ്രവ്യാർത്ഥത്തിന് പോയി 3ന്റെ പരിപാടി 7ന്റെ പരിപാടി എല്ലാ പരിപാടിക്കും എഴുതിയും തങ്ങളെ വീട്ടിൽ വെക്കുന്ന പങ്കെടുത്ത് അങ്ങനെ വൈദ്യുതി തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മൂത്തരം കൂടുതൽ മോശത്തരത്തിലാക്കിയത് നേതൃത്വമാണ്. ആ നിലക്ക് നമുക്ക് വല്ലാതെ അമർശപ്പോഴുണ്ട്. അത് കാരണം വെച്ചാൽ ഉസ്താദ് കാരണം വെച്ചാൽ ഈ വഹാവുദ്ദീൻ കൂരിയാട് അബുദാബിയിൽ പോയിരുന്നു ഈ സമ്മേളനം നടക്കുന്നതിന് മുന്നോടിയായിട്ട്. ആ സമയത്ത് ഇദ്ദേഹത്തോട് പിന്നെ കൂരിയാടിനോട് വിളിച്ചിട്ട് ചോദിച്ചിരുന്നു ഏതായാലും നിങ്ങൾ അബുദാബിയിലല്ലേ നിങ്ങൾ ഏതായാലും ഖസറജി അവിടെ ഉണ്ടല്ലോ മൂപ്പരായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് അതിന്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കി കൂടെ എന്ന് ചോദിച്ചപ്പോ ഇല്ല എനിക്ക് അവിടെ പോകാൻ വേണ്ട എനിക്ക് ആ വിഷയം ഒന്നും അറിയാൻ വേണ്ട എന്ന് പറഞ്ഞ ആളാണ് ഇപ്പം ഇതിൽ കക്ഷിയല്ലാത്ത ഒരു 3ാം കക്ഷി എന്ന് പറഞ്ഞ ആളെടുത്തുനിന്ന് ഒരു സാധനം വാങ്ങി വന്നു അയാൾ പറയുന്നത്. അതിൽ തന്നെ കൊണ്ടുവന്ന കത്ത് 2 കത്ത് ആദ്യം വായിച്ച കത്തൊന്ന് രണ്ടാമത് പത്രക്കാർക്ക് കൊടുത്ത കത്തൊന്ന് അതിന്റെ ശേഷം അയാൾ പത്രക്കാരോട് വിശദീകരിച്ച് പറഞ്ഞത് ആദ്യത്തെ കത്തിന്റെ വിശദീകരണം പോരാഞ്ഞിട്ട് 2ാമത് കത്ത് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 2ാമത്തെ കത്ത് ഈ ഹസൻ അയച്ചു കൊടുത്തതെന്ന് ഇയാൾ പറഞ്ഞത്. പക്ഷേ എന്താ പറയണ്ടേ ഇന്നൽ ബാത്തില കാന സുഹൂക്ക എന്ന് പറഞ്ഞതുപോലെ മൂപ്പര് പറഞ്ഞ കാരണം 2 കത്തിന് ഒരേ ഡേറ്റ് ആണുള്ളത്. 28 നിന്നല്ല മൂപ്പര് പറയുമ്പോ പിന്നെ കക്കാൻ പിടിക്കുമ്പോ നിൽക്കാൻ പിടിച്ചില്ല എന്ന് പറയുന്നുള്ള ഒരു ചെറിയ അബദ്ധം പറ്റിയതാണ്. ഇത് സത്യത്തിൽ വല്ല വ്യക്തിപരമായിട്ടുള്ള വല്ലാത്തൊരു പരിപാടി. അതിനപ്പുറത്ത് വർക്കശന സ്ഥാപനം അവിടെ പഠിപ്പിക്കുന്ന ആളുകൾ അവിടെ പഠിക്കുന്ന കുട്ടികൾ അവിടെ എന്താണ് സംഭവം അതിനൊന്നും മൊത്തത്തിൽ ഒരു വിഭാഗം ആളുകൾ സത്യത്തിൽ അറിവില്ല എന്നുള്ളതാണ്.
അല്ല പ്രത്യേകിച്ച് നമ്മളെ പ്രത്യേകിച്ച് ഞാൻ അല്ല പേരോട് ഉസ്താദൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഇ.കെ. ഉസ്താദിന് അതേപോലെ തന്നെ ശിഹാബ് എന്നൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്യുന്നൊക്കെ നമ്മൾ കേൾക്കല്ല. പക്ഷെ മറുവാദ ഈ ഷാഹുബാറത്തിന്റെ ഈ പ്രസംഗത്തിൽ 2 പ്രസംഗത്തിലും എത്രയോ സംശയങ്ങളുടെ പേര് വരണമെങ്കിൽ അല്ലാഹു ഖബർ വ്യക്തമാക്കി കൊടുക്കട്ടെ, ഖബർ ദർജ എത്തി കൊടുക്കട്ടെ എന്ന് പറയാതെ മുതൽ പ്രസംഗിക്കില്ല. അതെ 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 അത് പക്ഷെ എന്താണെന്നറിയില്ല, നിർഭാഗ്യവശാലും മറുഭാഗം വളരെ ശത്രുതാപരമായിട്ടുള്ള ഒരു സമീപനാണ് അത്. ഏതായാലും ഈ മുടിക്ക് പാണക്കാട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കന്മാർക്ക് കിട്ടുകയാണെങ്കിൽ അത് സ്ഥലത്തും വേണ്ട, കൊടുത്ത ആളും വേണ്ട, ഒന്നും വേണ്ട. അത് ഞാൻ ഉസ്താദ് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അന്വേഷിച്ചത്. എന്റെ ഒരു സുഹൃത്ത് ബോംബെയിലുണ്ട്. അപ്പം ബോംബെയിൽ ഏതൊരു സ്ഥലത്ത് വർഷത്തിൽ ഇങ്ങനെ ഷെയർ മുബാറക്ക് ഉള്ള വെള്ളം അവിടുന്ന് കൊല്ലത്തിൽ പിന്നെ ഹിന്ദുസ്ഥാനികൾ കൊടുക്കാറുണ്ട്. ആ ഏരിയ എന്ന് പറഞ്ഞാൽ SKSSFന് ഒരുപാട് സ്വാധീനം, ഒരുപാട് ആളുകളും പിന്നെ ഓഫീസും കാര്യമൊക്കെ പ്രവർത്തിക്കുന്ന ഏരിയയാണ് ആ ഏരിയ. അവിടെ ഇവരൊക്കെ വെള്ളമായി കുടിക്കലുണ്ട്. വെള്ളമായി കുടിക്കുന്ന സമയത്ത് അതിന്റെ സെനതുണ്ടോ, മുഫസ്സലുണ്ടോ, മുജ്മലുണ്ടോ എന്നൊന്നും ചോദിക്കാറില്ല. അപ്പോ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മറ്റേ നൗഷാദ് ഹസനായിട്ട് സംവാദത്തിന്റെ വ്യവസ്ഥ CD കണ്ടു. അതെ, അതിലും മറ്റേ വെല്ലൂരുള്ളതിന് സെനത് ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല, മർക്കസിലുള്ളതിന് മാത്രമേ വേണ്ടൂ എന്നാ ഇപ്പം പറയുന്നത്. കാരണം വെല്ലൂര് ചർച്ചയാക്കിയത് കാസിയാണ്. വെല്ലൂരത്തെ വെള്ളം തുറന്നിട്ടുണ്ട്. ആ വെല്ലൂരെ വെള്ളത്തിന് സനതുണ്ട്. അത് 25,000 റുപ്യക്ക് കുത്തി തോതിൽ എന്റെ കോളേജായ ദാരുൽ കൊടുക്കാൻ തയ്യാറുള്ളത്. നല്ല മൂപ്പരാണ് പക്ഷെ ചർച്ച വിട്ടത്. അതെ 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 നേരെ മറിച്ച് ദാരുൽ പിന്നെ വെല്ലൂരിന് പറഞ്ഞ വെള്ളം എന്തിന് പറഞ്ഞിട്ടാണ് പക്ഷെ എല്ലാവർക്കും വെള്ളത്തിന് സനതുണ്ട് എന്ന് നിനക്ക് മൂപ്പർ സംസാരിക്കാം. അങ്ങനെയാകുമ്പോ സനത് തെളിയിക്കേണ്ടത് ബാധ്യതയാണ്, പറഞ്ഞാൽ ബാധ്യതയാണ്. അതെ അതെ അല്ല പടച്ചോന്റെ ഏറ്റവും വലിയൊരു കുതിർത്ത് എന്ന് പറഞ്ഞാല്, കാരണം ഇത് നിഷേധിക്കുന്ന കാസിമിയെ കൊണ്ടും അമ്പലക്കടവിനെ കൊണ്ടും ഈ ഒരു വിവാദം വരുന്നതിന് മുന്നോടിയായിട്ട് അവർ ഇതിന്റെ മധു ഒരുപാട് പറഞ്ഞല്ലോ. അതെ അതെ കാരണം ലോകത്തുള്ള കൂട്ടത്തിൽ മൂപ്പർ അബുദാബിയിലെ ഹസ്രജിയുടെ പിന്നെ ഫാമിലി എണ്ണുകയും അത് രേഖാമൂലം പിന്നെ അവിടുത്തെ രേഖകൾ സൂചിപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അമ്പലക്കടവ്. ഇനിയിപ്പോ പിന്നെ ഇതുകൊണ്ട് ഈ വിവാദം കൊണ്ട് ഇപ്പൊ ഉണ്ടാകുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്കും പൊതുജനങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ഷിയാറിനോടുള്ള ബഹുമാനം അതില്ലാതായി. അതെ തീർച്ചയായും. റസൂലുള്ളാഹിനെ മുടിക്കും റസൂലുള്ളാഹിന്റെ ആചാരങ്ങൾക്കുണ്ടായിരുന്ന ബഹുമാനം, അത് പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ആ ബഹുമാനം അതവിടെ ഇല്ലാതായി. അത് വഹാബികൾക്ക് കൊട്ടിഘോഷിക്കാനും അവർക്ക് ലേഖനം എഴുതാനും അവർക്ക് പ്രസംഗിക്കുമ്പോൾ ക്ലിപ്പിടാനും ഉള്ള നല്ലൊരു അവസരം ഇതുകൊണ്ട് കിട്ടിയെന്നുള്ളതാണ്. അതെ അതെ ആളുകളുടെ ഇടയിൽ ഒരു മോശം. ഈ വിഷയത്തിൽ മുജാഹിദിന്റെ ശബ്ദം, ഈ വിഷയത്തിൽ SKSന്റെ ശബ്ദം, ഈ വിഷയത്തിൽ ഏകദേശം തുല്യാണെന്ന് പറയാം. അതെ 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 അല്ല ഉസ്താദ് ഇപ്പൊ ഇത് പാണക്കാട്ടെ തങ്ങന്മാരെ കുറ്റം പറയാനാണ്, പ്രായമുള്ള ഉസ്താദന്മാരെ കുറ്റം പറയാനോ പറ്റില്ല. ഇത് ഇടനിലക്കാരായിട്ടുള്ള നേതാക്കന്മാര് അവരാണ് ഇതിന്റെ പിന്നിലുള്ള ആളുകൾ. അത് ഉസ്താദ് പറഞ്ഞ സത്യമാണ്. കാരണം കാളമ്പാടി ഉസ്താദ് ഞാൻ പലവട്ടം ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഉസ്താദ് ഈ വിഷയത്തിൽ മൗനം പാലിക്കല്ലാതെ ഉസ്താദ് പരസ്യമായിട്ട് അത് പിന്നെ കാസിമിയുടെ ശൈലിയിൽ അതായത് അറബി പെണ്ണോ അല്ലെങ്കിൽ ബാർബർ ഷാപ്പെന്നോ അത്തരത്തിലുള്ള സമീപനം ഉസ്താദുമാര് പറയുന്നത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഉസ്താദ് ഇപ്പൊ പങ്കെടുത്തതിന്റെ ശേഷം വന്ന ഫോൺ കോളിൽ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരം ഉണ്ടായിട്ടുണ്ടോ? കുറ്റപ്പെടുത്തി എന്നാണ് നിങ്ങൾ വലുതായ വ്യത്യാസമെന്നല്ല, വ്യത്യാസമെന്നല്ല, വ്യക്തിത്വമുണ്ടാകും. കേട്ടില്ല, റേഞ്ച് കുറവാ, കേട്ടില്ല, ഒന്നുകൂടി പറയാം. നിങ്ങൾ പ്രസംഗം പഠിച്ച വ്യത്യാസമെന്നല്ല, നിങ്ങൾ വളർന്ന വ്യത്യാസമെന്നല്ല, പിന്നെ നിങ്ങൾ ചോറിന്റെ വ്യത്യാസത്തിന്റെ തന്നെ. നിങ്ങൾക്ക് ഇങ്ങനെ പോയാൽ സംസ്ഥാന വിട്ടുകൾ പറ്റും. നിങ്ങൾക്ക് ഓഫർ കിട്ടിയിട്ടുണ്ടാവും, പൈസ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലും സുന്നത്ത് ജമാഅത്തിനോട് കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് AP പൈസ കൊടുത്തു അതിന്റെ മായനല്ലേ? ഇപ്പൊ നമ്മളെ സ്നേഹത്തിൽ അൻവരി ഇപ്പൊ സജീവമായിട്ടുണ്ട്. മൂപ്പര് SKSന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കുറച്ചുകാലം. ശരി, അബ്ദുസമദ് അൻവരി അല്ലേ? അബ്ദുസമദ് അൻവരി. മൂപ്പര് ഇപ്പൊ പറ്റി നമ്മളെ മൊത്തത്തിൽ ജനങ്ങൾ പറഞ്ഞത് മൂപ്പർക്ക് എത്രയോ ലക്ഷക്കണക്കിന് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ പരിപാടിക്ക് പോണ പൈസ അതെ അതെ. അപ്പൊ മൂപ്പര് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ രാജിവെച്ച് AP ഗ്രൂപ്പിലേക്ക് പോയാൽ ലക്ഷങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഏതായാലും കൊണ്ടോട്ടി മേഖല അതിന്റെ പ്രസിഡന്റായ നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ നിങ്ങൾ കൂടി വന്നെന്ന് പറയേണ്ടി വരും. കോടികൾ കിട്ടുമല്ലോ. ഏതായാലും ആളുകൾക്ക് ഈ വിഷയത്തിൽ ഇങ്ങനൊരു ഇതുണ്ടായതുകൊണ്ട് ഇങ്ങനെ കുറെ ആളുകളെ മനസ്സിലുണ്ട്. ഇതുപോലെ വാണ്ടി എന്നുള്ളത് മനസ്സിലെല്ലാവരും മനസ്സിലുണ്ട്. ഏതായാലും ചുരുക്കത്തിൽ നിന്ന് ഇങ്ങനെ ഈ തർക്കങ്ങൾ നമ്മളെ നടത്തിയിട്ട് ഇങ്ങനെ റസൂലുള്ളാഹിനെ കൊണ്ടാണ് കളി. അതെ അതെ അതെ. ചുരുക്കി പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ മാത്രം. ഇപ്പൊ സ്വലാത്തുകളിൽ ഈ റമളാൻ 27-ാം രാവിലെ ഉള്ള ആ പ്രാർത്ഥനാ സദസ്സിനെതിരെ കാസിം ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. അതെ അതെ. പക്ഷെ ഈ കഴിഞ്ഞ റമളാനുമായി മുമ്പത്തെ റമളാനിൽ 27 രാവിലെ പ്രത്യേക പ്രാർത്ഥന പരിപാടിയും പ്രാവശ്യം പരിപാടിയൊക്കെ മുത്തരമാറ്റം മെമ്പാട് പല ക്രിസ്ത്യൻകൾ നടത്തലുണ്ട്. അല്ല, ഈ വിഷയത്തിൽ ഞാനിപ്പോ ഉസ്താദ് പൂക്കിപ്പറമ്പിൽ പരിപാടിയിൽ പങ്കെടുത്തെന്ന് ഞാൻ അറിഞ്ഞപ്പോ എനിക്ക് ആദ്യം തോന്നിയൊരു വിഷയം എന്താണെന്ന് ഉസ്താദെ, കാരണം അമ്പലക്കടവിന്റെ ഒരുപാട് പ്രസംഗങ്ങളിൽ അയാൾ ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഷെയർ മുബാറക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ SKSSFന്റെ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും AP ഗ്രൂപ്പുമായിട്ട് അടുത്തതായിട്ട് തെളിയിക്കാൻ പറ്റുമെന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതായത് ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ സജീവമായി കഴിഞ്ഞ പത്രത്തിന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഇൻഷാല്ലാഹ് നാട്ടിൽ തന്നെ നമ്മൾ സ്വീകരണ പരിപാടി ഷെയറുകാരത്തിന് സ്വീകരണം വെക്കണം എന്നാണ് മനസ്സിലുള്ളത്. ഇൻഷാ അല്ലാഹ് പഠിച്ചതിന് തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും പിന്നെ ഈ ഷെയർ മുബാറക്കിന്റെ വിഷയം അല്ലാണ്ട് സത്യത്തില് ഉസ്താദ് ആദ്യം AP ഗ്രൂപ്പുമായിട്ട് ഏതെങ്കിലും വിഷയത്തില് യോജിപ്പോ അടുപ്പോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അതിന് മുമ്പ്? യോജിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. രോഗമൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾക്ക് തന്ന ക്ലാസ്സുകൾ. ക്ലാസ്സിൽ നമ്മൾ പ്രസംഗങ്ങൾ നിലക്കണം ചിന്തിച്ചു. പക്ഷെ എന്നും എനിക്ക് കേരളത്തിന്റെ രാജ്യങ്ങളുടെ ഭയങ്കര താല്പര്യമാണ്. അത് നമ്മൾ രാഷ്ട്രീയത്തെ രീതിയുണ്ട്. രാഷ്ട്രീയത്തെ കേൾക്കുക, അല്ലെങ്കിൽ ചെലവരിൽ മറ്റുള്ള രാഷ്ട്രീയത്തിൽ അങ്ങനെ കേൾക്കും. അങ്ങനെ അത് വളരെ ഭയങ്കര താല്പര്യം കേരളത്താണ് വേണ്ടുന്നത്. പിന്നെ ഈ കൂടത്തായിട്ട് ഉസ്താദിന് എന്താ നേരിട്ട് ബന്ധം അങ്ങനെ ഉണ്ടോ? നേരിട്ട് ബന്ധം ഞാൻ പറഞ്ഞാലൊക്കെ ചിലപ്പോൾ അറിയാറുണ്ട്. ഞങ്ങൾ മേഖലകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കൊണ്ടോട്ടിയാണ് മേഖലയിൽ ഒരുപാട് പരിപാടിക്ക് പുറന്നിട്ടുണ്ട്. ബന്ധമുണ്ട്. അപ്പൊ ഏതായാലും അത് ഇനിയിപ്പോ ലക്ഷങ്ങളല്ല ഉസ്താദിന്റെ വിഷയത്തിൽ, ഇനിയിപ്പോ ഉസ്താദ് വിഷയത്തിൽ ഷെയർ മുബാറക്കിന്റെ വിഷയത്തിൽ AP ഗ്രൂപ്പിന്റെ ഒന്നായിട്ടാണെന്ന് അറിഞ്ഞാല് തീർച്ചയായിട്ടും കോടികൾ കൈപ്പറ്റി എന്നുള്ള ആരോപണം ഏതായാലും ഉണ്ടാവും. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദ് വിഷയത്തിൽ സജീവമായിട്ട് ഇടപെട്ടേലും എന്താ പറയണ്ട വിഷയം ഇൻഷാ അല്ലാഹ് ജനങ്ങളോട് തുറന്ന് പറയാനുള്ളൊരു സന്മനസ് കാണിച്ചതിലും കുറച്ച് ഉസ്താദിന് പ്രത്യേകം ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും സുന്നത്യമായത്തിന്റെ വിഷയത്തിൽ ഞാനിപ്പോ ഉസ്താദിനെ വിളിക്കാൻ തന്നെയുള്ള കാരണം അതാണ്. സുന്നത്യമായത്തുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തമ്മിൽ ഇരുമ്പ് പരിചയവും ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇങ്ങനെ ഒരാള് അന്ന് പരിപാടി നൗഷാദ് ഹസന്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം എന്റെ മനസ്സിൽ ഓടിയത് അമ്പലക്കടവ് പറഞ്ഞൊരു വാദം അത് അവിടെ പൊളിയാണ്. കാരണം അമ്പലക്കടവും പറയുന്നുണ്ട്, സംഭവം പറയുന്നുണ്ട്. അല്ല, ഇതിപ്പോ പ്രത്യക്ഷത്തിലുള്ള ഇപ്പോ അലവിദാരിമി എന്നുള്ള ഒരാളല്ലാതെ നൂറുകണക്കിന് ആളുകൾ മാനസികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടും തന്നെ നമ്മളെ ഈ വിഷയത്തിൽ അവരോട് അകൽച്ച ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദ് സംസാരിച്ചതിൽ വലിയ സന്തോഷം. പ്രത്യേകം ദുആ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വിളിച്ചിരുന്നു വിഷയത്തിന് ശേഷം അല്ലല്ല ഇപ്പൊ അടുത്തായിട്ട് കുറച്ചായിട്ട്. അപ്പൊ നാസിർ ഫൈസി എന്ന് പറഞ്ഞാല് മുജാഹിദിന്റെ കൂട്ടത്തിലുള്ള മുജാഹിദ് വാലിശ്ശേരിന്റെ അതേ ടൈപ്പാണ്. അതായത് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയും. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞൊരു സത്യം, അതായത് കാന്തപുര ഉസ്താദിന്റെ കയ്യിലാണ് ഷെയർ മുബാറക്ക് കിട്ടിയത് എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഇത് സ്വീകരിക്കാത്തതെന്നുള്ള മൂപ്പര് വ്യക്തമായിട്ട് പറഞ്ഞു. നാസിർ ഫൈസി പറഞ്ഞു.
പറഞ്ഞില്ലേ? സത്യം അതാണ്. അത് സത്യം അതാണെന്ന് പറഞ്ഞാൽ, അതായത് ഇന്ന് ഇവര് പിന്നെ SKSSFന്റെ ആൾക്കാരടക്കം പിന്നെ ലത്തീഫിയയിൽ, വെല്ലൂര് ലത്തീഫിയയിലുള്ള ഷാർ മുബാറക്ക് അത് എന്നോട് ഇയാൾ പറഞ്ഞത് മുത്തവാത്തിർ കൊണ്ട് സ്ഥിരപ്പെട്ട ആ പിന്നെ ഘടന അനുസരിച്ച് സ്ഥിരപ്പെട്ട ഷാർ മുബാറക്കാണ് ലത്തീഫിയയിലുള്ളതെന്നാണ് ആര് പറഞ്ഞത്? നാസിർ ഫൈസി പറഞ്ഞത്. അപ്പൊ ഞാൻ നാസിർ ഫൈസിനോട് ഞാൻ അപ്പൊ തന്നെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ലത്തീഫിയയിലുള്ള ഷാർ മുബാറക്ക് നാളെ മർക്കസിലേക്ക് എത്തപ്പെട്ടാൽ അതിന്റെ വെള്ളങ്ങൾ കുടിക്കുമെന്ന് വെച്ചു. അതിന് സുബ്ഹാനല്ലാ മൂപ്പര് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാല്, മർക്കസ് കാന്തപുരമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ കുടിക്കൂല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ ഒരു കുപ്പി നിങ്ങൾ മർക്കസിലേക്ക് പോകേണ്ട ഒരു കുപ്പി വെള്ളം ഞാൻ എടുത്തിട്ട് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നാൽ നിങ്ങൾ കുടിക്കുമെന്ന് വെച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞ് ആ ഭാഗം എന്നോട് പറയാൻ വേണ്ട, ഞാൻ തൊടൂലാന്ന് പറഞ്ഞു. എന്നിട്ട് അതെ, രോഗാതാണെന്ന് മനസ്സിലായി. ഇനി അല്ല ഉസ്താദ് ബാക്കി പറയണം, അതിന് മുന്നേ ഞാൻ ആമുഖമായിട്ട് ഉസ്താദിനോട് ഈ വിഷയം പറയുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ശേഷം ഇയാൾ ഞാൻ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു, ഖുർആനും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് സംസം വെള്ളം. ആ സംസം വെള്ളം കാന്തപുരത്തിന്റെ കൈകളിലൂടെ വരികയാണെങ്കിൽ ഞാൻ കുടിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ ഇൻഷാല്ല നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. ഇൻഷാല്ല നിങ്ങളെ ഏതായാലും പരിചയപ്പെടാൻ ഇത്തിരി വൈകി. അതൊന്നുമില്ല, ഇന്നാലില്ലാഹു പറയാനായിട്ടില്ല, ഇനി ബാക്കിയും കൂടി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഞാൻ ചോദിക്കാതെ, എന്നിട്ട് മൂപ്പര് പറഞ്ഞു, ഇനി നാളെ റൗള ഷെരീഫിന്റെ അധികാരം കാന്തപുരത്തിന്റെ കൈ കിട്ടിയാൽ അത് ഞാൻ വിശ്വസിക്കൂല എന്ന് നാസിർ ഫൈസി പറഞ്ഞത് പർച്ചുവിന്റെ ഒഫിക്കൊണ്ട് ഞാൻ തെളിയിക്കും. അതുണ്ട്. അതിൻഷാൽ ആർക്ക് വേണമെങ്കിലും അത് ഞാൻ കൈമാറാൻ തയ്യാറാണ്. അതെ, ഇനിയിപ്പോ ഉസ്താദിന്റെ അനുഭവങ്ങൾ പറയാം. എന്റെ അനുഭവങ്ങൾ കേൾക്കാനല്ലേ, ഉസ്താദിന്റെ ഒന്ന് കേൾക്കട്ടെ, പറ. നമ്മൾ പറഞ്ഞാലേ നമ്മൾ ചെറുപ്പത്തിലെ നമ്മള് മദ്രസയിൽ പഠിച്ചു, അങ്ങനെ നമ്മൾ വളർന്നു. നമ്മളിങ്ങനെ മറ്റൊരു തന്നെ ബസ്സിന് പോയി അങ്ങനെ അത്രയും സംസാരിക്കും. സംസാരിക്കുന്ന ഒരു പേര് നമുക്കില്ല. അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ കേട്ടതും നമ്മൾ അറിഞ്ഞതും AP എന്ന് പറഞ്ഞാൽ അതൊരു അങ്ങനെ എന്തോ ഒരു പുസ്തകം പുസ്തകമൊക്കെ വാങ്ങി തെറ്റുകൾ മാത്രം ചെയ്യണേ, വ്യതിചരിക്കണേ, കക്കണേ, വെട്ടിയിട്ട് നടക്കണേ, അങ്ങനത്തെ അങ്ങനത്തെ ഒരു രൂപമാണ് നമ്മൾ പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതും നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. പിന്നെ അങ്ങനത്തെ ഒരു മനുഷ്യനായിട്ട് ബന്ധപ്പെടാനോ അങ്ങനത്തെ ഒരാളെ സ്ഥാപനത്തിൽ പോകാനോ അത് നമുക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായി മനസ്സ് വരില്ല. മാത്രമല്ല, പിന്നെ നമ്മളിപ്പോ എന്തെങ്കിലും വിഷയങ്ങൾ വരുന്ന നേതാക്കന്മാരെ പ്രസംഗിക്കും, അത് കേട്ട് നമ്മൾ പ്രസംഗിക്കും. അതിന് അത്രപ്പുറം നമ്മൾ ചിന്തിക്കില്ല. ഇപ്പം സമസ്തന്റെ ഗോൾഡൻ ജൂബിലി വന്ന് മധ്യവേദന സമ്മേളനം വന്ന് SKSFന്റെ മനുഷ്യകാരിക വരും, ഇങ്ങനെ ഓരോ പരിപാടികൾ വരുമ്പോൾ നമുക്ക് പിന്നെ സർക്കുലർ വരും. സംസ്ഥാന കമ്മിറ്റിയിൽ പിന്നെ ജില്ലാ കമ്മിറ്റിക്ക്, ജില്ലാ കമ്മിറ്റിക്ക് മേഖലാ കമ്മിറ്റിക്ക്, മേഖലാ കമ്മിറ്റി പഞ്ചായത്ത്, അങ്ങനെ യൂണിറ്റ് വരെ സർക്കുലർ വരും. അപ്പൊ ആ സർക്കുലറിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ പറയണമെന്നൊക്കെ. അപ്പൊ ആ വിഷയങ്ങൾ നമ്മൾ പറയാനപ്പുറപ്പുറമേ നമ്മൾ ചിന്തിക്കില്ല. അങ്ങനത്തെ പാണക്കാട് കണ്ണനുണ്ട്, ചെറുശ്ശേരി സ്ഥാനങ്ങളിലെ പണ്ഡിതന്മാരുണ്ട്, കാളന്മാർ സ്ഥലങ്ങളിലെ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അപ്പൊ അവരൊന്നും ഇങ്ങനെ അവരൊക്കെ മറ പിടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അത് നമ്മൾ പ്രസംഗിക്കും. നമ്മൾ അങ്ങോട്ടുകൂടെ ചിന്തിക്കൂല, നമ്മൾ കേൾക്കാനും പ്രസിദ്ധം ഉണ്ടാവും, ചെറുത്താനും ആളെന്തായാലും ഉണ്ടാവും. ആ നിലക്ക് നമ്മളിങ്ങനെ പ്രവർത്തിക്കും. നമ്മൾ ചിന്തിക്കുന്നില്ല. ഉസ്താദ് കാളമ്പാടി ഉസ്താദ് ഷെയർ മുബാറക്കിന്റെ വിഷയത്തിൽ ആദ്യം പറഞ്ഞ ഒരു പിന്നെ സംസാര ഉസ്താദ് കേട്ടിട്ടെന്നറിയില്ല. അതായത് അമ്പലക്കടവിന്റെ അടുക്കുള്ള നാവ് പിടിച്ചു കെട്ടിയിടാൻ എന്നെ കൊണ്ടാവൂല. അതായത് നമ്മൾ പണ്ഡിതന്മാര് ഈ ഷെയർ മുബാറക്കിനെതിരെ സംസാരിച്ചിട്ടില്ല. അതിന്റെ താഴെയുള്ള ഇവരെ പോലെ അമ്പലക്കടവും കാസിമി അടക്കമുള്ള ആളുകളാണ് ഇതിനെതിരെ പിന്നെ ശബ്ദിക്കുന്നതെന്നും അത്തരം ആളുകളെ നാവ് പിടിച്ചു കെട്ടാൻ ഞങ്ങളെ കൊണ്ടാവൂല എന്നും കാളമ്പാടി ഉസ്താദ് പറയുന്നത് അത് ഞാൻ വിളിച്ചപ്പോ തന്നെ ഉസ്താദ് പറഞ്ഞത്. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പോകുന്നത് പിന്നെ അഫ്സൽ സക്കാത്തി അതിൽ പോകുന്നു. അഫ്സൽ സക്കാത്തിന് പോകുന്നത് നമുക്കൊക്കെ സ്റ്റോൺ ഇന്നൂടി കൂടി. കാരണം മൂപ്പര സംസാരങ്ങളും മൂപ്പര് ഞാൻ അങ്ങനെ അനുഭവം ഉണ്ട്, ഞാൻ ഇങ്ങനെ അനുഭവം ഉണ്ട്, ഞാൻ മൂപ്പരോട് അവിടെ പോയി, ഞാൻ ഇവിടെ പോയി, ഇങ്ങനെ ഒരുപാട് പറയാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ പോയി നമ്മൾ ഒച്ചക്കായിട്ടും വേദിയിലായിട്ടും പറഞ്ഞിട്ടുണ്ട്. മൂപ്പരെ കൂടെ നമ്മൾ ഒരുപാട് വേദി പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ അതിനെ പറ്റി ഒരുപാട് പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. ഞാനും ഇതാകാറും ഞാൻ അഫ്സൽക്കാരിന് പരിചയപ്പെടുത്തും, നെയ്ത്തുസ്ഥാനിന് പരിചയപ്പെടുത്തും. അങ്ങനെ പറയും. അതിനെ ശരിയാക്കിയിട്ട് പിന്നെ അഫ്സൽക്കാരി പ്രസംഗിക്കും. അങ്ങനെ ഒരുപാട് വേദി നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൂടെ പോകുന്ന ഒരുപാട് വിവാദങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കും, നമ്മളൊരു ഭാഗത്ത് മാത്രം ചിന്തിക്കും. പക്ഷെ ഈ ഷാരൂഖാരത്തിന്റെ വിവാദം വന്നപ്പോ നമ്മളിങ്ങനെ ആലോചിച്ചു,
രണ്ട് കൂട്ടര പ്രസംഗങ്ങളും നമ്മൾ കേട്ടു, രണ്ട് വിഭാഗ വാദങ്ങളും കേട്ടു. അതുപോലെ കേട്ടപ്പോൾ നമ്മൾ വസ്തുത ചിന്തിച്ച് എന്താ ഇതിന്റെ വസ്തുത എന്താണ്. അങ്ങനെ ആ വസ്തുത ചിന്തിച്ചപ്പോഴാണ് ഇതിങ്ങനെ അതൊരു വ്യക്തിയോടുള്ളൊരു വൈരാഗ്യം മാത്രം. ഒരു സംസ്ഥാനം എന്ന വലിയൊരു പ്രസ്ഥാനം, വിശ്വാസം എന്ന് പറഞ്ഞ വലിയൊരു പ്രസ്ഥാനം, ഈ രണ്ട് പ്രസ്ഥാനം ഒരു വ്യക്തിക്കെതിരെയാണ് തിരിഞ്ഞത്. അതൊരു വ്യക്തിയെ തകർക്കാൻ ഈ രണ്ട് പ്രസ്ഥാനങ്ങളിലൂടെ ഇറങ്ങിത്തിരിക്കുക മാത്രമേ സുരക്ഷിതമായിട്ട് വരാനോ ഒരു ദാവത്ത് നടത്താനോ അതല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രശ്നങ്ങൾ നടത്താനോ ഒരു സമ്മേളനം നടത്തിയാൽ ആ സമ്മേളനത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു വിഷയം പറയാൻ ഒന്നുമില്ല. അപ്പൊ ചെറുശ്ശേരിസ്ഥാൻ 20 മിനിറ്റ് പ്രസംഗിക്കുകയാണെങ്കിൽ സമാധാനം 1 മണിക്കൂർ പ്രസംഗിക്കാം. ചെറുശ്ശേരിസ്ഥാൻ 10 മിനിറ്റ് പ്രസംഗിക്കുകയാണെങ്കിൽ പിന്നാലെ കുട്ടികൾ 3 മണിക്കൂർ പ്രസംഗിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോരുമ്പോ അത് അന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. പട്ടിക്കാട് സമ്മേളനം എല്ലാ കൊല്ല സമ്മേളനം നമ്മൾ പോകുന്നതാണ് നമ്മുടെ റേഞ്ചിന്റെ കീഴിലും വ്യത്യാസങ്ങൾ കമ്മിറ്റിന്റെ കീഴിലും അതിന്റെ പ്രചാരണം നടത്തലുണ്ട്. അപ്പൊ ജാമ്യയുടെ സമ്മേളനത്തിന് പോവുകയാണെങ്കിൽ മുന്നിൽ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെ തിരിക്കും. അറബികൾ വരും, അറബികൾ പറയാൻ പറ്റി ഒരു കുറെ പ്രസവിച്ചു പോകും, ഇവരും കുറെ പ്രസവിച്ചു പോകും. അവസാനം ഉസ്താദുമാരെ പ്രസവിക്കാൻ വേണ്ടി ആളുകളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ ഈ ഇറങ്ങിയിട്ടില്ല ഓരോ ആൾക്കാർ പോലെ വളരെ തീവ്രമായ മസാലകളെ മാത്രം നിൽക്കും. ഏഴ് കുറച്ച് കാര്യങ്ങൾ പറയും. ഒന്നല്ലാതെ ഈ കൂടെ സമ്മേളനം കൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കി ചുറ്റു പറഞ്ഞ ഈ ഷാറൂഖ് വിവാദം വന്നപ്പോ അത് തനത് വേണം എന്ന കാര്യമുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞത് എന്തെങ്കിലും സനത് അത് സനത് എങ്ങനെ ഉണ്ടാകണം, എവിടുന്നുണ്ടാകണം, ഈ സനത് ഇല്ലാതെ മൂപ്പരയ്ക്ക് അറിയോ. അത് മൂപ്പര ഞാൻ പിന്നെ വർക്ക് സമയത്തിന്റെ സീതി നമ്മൾ വാങ്ങുക, സീതി നമ്മൾ കേട്ടു. മുമ്പ് ഒരു പരസ്യമായിട്ട് ഞാൻ പിന്നെ ഹസരത് ഷാറുഖാർക്ക് കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷം പിന്നെ ഒരാൾ സനത് കൊണ്ട് വായിച്ചിട്ട് പിന്നെ ആ ഒരു പ്രസ്താവന പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു ഭാഗത്താണ് സനത് വായിച്ചിട്ടില്ലെന്ന് കള്ളമുടിയാണെന്ന് പറയാം. പിന്നെ ഒരു വിഭാഗത്തിൽ ഇവര് തന്നെ 6 അഭിപ്രായമോ ഷാറുഖാർക്കിനെ പറ്റി പറഞ്ഞു. ആ 6 അഭിപ്രായങ്ങളും ഇവരെ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇതിലെന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ തോന്നി. അപ്പോ പിന്നെ ആദ്യം പിന്നെ അമ്പലക്കട പറഞ്ഞ ഒരു കെട്ടുമുടി വർക്കത്തിലുണ്ട്. ഒരു കെട്ടുമുടിയുള്ള ആളെ കയ്യിൽ നിന്നാണ് കൊച്ചെന്ന് പറഞ്ഞതാണ് സമയത്താണ് ഒരു കെട്ടുമുടി ഉണ്ട്. അതാണ് പച്ച നോളയെന്ന് നമുക്ക് ഒരുപാട് ആളുകൾ നമ്മൾ അന്വേഷിക്കുന്നത് പച്ച നോളയാന്ന് മനസ്സിലായി. മാത്രമല്ല അമീരയുടെ ആദ്യത്തെ പ്രസംഗത്തിൽ ഹസരവിന്റെ സനത്തിന്റെ മുടിയുണ്ട്. അത് റബിയുള്ളവരിൽ 26,000 മുക്കിട്ട് വെള്ളം കൊടുക്കലുണ്ട്. അത് വേദിയിൽ അറിയപ്പെട്ടതാണ്. ഇങ്ങനെ 30 ഉഷാറായിട്ട് പ്രസംഗിക്കുക. ആ പ്രസംഗത്തിന്റെ സമയം പങ്കെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ നിന്നുള്ളൊരു സാധനം വർക്കത്തിൽ കിട്ടിയതോ അത് സനദില്ല എന്ന് പറഞ്ഞതോ അത് എന്തുകൊണ്ട് മുപ്പെടുക്കാം. നമ്മൾ നോക്കുമ്പോൾ അത് മുപ്പതിനുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമാണെന്ന് മനസ്സിലായി. പിന്നെ കാശിന് പ്രത്യേകിച്ച് കാശിന് പറഞ്ഞു ആദ്യം സൗദിന്റെ മുന്നിലെ മുടിയാണ്. മൂപ്പരല്ല വേറെ പ്രസവത്തിൽ പറഞ്ഞ വിയത്തിന്റെ മുടിയാണ്. സലാത്ത് നഗറിന് ബദലായിട്ട് സലാമത്ത് നഗർ സംഘടിപ്പിച്ചു. അപ്പൊ ഞങ്ങളൊക്കെ അത് സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കാനാണ്. അപ്പൊ അന്ന് മൂപ്പര് പറഞ്ഞത് ഈ മർക്കസിലെ മുടി വെള്ളം കുടിച്ചവർക്കൊക്കെ അനുവാദം ഉണ്ടാകും. കാരണം അത് ഏത്തിന്റെ മുടിയാണ്. അതൊക്കെ ഞങ്ങൾ അച്ഛൻ ക്രിസ്ത്യാനി ഒപ്പുണ്ടല്ലോ. അങ്ങനെ ഏത്തിന്റെ മുടി തോന്നാൻ അത് കുറിച്ചുള്ള പരിപാടി വേഗം ഉണ്ടാകും എന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ ശേഷം വിവാദം കനത്തപ്പോ പിന്നെ വായുദേവി പറഞ്ഞു അത് ഒരു പ്രത്യേക കെമിക്കൽ നാരിയിൽ ഉണ്ടാക്കിയതല്ല. അതിന്റെയൊക്കെ ശേഷം ലാസ്റ്റ് ഇപ്പം വേറെ തന്നെ സമ്മേളനം കഴിക്കുമ്പോൾ സമ്മേളനത്തിൽ പറഞ്ഞത് അത് ബാർബർ ഷാപ്പിലെ 7 ആളുകളെ മുടിയാണ്. ഞാൻ പഠിച്ച കോളേജിൽ നന്ദികാനത്തരവർദ്ധി കോളേജിൽ ഇപ്പോഴത്തെ പ്രിൻസിപ്പലുണ്ട്. പിന്നെ മൂസക്കുട്ടി ഉത്തരത്തിൽ നല്ല കിട്ടാറുകൾ നല്ല ബന്ധുക്കളാണ്. മൂപ്പർ പറഞ്ഞു അത് സ്ട്രോങ്ങിന്റെ കാര്യമൊക്കെ മുടിയെന്നാണ്. അപ്പൊ ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യ ഒരുപാട് അഭിപ്രായങ്ങൾ അത് ഇതിനൊരു കോർഡിനേഷൻ ഇല്ല. മൂപ്പരാണ്ട് എതിർക്കുക അത് തൊണയിൽ എന്തൊക്കെ കിട്ടുന്ന അതിങ്ങനെ പറയാം. അങ്ങനത്തെ ഒരു ചുറ്റുപാടാണ് നമുക്ക് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചപ്പോ എന്നൊക്കെ മനസ്സിലായി. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോ നമ്മൾ ബന്ധപ്പെട്ട ഒരുപാട് ആളുകളോട് എന്നോട് ഇങ്ങനെയൊക്കെ നമ്മൾ പറയാനും മോശമല്ലേ. ഒരു കോർഡിനേഷൻ ഇല്ലാതെ നമ്മൾ പറയാം. അപ്പൊ അത് എതിർക്കാൻ നമുക്ക് എന്തും പറയാം. അത് മൂപ്പർ എതിർക്കലാണ്, മൂപ്പർ ഇല്ലാത്തല്ല നമ്മുടെ ലക്ഷ്യം, മൂപ്പർ എതിർക്കാനാണ് നമ്മുടെ ലക്ഷ്യം എന്ന് സംഘടനാപരമായിട്ട് നമ്മൾ ബന്ധമുള്ള ഒരു നേതാവ് പറഞ്ഞു. അത് മൊത്തത്തിൽ എല്ലാവർക്കും മൂപ്പരോട് വ്യക്തിപരമായ വൈരാഗ്യം, മൂപ്പറിന് എന്ത് നന്മ ചെയ്താലും അത് നന്മാന്ന് അംഗീകരിച്ചാൽ നമുക്ക് പരാജയം. കാരണം നമ്മളെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ മൂപ്പർ എതിർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് എന്ന നിലക്കാണ്. അതെല്ലാം സുന്നതമായിട്ട് എതിർപ്പിക്കാനോ സുന്നതമായിട്ട് പറയാനോ മുജാഹിദിനെതിരെ സംസാരിക്കാനോ ഞാനിപ്പോ അതിനൊക്കെ പുറമുണ്ട്.
ഉസ്താദ് ഇപ്പൊ കുറെ കാലം SKSF-ന്റെ പിന്നെ നേതൃത്വത്തിലുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ ഉസ്താദിന് പറയാൻ പറ്റുമോ? സത്യത്തില് ഈ പുത്തൻവാദികളെ പിന്നെ എതിർക്കുന്ന വിഷയത്തിൽ SKSF വളരെ പിന്നോക്കാന്ന് ഞാൻ പറഞ്ഞ ഉസ്താദിനെ നിഷേധിക്കാൻ പറ്റുമോ? അത് പിന്നോക്കം എതിർക്കണം എന്നുള്ള ഒരുപാട് ആളുകൾ സ്റ്റേറ്റുകളുണ്ട്. മുജാഹിദുകളെ എതിർക്കണം, എനിക്ക് മറുപടി വെക്കണം എന്ന് പറയാൻ അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ മറുപടി വെക്കാൻ ചന്തി ഉറപ്പിച്ച് ഇങ്ങനെ വെല്ലുവിളിച്ചിട്ട് നിൽക്കാൻ പറ്റൂരില്ല എന്നുള്ളതാണ് സത്യം. അതെ, വേറെ ഒരുപാട് ആളുകളുണ്ട്. കിതാബ് എല്ലാവർക്കും ചെയ്യും. അത് കിതാബ് ചെയ്യുന്ന പോലെ വേറെ വെല്ലുവിളിക്കാനും പോലെ ചോദിച്ചിന് പിന്നെ സ്റ്റേജിൽ ഇറച്ചിരുന്നിട്ട് മറുപടി പറയാൻ വരിക എന്ന് പറയാൻ പറ്റിയ ആളുകൾ സത്യത്തിലില്ല. പക്ഷെ അങ്ങനെ പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ SKSF-ലുണ്ട്. അല്ല, ഇയാളോട് ഞാൻ മറ്റേ ഈ സംസം വെള്ളത്തിന്റെ മറ്റേ ഷെറുബാറക്കിന്റെ ഈ നാസിർ ഫൈസിയായി സംസാരിച്ച അതേ ഭാഗത്തിന് അദ്ദേഹം പറയുന്നുണ്ട്, പുത്തൻവാദികളായിട്ട് വേദി പങ്കിടുന്നതിൽ യാതൊരു തെറ്റില്ല, ശംസുൽ ഉലമ പിന്നെ കാണിച്ചു തന്ന മാർഗ അങ്ങനെയുള്ളൊരു മാർഗം അയാൾ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇടച്ചിൽ വരുന്ന രണ്ടാമത്തെ പ്രധാന കാരണം എന്നാല് ചെന്നാൽ അതായത് ഈ സുലൈമാൻ ഉസ്താദികളായില്ലേ, സുലൈമാൻ ഉസ്താദാ, അതായത് സമൂഹത്തിൽ തന്റെ വൈസ് പ്രസിഡന്റ്, അതെ അതെ അറിയാം, ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതെ അതെ. അമൂപ്പര് നാട്ടിലാണ് ഞാൻ മദ്രസയിൽ ജോലി ചെയ്യുന്നത്. അതിന് തൊട്ടപ്പുറത്തെ മഹലിലാണ് ഞാൻ പള്ളിയിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ മദ്രസിന്റെ അടുത്ത് ഈ കഴിഞ്ഞ റബിയുണ്ടായിരുന്നു മുനീർ മദനി മലയൂർ എന്ന് പറഞ്ഞ മുജാഹിദിന്റെ നേതാവ് വന്നിട്ട് പ്രസംഗിച്ചു നല്ല മൗലിക കഴിക്കുന്നത് നരകത്തിലേക്കാണെന്നും അവിടെ അരച്ച് തിന്നുന്നതിനാണ് നല്ലത്, കണ്ണിന്റെ അരച്ച് തിന്നാണെന്നൊക്കെ പറയുന്ന ഒരു 1.5 മണിക്കൂർ നല്ല പ്രസംഗം നടത്തി. ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി കൂടുതൽ നിന്നത് നമ്മളാണ്. അവൻ തെറ്റിക്കൂറും കെട്ടിക്കുന്ന വിവരത്തിന്റെ തൊന്നും കെട്ടുന്ന പ്രസംഗം കേട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് കുറച്ച് ആളുകളെ ഭരണങ്ങൾ വെക്കണ്ടാണ്. അതും വെക്കണ്ടെന്ന് പറഞ്ഞത് അതിനൊക്കെ നമുക്ക് വലിയ ചെലവാണ്, അങ്ങനത്തെ അത് ഞാൻ പറഞ്ഞോളാണ്. അങ്ങനെ തെറ്റിന് കഴിവ് വേറെ കഴിവ് നോക്കണ്ടല്ലോ. അല്ല, മറുപടി പറയുമ്പോൾ ഒരു LCD വെച്ചുകൊണ്ട് നമ്മൾ LCD വെക്കണം. ഞാനാണ് ഇങ്ങനെ LCD വെച്ചിട്ട് പ്രസംഗിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ബന്ധപ്പെട്ട ഒരുപാട് സുന്നജമാഅത്തിന്റെ പ്രവർത്തകർ, അതായത് SKSF-ന്റെ പ്രവർത്തകർ നമുക്ക് അത് പൂർണ്ണ പിന്തുണ തന്നു, കുട്ടികളും ഒക്കെ നമുക്ക് റെഡിയാക്കി തന്നു. അങ്ങനെ ഡേറ്റ് വെച്ച് അങ്ങനെ ഒരു 3 മണിക്കൂർ 7 മണിക്ക് കഴിഞ്ഞിട്ട് 10 സമയം വരെ നമ്മൾ പ്രസംഗിച്ചു. അങ്ങനെ അതിന് മറുപടി പറയാം വേറൊരാള് സൽഫർ മുസ്ലിയാരി എന്ന് പറഞ്ഞ മുജാഹിദ് സുന്നീന് മുജാഹിദിക്ക് വേറെ അയാളെ പ്രസംഗിച്ചു. അയാളെ പ്രസംഗിച്ചപ്പോൾ വീണ്ടും ഞാൻ തന്നെ LCD വെച്ചാൽ മറുപടി പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പല ഭാഗത്തും നമുക്ക് ഫോമിൽ വന്നു. ഞാൻ എന്തിനായിരുന്നു മറുപടി പറയാൻ ഏറ്റിക്കാരൻ്റെ ആൾക്കാർ ഏറ്റിരിച്ചില്ല, ഞാൻ ഇതോട് മറുപടി പറയാൻ പോകണം, ആളുകൾക്കൊക്കെ എന്നോട് വെറുത്തേക്കാരം. ഇങ്ങനെ പറയാൻ നമുക്ക് നമ്മൾ SKSF-ന്റെ ഭാഗത്ത് നിന്ന് ഈറ്റേജാത്തിന്റെ ഭാഗത്ത് നിന്ന് അതുങ്ങൾ ചെയ്തോളൂ, ഉഷാറായി അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യാൻ എന്നുള്ളൊരു നമുക്കൊരു അനുകൂലമായ നമുക്കൊരു ആവേശം ഉണ്ടാകുന്ന ഒരു പ്രതികരണം ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിൽ അസുഖങ്ങൾ വിട്ടാൽ മാത്രമേ നമുക്ക് പിന്നെ എല്ലാ നിലക്കുള്ള പ്രചോദനം തന്നെ ഇന്ന ഭാഗത്തിന്റെ ക്രിസ്ത്യൻ പിന്നാണ് തന്നെ പ്രസംഗം തന്നെ വിളിക്കുന്നതൊക്കെ തന്നെ ഓരോന്റെ കൺട്രികളിൽ കയറ്റി തന്നതൊക്കെ അവരാ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വേറെ അടുത്ത് കുറ്റിയുടെ കുഴിച്ചന എന്നനുസരിച്ച് ഇതേപോലെ പരിപാടി 2 ദിവസം പരിപാടി വെച്ചു. അവിടുന്ന് നമുക്കുണ്ടായ അനുഭവമാണ്. നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മൾ പഠിച്ചത് മറ്റേ സുന്നി ആചാരങ്ങള്, പിന്നെ നമ്മൾ ആ ചെയ്യല് വിശ്വസിക്കുന്ന ആചാരം പിന്നെ നമുക്ക് പറഞ്ഞൂടെ, അത് പറയാനൊരു വേദിയില്ലെങ്കിൽ ഇന്നോട്ട് പോയിക്കൂടെ എന്നൊക്കെ എന്റെ മനസ്സിൽ അന്നേ ഈ റബിയുൽ-അവ്വലുണ്ട്. അങ്ങനെ നിൽക്കുന്നതാണ് ഈ ഷഹറുബാറത്തിന്റെ ഈ വിവാദം വരുന്നത്. സത്യത്തിൽ പിന്നെ ഈ ചേളാരി വിഭാഗത്തിന്റെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ കാളമ്പാടി ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഇതിനെതിരല്ല എന്നാണ് ഞാൻ ഉസ്താദിനോട്ടൊക്കെ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത്. അപ്പൊ ഉസ്താദിനെ അതുപോലെ SKSF-ന്റെ നേതാക്കന്മാർ ഷെറുബാറക്കിന്റെ വിഷയത്തിൽ വിളിച്ചിരുന്നു. പ്രത്യക്ഷത്തിൽ പിന്നെ കുറച്ച് നേരം ഉസ്താദിന് തോന്നിയിട്ടുണ്ടോ? ഞാൻ കേട്ട അഭിപ്രായ പ്രകാരം സമസ്തന്റെ വൈസ് പ്രസിഡന്റ് ആനക്കര കോയപ്പത്തി മുസ്ലിയാരി അതെ കൊടിഞ്ഞിങ്ങനെ സ്ഥലത്ത് വേർപ്പെടുത്തിയിരുന്നു. ഇപ്പൊ മൂപ്പര് കാരക്കൂര് പോകുന്നുണ്ട്. അതായത് മൂപ്പർക്ക് ഇന്നൊരു വിവാദമാക്കണ്ട എന്നുള്ള ഒരു അഭിപ്രായം മൂപ്പർക്കുണ്ട്. അതുപോലെ സമസ്തന്റെ ട്രഷറർ പാറമൂർ ഉസ്താദ് പറയുന്നത് മടവൂര് മക്കാമിൽ അവിടെ രസമുള്ള ആളാണ്.
മൂപ്പർക്കും ഇതിപ്പോ ഇങ്ങനെ വിവാഹമാക്കണ്ട, ഇങ്ങനെ ഒരു കാലത്താത് ഹക്കാണെന്ന് തെളിഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ റസൂലുള്ളാഹിന്റെ ഷാരി തന്നെ കുറ്റം പറഞ്ഞ അതുകൊണ്ട് ഹക്ക് വെളിവായതിനു ശേഷം നമുക്ക് ഇപ്പൊ പറഞ്ഞാൽ മതി എന്നുള്ളതാണ് മൂപ്പര മനസ്സിലുള്ള ആഗ്രഹം എന്നാണ് നമുക്ക് അടുത്ത ആളോട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് സത്യത്തിൽ അതേപോലെ തന്നെ സത്യത്തിൽ തലയിരിക്കുമ്പോ വാലാടിയതാണെന്നുള്ള ഉറപ്പാണ്. കാരണം ഈ പ്രായവും പക്വതയുള്ള പണ്ഡിതന്മാരെ തള്ളിയിട്ടാണ് ഈ വിഷയത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ ചെറുശ്ശേരി ഉസ്താദ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാല് ശരിക്കും സത്യം പറയാനത് ദാറുഹുദയെന്ന് എഴുതി കൊടുക്കുന്ന ആ പോയിന്റുകളാണ്. ശരിയാ. ഇപ്പോഴത്തെ മാധ്യമത്തിൽ ഉസ്താദിന്റെ ഒരു ലേഖനം വന്നിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ വായിച്ചു. ആ ലേഖനം സത്യത്തിൽ ഉസ്താദ് ഇതുവല്ല, നമുക്ക് വായിച്ചതറിയാം. അതുപോലെ തന്നെ പിന്നെ ജമാഅത്തിന്റെ പ്രബോധന എന്താണ് ഒരു മാസികയുണ്ട്, ഐക്ക് ഉസ്താദിന്റെ ഒരു അഭിമുഖമുണ്ട്. ഇതൊക്കെ പോലെ ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെ ഒരു അസ്വസ്ഥത നമുക്ക് വിഷയത്തിൽ തോന്നുന്നുണ്ട് മാത്രമല്ല. ഇത് മാത്രമല്ല, ഞാൻ നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ ചോദിച്ചു, ഹമീദിനെ കുറിച്ച് വലിയ അച്ഛന് വെല്ലുവിളിച്ച് ഞങ്ങള് അബുദാബിക്ക് നിങ്ങൾ വരാൻ തയ്യാറുണ്ടെങ്കിൽ വിസും ടിക്കറ്റും ഒക്കെ ഫ്രീ ആയിട്ട് തരാം, അങ്ങനെ വരാൻ തയ്യാറുണ്ടോ എന്ന് മൂപ്പര് വെല്ലുവിളിച്ചു. വെല്ലുവിളിച്ചപ്പം ആ രണ്ടാമത്തെ ആവേശം വെല്ലുവിളിച്ചല്ലോ. അങ്ങനെ വെല്ലുവിളി പത്രസമ്മേളനം നടത്തിയിട്ട് ഏക്കിസ്ഥാൻ വെല്ലുവിളി സ്വീകരിച്ചു. പിന്നെ കുറ്റ്യാടി നടന്ന പ്രസംഗത്തിലും വേറെ രണ്ട് പ്രസംഗങ്ങളിലും കേരളക്കാരെ വെല്ലുവിളി സ്വീകരിച്ചു. അങ്ങനെയാണ് വെല്ലുവിളിച്ച് വെല്ലുവിളി സ്വീകരിച്ചു. ഇനി ചെയ്യേണ്ടത് വെല്ലുവിളിക്കാതെ കൊണ്ടുപോകാൻ വേണ്ടത്. അത് ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഞാൻ ആളുകൾ ഏറ്റവും പറഞ്ഞു, വെല്ലുവിളിച്ചാൽ നമ്മൾ കൊണ്ടുപോകാനൊന്നല്ല, അത് വെല്ലുവിളി അങ്ങനെ അത് പരിപാടിക്ക് വരുന്നത് ഒരു ആവേശമാണ്, അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല എന്നൊരു അവരോട് നമുക്ക് കിട്ടിയത്. ആരും മാറി പറയാനായിട്ടില്ല. അപ്പൊ ആളുകളെ കൂടിയിരിക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കാനുള്ള വെല്ലുവിളിയാണ് അർത്ഥം. നമ്മൾ വിളിക്കുന്ന വെല്ലുവിളിയൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന നമ്മൾ പ്രവർത്തിയാകുക, അത് വെല്ലുവിളിക്കുക. ജനങ്ങൾക്ക് ഒരു ആവേശം നമ്മളുടെ നാട്ടിൽ മനസ്സിലാകും, അതെന്ന് എറിയുന്നൊരു മറുപടി, അതെങ്ങനെയൊക്കെ ഒരു ഏർപ്പാടാണ്. ഈ വിഷയത്തിൽ ഉസ്താദ് പിന്നെ പിന്നെ ഏതെങ്കിലും പിന്നെ മറ്റുള്ള നേതാക്കന്മാരായിട്ട് ഈ വിഷയത്തിൽ പിന്നെ നേരിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെ എന്തെങ്കിലും ചർച്ചയോ അങ്ങനെ എന്തും നടത്തിയിട്ടുണ്ടോ? ചർച്ച നടത്തിയില്ല. നമ്മള് പ്രാദേശിക ആളുകളായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ ആരും നിന്നും വലിയ ആളുകളോട് ബന്ധപ്പെട്ടിട്ടില്ല. അമ്പലക്കടവ് പ്രാദേശികമായിട്ട് നമ്മളെ സാധാരണ ബന്ധപ്പെടുന്ന വ്യക്തിപരമായിട്ട് ബന്ധമുണ്ടോ? ഇങ്ങനെയാ വ്യക്തിപരമായിട്ട് കണ്ണൂർ വ്യക്തിപരമായിട്ട് ബന്ധമാണ്. ശരി. അപ്പൊ അവരാരെങ്കിലും ഈ വിഷയത്തിൽ സംസാരിക്കോ അല്ലെങ്കിൽ അവരോട് നമ്മൾ ബന്ധപ്പെട്ടിട്ടൊരു കാര്യമില്ല. അവരുമാരും ബന്ധപ്പെട്ടിട്ട് ഒരു സാധാരണ പ്രാദേശിക തലത്തിലുള്ള ആളുകൾ പോലും പറയുന്നത് നമ്മളിങ്ങനെ സംസാരിക്കാൻ എങ്ങനെ ഏറ്റി വയ്ക്കുന്നില്ല എന്ന് ചോദിച്ചു. അതാണ് മറുപടി. ആ ചോദ്യം വന്നു കഴിഞ്ഞോ? ഒരു പറഞ്ഞ മറുപടി എങ്ങനെ ഏറ്റി വയ്ക്കുന്നില്ലേ എന്ന് ചോദിച്ചു. നല്ല അങ്ങനത്തെ ഒരു മറുപടിയാണ് ഉണ്ടായ. ഇതിപ്പോ ഇനിയും രണ്ടുമൂന്നാൾ പല സമയത്തുണ്ടെങ്കിൽ ആളുകളെ വിളിക്കും, ചിലര് ഭീഷണിപ്പെടുത്തും, ചിലര് കുറെ അങ്ങോട്ട് കേൾക്കും. നമ്മൾ പറയുന്നത് ഇങ്ങനെ പിന്നെ മൊബൈൽ വെക്കാതെയാണ്. അല്ല ഉസ്താദ്, ഈ പൂക്കിപ്പറമ്പ് പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ച് എന്താ കാരണം ഉണ്ടായിരുന്നോ? പ്രത്യേകിച്ച് ഞാൻ പറയും, ഇങ്ങനെയൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഇനിയിപ്പോ ഏതൊരു പരിപാടിക്ക് പോയി അവിടുത്തെ അവസ്ഥകൾ അറിയാതെ വരുന്നത്, അത് ഞാൻ ചെന്നപ്പോ ഇന്ന് അറിഞ്ഞവർക്ക് സുഖത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇതിന്റെ നിലപാട് നിൽക്കറിയാം. അത് ഞാൻ പ്രസംഗങ്ങൾ കേട്ടത് നമ്മൾ മനസ്സിലാക്കിയ രൂപത്തിൽ തന്നെയാണ് പ്രസംഗങ്ങളും ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അത് ചെന്നപ്പോ ഇന്ന് അറിവ് ആളുകൾ പറഞ്ഞു, നിങ്ങൾ പിന്നെ പത്തിന് സംസാരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ സംസാരിക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല, ഞാൻ സംസാരിക്കില്ല. ഞങ്ങൾ കുറച്ചേരം ഇരുന്നിട്ട് നിങ്ങളെ നിങ്ങൾ ഇതിന് അനുകൂലാണ് എന്നുള്ളത് പിന്തുണയുള്ള അറിയിക്കുന്നത് അയാൾ ഞാൻ അറിയിച്ചതാണ്. അങ്ങനെ ഇങ്ങോട്ട് കയറാൻ പറഞ്ഞു. അങ്ങനെ എപ്പോഴും കയറിയിരുന്നു. പിന്നെ ഇറങ്ങി പരിപാടി തീരുമാനം പുറത്തിരുന്നു. തന്നെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ശരി ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. അങ്ങനെ അവിടെ തിരിഞ്ഞു. അപ്പൊ ഇതിന്റെ ശേഷം എന്തെങ്കിലും പിന്നെ ഈ പങ്കെടുത്തതിന്റെ ശേഷം ഭീഷണിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഫോൺ കോളുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഭീഷണി ഫോണുകൾ ഒരുപാട് നടന്നിട്ട്. അത് ശരി.
നേതൃത്വത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഫോൺ കോൾ അങ്ങനെ നേതൃത്വത്തിനും അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് നമ്മളവിടെ പരസ്യമായിട്ട് അറിയിട്ടില്ലല്ലോ. അതെ അതെ അതെ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇരുന്ന് അല്ലാതെ പിന്നെ നമ്മളോട് ചോദിക്കുന്ന ആളുകളോട് നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയും. നമ്മളെ തെറ്റിക്കറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഷാരി പാർക്കിന്റെ വിഷയത്തിൽ നമ്മളടുത്ത് കുറെ ഫാൾട്ടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താ ഫാൾട്ടുകൾ നോക്കും. അപ്പൊ ഇങ്ങനെ ഓരോന്ന് പറയാം അത് ശരിയാണ് അത് ശരിയാണ് അങ്ങനെ വരണ്ടും ചെയ്യണം അങ്ങനെ വരണ്ടും ചെയ്യണം എന്നൊരു എസ് മറുപടി ഓരോന്നും ചെയ്യാം. അതൊക്കെയാണ് അവസ്ഥകൾ. അല്ല ഈ വിഷയത്തിൽ ഉള്ളിൽ അമർഷമുള്ള ഒരുപാട് ആളുകൾ ഇന്നും SKSF ഉണ്ടോ ശരിക്കും ഈ വിഷയത്തിൽ? നമ്മൾ അറിഞ്ഞോന്ന് പറയണ്ട അങ്ങനൊന്നും പറയേണ്ടി ചെയ്യുന്നു. അങ്ങനൊന്നും വിമർശിക്കേണ്ടി ചെയ്യും. അത് പ്രതിഷേധിസ്ഥാനങ്ങനെ മറ്റേ ബാനുകൾ അത് പറയേണ്ടി ചെയ്യുന്നു. മൂപ്പരെ തെരഞ്ഞെടുപ്പ് ചെയ്യുന്നു. ഇതിന് ഇതോടെ തീർത്താൻ മതി. ഇതിന് എതിർത്താൻ എതിർക്കുന്നത് മൂപ്പര് പള്ളിണ്ടാക്കും. മൂപ്പരായിട്ട് പോകും. മൂപ്പര് നിലപാട് നമ്മളെ കണ്ടെടുക്കാൻ പോയാൽ മതി. ഈ പൈസ ഈ സമ്പത്തും ഈ സമയത്ത് നമ്മള് വേറെന്ന് ചെലവാക്കിക്കാൻ അത് ഉപകാരപ്പെട്ടി എന്ന ആ നേരത്തെ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ കൂട്ടത്തിലുണ്ട്. പക്ഷെ തുറന്നു പറയാനുള്ള മടിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തുറന്നു പറയാൻ പറ്റും. എന്റെ മഹലിൽ ഞാൻ എന്റെ സ്വന്തം നാട്ടിലെ മഹലിന്റെ അവസ്ഥ 198% UK സംസ്ഥക്കാരും ജീവികാരും മാത്രമുള്ള മഹലാണ്. അന്നാ മഹല് കാരണം ജിന്നാന്റെ കേസിന്റെ എസ്കേറ്റത്തിന്റെ മീറ്റിംഗ് ഒക്കെ പറയാം. അത്രയും സെറ്റപ്പുള്ള മഹലാണ്. അവരിലൊക്കെ നമ്മളിങ്ങനെ ഒറ്റവെച്ച് നിൽക്കാറ് നമ്മളെ വലിയൊരു പ്രശ്നം തന്നെയാണ്. അതെ അതെ അതെ. നാട്ടിന്റെ പോലെ എല്ലാ ആൾക്കാരും വിളിച്ചു. എന്റെ അഞ്ചൻ അറിഞ്ഞത് ഇങ്ങനെയാണ്. അഞ്ചന് പോലെ ഇവിടെ നിലമ്പൂർ ഭാഗത്ത് സ്കൂളിൽ പ്രൈവറ്റ് സ്കൂളിൽ കയറിയിട്ടുണ്ട്. അവനൊക്കെ പ്രവർത്തകരാണ്. അവർക്ക് ഇന്നലെ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ കേട്ട് എന്താണ് അവസ്ഥ എന്താണ് ഇങ്ങനെ എന്തെങ്കിലും വിവാദത്തേക്ക് പോകാതെ പറഞ്ഞത് പോയത് പോയിരുന്നു പേരണ്ട അങ്ങനെ ഒറ്റപ്പെടും അങ്ങനെ അങ്ങനെ അതൊക്കെ പറഞ്ഞു. അല്ല ഉസ്താദിന്റെ അനുഭവത്തിലുണ്ടോന്ന് അറിയില്ല. പ്രത്യേകിച്ച് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള വെച്ചാൽ പ്രത്യേകിച്ച് നമ്മളിപ്പോ വഹാബികളായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കുകയോ തർക്കിക്കുകയോ ചെയ്താലേ ഉടനെ പോലെ ചോദ്യം ഉണ്ട്. നീ ഏപ്പിക്കാരനാണല്ലേ, നീ കാന്തപുരത്തിന്റെ ആളാണല്ലേ, നീ പിന്നെ അതായത് ഉള്ള നിങ്ങളെ സമസ്തയിലുള്ള ആളാണ് എന്നുള്ള നിലയിലാണ് ചോദ്യം വരും. ഒരിക്കലും നീ എസ് കെക്കാരനല്ലേ എന്നുള്ളൊരു ചോദ്യം ഇതുവരെ ചോദിച്ചതായിട്ട് എന്റെ അനുഭവത്തില്ല. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ട്? കാരണം പറഞ്ഞാല് അത് മുജാഹിദിനോട് ചെറിയൊരു എല്ലാ സമീപനം സ്വീകരിക്കുന്ന ആളുകളാണെന്ന് മൊത്തത്തിൽ ധാരണയുണ്ട്. അത് ശരി. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയിലല്ല അങ്ങനെ നിലപാട് ആൾ ചില സ്ഥലങ്ങളൊക്കെ സ്വീകരിക്കുകയും അങ്ങനെ തന്നെയല്ലേ. അതുകൊണ്ടായിരിക്കും ഉസ്താദ് പിന്നെ പരിപാടി നടത്തിയപ്പോ അത് വേണ്ടിയില്ലായിരുന്നു അത് ഏപ്പിക്കാർ വന്നിട്ട് നടത്തിക്കോളൂ എന്ന് പറയാൻ കാരണം അല്ലേ? നടത്തിക്കൊള്ളുന്നത് പറയാം. അത് മാത്രമല്ല ഇന്ന് നമ്മൾ മറുപടി വെക്കാൻ തീരുമാനം നമ്മൾ കാര്യങ്ങൾ മുജാഹിദിന് മറുപടിക്ക് പോവുകയാണെങ്കിൽ അതിനുള്ള ഒരു സജ്ജീകരണങ്ങളോ അതിനുള്ള ലക്കറുകളോ എഴുതി വെക്കാം അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ സാധാരണ അമീര് വലിച്ച് അതുപോലെ തന്നെ പുസ്തകോത്സവ തക്കുകൾ പോലുള്ള ആളുകൾ അങ്ങനെ പുസ്തകത്തെ സ്ഥലത്ത് അതിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറയും. ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അതിന് മറുപടി പറയും. അതുമായി അതിനൊക്കെ നമ്മൾ എഴുതി റെഡിയാക്കിയിട്ടില്ല. അതൊക്കെ ഇപ്പം നമ്മളിപ്പോ അതിങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തെങ്കിലും മറുപടി വന്നിട്ട് നമ്മൾ കിട്ടുന്നത്. അതിന് നിങ്ങൾ ഉദ്ദേശിച്ച് വരും അതിനുള്ള ജീവിതത്തിൽ ഇന്ന മറുപടി വേണം, അതിനുള്ള ജീവിതത്തിൽ ഇന്ന മറുപടി വേണം, അതിന് കിട്ടാതുണ്ടാവും, ഇന്ന വ്യാപത്തുണ്ടാവും, ഇങ്ങനെ വെല്ലിക്കേണ്ടത് എന്ന് നമുക്ക് ധാരണ ആളുണ്ടാക്കില്ല. ഈ വിഷയത്തിൽ ഉസ്താദിന് തോന്നുന്നുണ്ടോ പിന്നെ എന്തെങ്കിലും ഒരു സംഘടനാ തലത്തിലുള്ള നടപടിയോ വല്ലതും നേരിടേണ്ടി വരും എന്നുള്ളൊരു തോന്നലുണ്ടോ? സംഘടന നടപടിയൊന്നുമല്ല. സംഘടനപരമായ നടപടി നമ്മളിപ്പം ഈ കുറച്ച് വന്നതിനുള്ളതായിട്ടൊന്നും സംഘടന മീറ്റിംഗോ ഒറ്റയ്ക്ക് നമ്മൾ പോകലില്ല. ഒറ്റപ്പുറപ്പം അത് ഉറപ്പാണ്. ഞാൻ ഇന്നാണ് നാട്ടിൽ പോയപ്പം നമ്മളുടെ സുഖത്തിൽ വിട്ടാണ് ഇങ്ങനെ കേട്ടറിഞ്ഞിട്ട് വെക്കാനും കൂടി നമ്മൾക്ക് വന്ന് ഇന്നെ വിളിച്ചു. ഞാൻ പോയി കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഊര് തന്നെ സ്വീകരണം ഒരു സഹോദരന്മാർക്ക് വിശദീകരണോടെ വെക്കണ്ടെന്ന് വെച്ചു. നമ്മൾ നാട്ടിലൊക്കെ പരിപാടി വെക്കുന്നതിനായി കൊല്ലുന്നതിന് സമ്മതം അത്രയും പ്രയാസ സംഗതിയാണ്. അങ്ങനെ പരിപാടി വെക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷാല് നമുക്ക് വെക്കാം. മകരത്തിലെ പരീക്ഷന്റെ ആ സമയം പരീക്ഷ തീർന്നോട്ടെ നല്ലത്. അതായത് നമ്മൾ ജോലി ചെയ്യുന്നത് സ്ഥാപനത്തിലായതുകൊണ്ട് അത് കുട്ടികൾക്കും പരീക്ഷയ്ക്കും ഒക്കെ ക്ഷീണം ചെയ്യും. അതുകൊണ്ടാണ് കഴിഞ്ഞിട്ട് ഇൻഷാല് റമദാന്റെ കുറച്ച് മുമ്പായിട്ട് നേരത്തെ കൂട്ടുന്നതോട് കൂടെ നമുക്ക് വെക്കാം എന്നുള്ളൊരു വാക്കുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
അല്ല പലപ്പോഴും പിന്നെ SKSSFന്റെ നേതാക്കൾ പിന്നെ ഈ സ്റ്റേറ്റ് നേതാക്കന്മാരുടെ ചില നിലപാടുകള് വഹാബികളോട് പിന്നെ കൈകൊടുത്താലും പിന്നെ ഈ AP സമസ്തക്കാരോട് ഒരു നിലക്കുള്ള ഒരു യോജിപ്പ് പാടില്ല എന്നാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ട്. പ്രത്യേകിച്ച് എനിക്കറിയാം അന്ധമായ ഒരു വിവേകം അത് നല്ലോണം എല്ലാ നേതാക്കന്മാർക്കുണ്ട്. പിന്നെ നമുക്ക് ഒരു വിഷമം കിട്ടുന്നത് പാണക്കാട് തങ്ങളെ ഞാൻ എന്റെ മനസ്സിന്റെ വല്ലാതെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് തങ്ങൾ. എല്ലാവരും അങ്ങനെ തന്നെ. അപ്പൊ ശിഹാബ് തങ്ങൾ മരിച്ച സമയത്തൊക്കെ ഞാൻ എന്റെ ബന്ധപ്പെട്ടവര് മരിച്ചാലുണ്ടാണ് ദുഃഖത്തിനാണ് ദുഃഖം ഉണ്ടായത്. 2-3 ദിവസം കുറേക്കാരൊക്കെ വിദ്യാർത്ഥിന് പോയി 3ന്റെ പരിപാടി 7ന്റെ പരിപാടി എല്ലാ പരിപാടിക്കും എഴുതിയും തങ്ങൾ വീട്ടിൽ പോക്കുന്ന പങ്കെടുത്ത്. പക്ഷെ അങ്ങനെ ഹൈദറിൽ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മൂത്തരം കൂടുതൽ മോശത്തരത്തിലാക്കിയത് നേതൃത്വമാണ്. ആ നിലക്ക് നമുക്ക് വല്ലാതെ അമർശപ്പോഴുണ്ട്. അത് കാരണം വെച്ചാൽ ഉസ്താദ്, കാരണം വെച്ചാൽ ഈ വഹാവുദ്ദീൻ കൂരിയാട് അബുദാബിയിൽ പോയിരുന്നു ഈ സമ്മേളനം നടക്കുന്നതിന് മുന്നോടിയായിട്ട്. ആ സമയത്ത് ഇദ്ദേഹത്തോട് പിന്നെ കൂരിയാടിനോട് വിളിച്ചിട്ട് ചോദിച്ചിരുന്നു, ഏതായാലും നിങ്ങൾ അബുദാബിയിലല്ലേ ഉള്ളത്, നിങ്ങൾ ഏതായാലും ഖസറജി അവിടെ ഉണ്ടല്ലോ, മൂപ്പരായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് അതിന്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കി കൂടെ എന്ന് ചോദിച്ചപ്പോ ഇല്ല എനിക്ക് അവിടെ പോകാൻ വേണ്ട, എനിക്ക് ആ വിഷയം ഒന്നും അറിയാൻ വേണ്ട എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പം ഇതിൽ കക്ഷിയല്ലാത്ത ഒരു 3ാം കക്ഷി എന്ന് പറഞ്ഞ ആളെടുത്തുനിന്ന് ഒരു സാധനം വാങ്ങി വന്നു അയാൾ പറയുന്നത്. അതിൽ തന്നെ കൊണ്ടുവന്ന കത്ത് 2 കത്ത്, ആദ്യം വായിച്ച കത്തൊന്ന്, രണ്ടാമത് പത്രക്കാർക്ക് കൊടുത്ത കത്തൊന്ന്. അതിന്റെ ശേഷം അയാൾ പത്രക്കാരോട് വിശദീകരിച്ച് പറഞ്ഞത് ആദ്യത്തെ കത്തിന്റെ വിശദീകരണം പോരാഞ്ഞിട്ട് 2ാമത് കത്ത് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 2ാമത്തെ കത്ത് ഈ ഹസൻ അയച്ചു കൊടുത്തതെന്ന് ഇയാൾ പറഞ്ഞത്. പക്ഷേ എന്താ പറയണ്ടേ, ഇന്നൽ ബാത്തില കാന സുഹൂക്ക എന്ന് പറഞ്ഞതുപോലെ മൂപ്പര് പറഞ്ഞ കാരണം 2 കത്തിന് ഒരേ ഡേറ്റ് ആണുള്ളത്. 28 നിന്നല്ല മൂപ്പര് പറയുമ്പോ പിന്നെ കക്കാൻ പിടിക്കുമ്പോ നിൽക്കാൻ പിടിച്ചില്ല എന്ന് പറയുന്നുള്ള ഒരു ചെറിയ അബദ്ധം പറ്റിയതാണ്. ഇത് സത്യത്തിൽ വ്യക്തിപരമായിട്ടുള്ള വല്ലാത്തൊരു പരിപാടി. അതിനപ്പുറത്ത് വർക്കസന സ്ഥാപനം അവിടെ പഠിപ്പിക്കുന്ന ആളുകൾ, അവിടെ പഠിക്കുന്ന കുട്ടികൾ, അവിടെ എന്താണ് സംഭവം, അതിനൊന്നും മൊത്തത്തിൽ ഒരു ഭാഗം ആളുകൾ സത്യത്തിൽ അറിവില്ല എന്നുള്ളതാണ്. അല്ല പ്രത്യേകിച്ച് നമ്മളെ പ്രത്യേകിച്ച് പേരോട് ഉസ്താദൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഇ കെ ഉസ്താദിന് അതേപോലെ തന്നെ ശിഹാബ് എന്നൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്യുന്നൊക്കെ നമ്മൾ കേൾക്കല്ല. പക്ഷെ മറുവാദത്തിന്റെ ഈ പ്രസംഗത്തിൽ 2 പ്രസംഗത്തിലും എത്രയോ സംശയങ്ങളുടെ പേര് വരണമെങ്കിൽ അല്ലാഹു ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ, ഖബർ ദർജയാക്കി കൊടുക്കട്ടെ എന്ന് പറയാതെ മുതൽ പ്രസംഗിക്കില്ല. അതെ. അത് പക്ഷെ എന്താണെന്നറിയില്ല, നിർഭാഗ്യവശാലും മറുഭാഗം വളരെ ശത്രുതാപരമായിട്ടുള്ള ഒരു സമീപനാണ് അത്. ഏതായാലും പാണക്കാട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കന്മാർക്ക് കിട്ടുകയാണെങ്കിൽ അത് സ്ഥലത്തും വേണ്ട, കൊടുത്താളും വേണ്ട, ഒന്നും വേണ്ട. അത് ഞാൻ ഉസ്താദ് പറഞ്ഞപ്പോ നിശ്ചിത എന്റെ ഒരു സുഹൃത്ത് ബോംബെയിലുണ്ട്. അപ്പം ബോംബെയിൽ ഏതൊരു സ്ഥലത്ത് വർഷത്തിൽ ഇങ്ങനെ ഷെയർ മുബാറക്ക് ഉള്ള വെള്ളം പാടുന്ന കൊല്ലത്തിൽ പിന്നെ ഹിന്ദുസ്ഥാനികൾ കൊടുക്കാറുണ്ട്. ആ ഏരിയ എന്ന് പറഞ്ഞാൽ SKSSFന് ഒരുപാട് സ്വാധീനം, ഒരുപാട് ആളുകളും പിന്നെ ഓഫീസും കാര്യമൊക്കെ പ്രവർത്തിക്കുന്ന ഏരിയയാണ് ആ ഏരിയ. അവിടെ ഒക്കെ വെള്ളമായി കുടിക്കലുണ്ട്. വെള്ളമായി കുടിക്കുന്ന സമയത്ത് അതിന്റെ സെനദുണ്ടോ, മുഫസ്സലുണ്ടോ, മുജ്മലുണ്ടോ എന്നൊന്നും ചോദിക്കാറില്ല. അപ്പോ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മറ്റേ നൗഷാദ് ഹസനായിട്ട് സംവാദത്തിന്റെ വ്യവസ്ഥ CD കണ്ടു. അതെ, അതിലും മറ്റേ വെല്ലൂരുള്ളതിന് സെനത് ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല, മർക്കസിലുള്ളതിന് മാത്രമേ വേണ്ടൂ എന്നാണ് ഇപ്പം പറയുന്നത്. കാരണം വെല്ലൂര് ചർച്ചയാക്കിയത് കാസിയാണ്. വെല്ലൂർത്തെ വെള്ളം തുറന്നിട്ടുണ്ട്. ആ വെല്ലൂരെ വെള്ളത്തിന് സനതുണ്ട്. അത് 25,000 കുത്തി തോതിൽ എന്റെ കോളേജായ ദാരുഖുറാൻ കൊടുക്കാൻ തയ്യാറുള്ളത്. നല്ല മൂപ്പരാണ് പക്ഷെ ചർച്ച വിട്ടത്. നേരെ മറിച്ച് ദാറുക പിന്നെ അവിടുന്ന് വെല്ലൂരിന് പറഞ്ഞ വെള്ളം എന്തിന് പറഞ്ഞിട്ടാണ് പക്ഷെ എല്ലാവർക്കും വെള്ളത്തിന് സനതുണ്ട് എന്ന് നിനക്ക് മൂപ്പർ സംസാരിച്ച. അങ്ങനെ ആകുമ്പോ സനത് തെളിയിക്കേണ്ടത് ബാധ്യതയാണ്, അങ്ങനെ ബാധ്യതയാണ്. അല്ല പടച്ചോന്റെ ഏറ്റവും വലിയൊരു കുതിരത്ത് എന്ന് പറഞ്ഞാല്, കാരണം
ഇത് നിഷേധിക്കുന്ന കാസിമിയെ കൊണ്ടും അമ്പലക്കടവിനെ കൊണ്ടും ഈ ഒരു വിവാദം വരുന്നതിന് മുന്നോടിയായിട്ട് അവർ ഇതിന്റെ മധു ഒരുപാട് പറഞ്ഞല്ലോ. അതെ അതെ, കാരണം ലോകത്തുള്ള കൂട്ടത്തിൽ മൂപ്പർ അബുദാബിയിലെ ഹസ്രജിയുടെ പിന്നെ ഫാമിലി എണ്ണുകയും അത് രേഖാമൂലം പിന്നെ അവിടുത്തെ രേഖകൾ സൂചിപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അമ്പലക്കടവ്. ഇനിയിപ്പോ പിന്നെ ഇതുകൊണ്ട് ഈ വിവാദം കൊണ്ട് ഇപ്പൊ ഉണ്ടാകുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്കും പൊതുജനങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ഷിയാറിനോടുള്ള ബഹുമാനം അതില്ലാതായി. അതെ, തീർച്ചയായും. റസൂലുള്ളാഹിനെ വിളിക്കും, റസൂലുള്ളാഹിന്റെ ആചാരങ്ങൾക്കുണ്ടായിരുന്ന ബഹുമാനം, അത് പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിങ്ങൾ മത്സരത്തിന് ആ ബഹുമാനം അതവിടെ ഇല്ലാതായി. അത് വഹാബികൾക്ക് കൊട്ടിഘോഷിക്കാനും അവർക്ക് ലേഖനം എഴുതാനും അവർക്ക് പ്രസംഗിക്കുമ്പോൾ ക്ലിപ്പിടാനും ഉള്ള നല്ലൊരു അവസരം ഇതുകൊണ്ട് കിട്ടിയെന്നുള്ളതാണ്. അതെ അതെ, ആളുകളുടെ ഇടയിൽ ഒരു മോശം. ഈ വിഷയത്തിൽ മുജാഹിദിന്റെ ശബ്ദം, ഈ വിഷയത്തിൽ എസ്കേസിന്റെ ശബ്ദം, ഈ വിഷയത്തിൽ ഏകദേശം തുല്യാണെന്ന് പറയാം. അതെ 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 അതെ. അല്ല ഉസ്താദ്, ഇപ്പൊ ഇത് പാണക്കാട് തങ്ങന്മാരെ കുറ്റം പറയാനോ പ്രായമുള്ള ഉസ്താദന്മാരെ കുറ്റം പറയാനോ പറ്റില്ല. ഇത് ഇടനിലക്കാരായിട്ടുള്ള നേതാക്കന്മാര്, അവരാണ് ഇതിന്റെ പിന്നിലുള്ള ആളുകൾ. അത് ഉസ്താദ് പറഞ്ഞ സത്യമാണ്. കാരണം കാളമ്പാടി ഉസ്താദ് ഞാൻ പലവട്ടം ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഉസ്താദ് ഈ വിഷയത്തിൽ മൗനം പാലിക്കല്ലാതെ ഉസ്താദ് പരസ്യമായിട്ട് അത് പിന്നെ കാസിമിയുടെ ശൈലിയിൽ അതായത് അറബി പെണ്ണോ അല്ലെങ്കിൽ ബാർബർ ഷാപ്പെന്നോ അത്തരത്തിലുള്ള സമീപനം ഉസ്താദുമാര് പറയുന്നത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഉസ്താദ് ഇപ്പൊ പങ്കെടുത്തതിന്റെ ശേഷം വന്ന ഫോൺ കോളിൽ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരം ഉണ്ടായിട്ടുണ്ടോ? കുറ്റപ്പെടുത്തി വന്നാൽ വലുതായത് വ്യത്യാസമെന്നല്ല, വ്യത്യാസമെന്നല്ല, വ്യക്തിത്വമുണ്ടാകും. കേട്ടില്ല, റേഞ്ച് കുറവാ, കേട്ടില്ല, ഒന്നുകൂടി പറയാം. നിങ്ങൾ പ്രസംഗം പഠിച്ച വ്യത്യാസമെന്നല്ല, നിങ്ങൾ വളർന്ന വ്യത്യാസമെന്നല്ല, പിന്നെ നിങ്ങൾ ചോറിന്റെ വ്യത്യാസത്തിന്റെ തന്നെ. നിങ്ങൾക്ക് ഇങ്ങനെ പോയാൽ സംസ്ഥാന വിട്ടുകൾ പറ്റും, നിങ്ങൾക്ക് എന്ത് ഓഫർ കിട്ടിയിട്ടുണ്ടാവും, പൈസ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലും സുന്നത്ത് ജമാഅത്തിനോട് കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് AP പൈസ കൊടുത്തു അതിന്റെ മായനല്ലേ? ഇപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന അൻവരി ഇപ്പൊ സജീവമായിട്ടുണ്ട്. മൂപ്പര് വ്യത്യാസത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കുറച്ചു കാലം. ശരി, അബ്ദുസമദ് അൻവരി അല്ലേ? അബ്ദുസമദ് അൻവരി. മൂപ്പര് ഇപ്പൊ പറ്റി നമ്മളെ മൊത്തത്തിൽ ജനങ്ങൾ പറഞ്ഞത് മൂപ്പർക്ക് എത്രയോ ലക്ഷക്കണക്കിന് വെച്ചുകൊടുത്തിട്ടുണ്ട്. ശരി. പരിപാടിക്ക് പോണ പൈസ അതെ അതെ. അപ്പൊ മൂപ്പര് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ രാജിവെച്ച് AP ഗ്രൂപ്പിലേക്ക് പോയാൽ ലക്ഷങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഏതായാലും കൊണ്ടോട്ടി മേഖല അതിന്റെ പ്രസിഡന്റായ നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ നിങ്ങൾ കൂടി വന്നെന്ന് പറയേണ്ടി വരും. കോടികൾ കിട്ടിയല്ലോ. ഏതായാലും ആളുകൾക്ക് ഈ വിഷയത്തിൽ ഇങ്ങനൊരു ഇതുണ്ടായതുകൊണ്ട് ഇങ്ങനെ കുറെ ആളുകളെ മനസ്സിലുണ്ട്. ഇതുപോലെ വാണ്ടി ചേർന്നുള്ളത് മനസ്സിലെല്ലാവരും മനസ്സിലുണ്ട്. ഏതായാലും ചുരുക്കത്തിൽ നിന്ന് ഇങ്ങനെ ഈ തർക്കങ്ങൾ നമ്മളെ നടത്തിയിട്ട് ഇങ്ങനെ റസൂലുള്ളാഹിനെ കൊണ്ട് അറിയിക്കണ്ടേ? അതെ അതെ അതെ. ചുരുക്കി പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ മാത്രം. ഇപ്പൊ സ്വലാത്തുകളിൽ ഈ റമളാൻ 27-ാം രാവിലെ ഉള്ള ആ പ്രാർത്ഥനാ സദസ്സിനെതിരെ കാസിം ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. അതെ അതെ. പക്ഷെ ഈ കഴിഞ്ഞ റമളാനുമായി മുമ്പത്തെ റമളാനിൽ 27 രാവിലെ പ്രത്യേക പ്രാർത്ഥന പരിപാടിയും ഖുർആൻ ക്ലാസും പരിപാടിയൊക്കെ വെച്ചൊരു 30-40 മുമ്പാട് പല കൃത്യങ്ങൾ നടത്തലുണ്ട്. അല്ല, ഈ വിഷയത്തിൽ ഞാനിപ്പോ ഉസ്താദ് പൂക്കിപ്പറമ്പിൽ പരിപാടിയിൽ പങ്കെടുത്തെന്ന് ഞാൻ അറിഞ്ഞപ്പോ എനിക്ക് ആദ്യം തോന്നിയൊരു വിഷയം എന്താണെന്ന് ഉസ്താദെ, കാരണം അമ്പലക്കടവിന്റെ ഒരുപാട് പ്രസംഗങ്ങളിൽ അയാൾ ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഷെയർ മുബാറക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ SKSSFന്റെ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും AP ഗ്രൂപ്പുമായിട്ട് അടുത്തതായിട്ട് തെളിയിക്കാൻ പറ്റുമെന്നുള്ളത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. അതായത് ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ സജീവമായി കഴിഞ്ഞ പത്രത്തിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഇൻഷാല്ലാഹ് നാട്ടിൽ തന്നെ നമ്മൾ സ്വീകരണ പരിപാടി ഷെയറുകാരത്തിന് സ്വീകരണം വെക്കണം എന്നാണ് മനസ്സിലുള്ളത്. ഇൻഷാ അല്ലാഹ് പഠിച്ചതിന് അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും പിന്നെ ഈ ഷെയർ മുബാറക്കിന്റെ വിഷയം അല്ലാണ്ട് സത്യത്തില് ഉസ്താദ് ആദ്യം AP ഗ്രൂപ്പുമായിട്ട് ഏതെങ്കിലും വിഷയത്തില് യോജിപ്പോ അടുപ്പോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്? യോജിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. രോഗമൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾക്ക് തന്ന ക്ലാസ്സുകൾ.
ക്ലാസ്സിൽ നമ്മൾ പ്രസംഗങ്ങളെ നിൽക്കണമെന്ന് തിരിച്ചു. പക്ഷെ എന്നും എനിക്ക് കേരളത്തിന്റെ വാദനോട് ഭയങ്കര താല്പര്യമാണ്. അത് നമ്മൾ രാഷ്ട്രീയത്തെ രീതിയുണ്ട്, രാഷ്ട്രീയത്തെ കേൾക്കുക, അല്ലെങ്കിൽ ചെലവരിൽ മറ്റൊരു രാഷ്ട്രീയത്തിൽ അങ്ങനെ കേൾക്കും. അങ്ങനെ അത് വളരെ ഭയങ്കര താല്പര്യം കേരളത്താണ് വേണ്ടുന്നത്. പിന്നെ ഈ കൂടത്തായിട്ട് ഉസ്താദിന് എന്താ നേരിട്ട് ബന്ധം അങ്ങനെ ഉണ്ടോ? നേരിട്ട് ബന്ധം ഞാനൊക്കെ ചിലപ്പോൾ അറിയാറുണ്ട്. ഞങ്ങൾ മേഖലയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടറിയാളെ മേഖലയിൽ ഒരുപാട് പരിപാടിക്ക് ഇത്തരം കൊടുത്തിട്ടുണ്ട്, ബന്ധമുണ്ട്. അപ്പൊ ഏതായാലും അത് ഇനിയിപ്പോ ലക്ഷങ്ങളല്ല ഉസ്താദിന്റെ വിഷയത്തിൽ, ഇനിയിപ്പോ ഉസ്താദ് വിഷയത്തിൽ ഷെയർ മുബാറക്കിന്റെ വിഷയത്തിൽ AP ഗ്രൂപ്പിന്റെ ഒന്നായിട്ടാണെന്ന് അറിഞ്ഞാല് തീർച്ചയായിട്ടും കോടികൾ കൈപ്പറ്റി എന്നുള്ള ആരോപണം ഏതായാലും ഉണ്ടാവും. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദ് വിഷയത്തിൽ സജീവമായിട്ട് ഇടപെട്ടേലും പിന്നെ എന്താ പറയണ്ട വിഷയം പിന്നെ ഇൻഷാ അല്ലാഹ് ജനങ്ങളോട് തുറന്ന് പറയാനുള്ളൊരു സന്മനസ് കാണിച്ചതിലും കുറച്ച് ഉസ്താദിന് പ്രത്യേകം ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനിയും പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഞാനിപ്പോ ഉസ്താദിനെ വിളിക്കാൻ തന്നെയുള്ള കാരണം അതാണ്. സുന്നത്ത് ജമാഅത്തുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തമ്മിൽ ഇരുമ്പ് പരിചയവും ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒരാള് അന്ന് പരിപാടി നൗഷാദ് ഹസന്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം എന്റെ മനസ്സിൽ ഓടിയത് അമ്പലക്കടവ് പറഞ്ഞൊരു വാദം അത് അവിടെ പൊളിയാണ്. കാരണം അമ്പലക്കടവും പറയുന്നുണ്ട്, സംഭവം പറയുന്നുണ്ട്. അല്ല ഇതിപ്പോ പ്രത്യക്ഷത്തിലുള്ള ഒരു ഇപ്പോ അൽവിദാരിമി എന്നുള്ള ഒരാളല്ലാതെ നൂറുകണക്കിന് ആളുകൾ മാനസികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടും തന്നെ നമ്മളെ ഈ വിഷയത്തിൽ അവരോട് അകൽച്ച ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദ് സംസാരിച്ചതിൽ വലിയ സന്തോഷം. പ്രത്യേകം ദുആ. ഇൻഷാ അല്ലാഹ്.